തായ്ചി എന്ന ഒരു ട്രഡീഷണൽ മാർഷൽ ആർട്സിനെ പറ്റിയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ്. ഇത് പണ്ട് പുരാതന കാലത്ത് ചൈനയിൽ ഒറിജിനേറ്റ് ചെയ്ത ഒരു പവർഫുൾ ആയ മാർഷൽ ആർട്സ് ടെക്നിക്കാണ്. അന്നത്തെ കാലത്ത് യുദ്ധത്തിനൊക്കെ വളരെയധികം ഉപയോഗിച്ചിരുന്ന ഈ ഒരു ടെക്നിക്ക് പിന്നീട് ആയുധങ്ങളുടെ വരവോടുകൂടി ഉപയോഗിക്കാതെ ആവുകയായിരുന്നു. പിന്നീട് ചിലരിത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നത് അവരുടെ ബോഡി ഫിറ്റ് ആക്കാനായി ഒരു ഫിറ്റ്നസ് മെത്തേഡ് എന്ന രീതിയിലാണ് എന്നും പറയാം. എന്തായാലും അങ്ങനെ പതിയെ പതിയെ ആളുകൾക്കിടയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന തായ്ചി എന്ന ഈ ഒരു മാർഷൽ ആർട്സ് പിന്നീട് അതിന്റെ പോപ്പുലാരിറ്റി കുറഞ്ഞു കുറഞ്ഞു വന്ന സമയത്ത് ഇത് വളരെയധികം ഇന്റൻസിറ്റിയോടുകൂടി സീരിയസ് ആയി കണ്ട് പ്രാക്ടീസ് ചെയ്തിരുന്ന ഒരു കൂട്ടം ആളുകൾ അപ്പോഴും ഉണ്ടായിരുന്നു. അങ്ങനെ വളരെ വലിയൊരു കാര്യമായി ഈ ഒരു മാർഷൽ ആർട്സിനെ കണ്ട് പ്രാക്ടീസ് ചെയ്യുന്ന, എന്നാൽ തങ്ങൾ ഈ ഒരു മാർഷൽ ആർട്സ് പ്രാക്ടീസ് ചെയ്യുന്നവരാണെന്ന് പുറം ലോകത്ത് അറിയിക്കാത്ത രീതിയിൽ വളരെ ഹൈഡ് ചെയ്ത ഒരു ഐഡന്റിറ്റിയോടുകൂടി കഴിയുന്ന ആ ഒരു കൂട്ടം ആളുകൾക്കിടയിൽ ഇപ്പോഴത്തെ തലമുറയിലെ ഏറ്റവും തലമൂത്ത ആ ഒരു ഗുരുവിന്റെ പേരാണ് ചു എന്നത്. ചുവിന്റെ പേരക്കുട്ടിയാണ് ഫെങ്. ഫെങ്ങിന് ഈ ഒരു ടെക്നിക്സ് എല്ലാം തന്നെ ചു ട്രെയിൻ ചെയ്യിപ്പിക്കാറുണ്ടായിരുന്നു. ഫെങ്ങിന് മാർഷൽ ആർട്സിൽ നല്ല പ്രാവീണ്യമുണ്ട്. അവളുടെ ഗുരുവായ മുത്തശ്ശന്റെ കീഴിൽ തായ്ചി നന്നായി തന്നെ ട്രെയിൻ ചെയ്തെടുക്കുന്നു. പക്ഷെ അതിനേക്കാളേറെ അവൾക്ക്, അല്ലെങ്കിൽ അതിനോടൊപ്പം തന്നെ അവൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള മറ്റൊരു കാര്യമുണ്ട്. ഈ തായ്ചി ടെക്നിക്കിന്റെ ട്രെയിനിങ്ങിന് ശേഷം അവൾ ആ ഒരു കാര്യത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. അത് മറ്റൊന്നും അല്ല, പെയിന്റിംഗ് ആണ്. അങ്ങനെ ഈ പെയിന്റിംഗുമായി ബന്ധപ്പെട്ട വലിയൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകണം എന്നത് അവളെ സംബന്ധിച്ച് ഭയങ്കര ആഗ്രഹമാണ്. പക്ഷെ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അങ്ങനെ നിസ്സാരമായൊന്നും അഡ്മിഷൻ ലഭിക്കില്ല. അതിന് കുറച്ച് പണിയുണ്ട്. അവിടെ വരച്ച ഒരു പെയിന്റിംഗ് സബ്മിറ്റ് ചെയ്യണം ആ ഒരു യൂണിവേഴ്സിറ്റിയിൽ. അവരത് വെരിഫൈ ചെയ്ത് അവർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ മാത്രമേ അവിടെ അഡ്മിഷൻ ലഭിക്കുള്ളൂ. അങ്ങനെ അന്ന് അവൾ ധൃതിയിൽ സാധനങ്ങളും പാക്ക് ചെയ്ത് പെയിന്റിംഗും ഒക്കെയായി ആ ഒരു യൂണിവേഴ്സിറ്റിയിലേക്ക് പുറപ്പെടുകയാണ്. ആ ഒരു സ്ഥലം അവളെ സംബന്ധിച്ച് പുതിയൊരു ഇടമാണ്. ഒരുപാട് കാട്, മലയും കുന്നും ഒക്കെ ഉള്ള ഒരു ഇടമാണ്. അവൾ വളരെ പാടുപെട്ട് അങ്ങോട്ടേക്ക് വഴി അറിയാതെ പൊക്കോണ്ടിരിക്കുന്നു. ഈ ഒരു ടൈം അവിടെ ഒരു പയ്യനെ അവൾ കാണുന്നുണ്ട്. റോഡിൽ നിന്ന് ബുക്ക് വായിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു പയ്യൻ. ആ ഒറ്റപ്പെട്ട കാട് പിടിച്ച ഒരു സ്ഥലത്ത് ഇവൻ എന്തെങ്കിലും ബുക്ക് വായിക്കുന്നതെന്ന് പെട്ടെന്ന് അവൾ ശ്രദ്ധിക്കുന്നത്. എന്തായാലും അവനെ കണ്ടപാടെ വഴി ചോദിക്കാനായി അവൾ വിളിക്കുന്നു. ആ പയ്യൻ മറ്റാരുമല്ല, നമ്മുടെ കഥാനായകനായ വേ ആണ്. എന്തായാലും ആ യൂണിവേഴ്സിറ്റിയിലേക്കുള്ള വഴി അവൾ ചോദിച്ച പാടെ അവൻ ഇങ്ങനെ കൈവിരൽ ഞൂണ്ടുന്നു. ആ ഒരു വഴിയിലേക്ക് വേഗം തന്നെ അവൾ ഓടി പോകുന്നുണ്ടെങ്കിലും ആക്ച്വലി അവൾ വന്ന് നിൽക്കുന്നത്, ഫസ്റ്റ് അവൾ എവിടെയാണോ അവനെ കണ്ടത്, വഴി ചോദിച്ചത് അതേ സ്ഥലത്തേക്ക് തന്നെയാണ്. ആ സ്ഥലം കണ്ടപ്പോ അതേ സ്ഥലം തന്നെയാണ് അതെന്ന് അവൾക്ക് മനസ്സിലായി. പക്ഷെ അവൻ അവിടെ ഇല്ല. ഇവൻ എന്താ എന്നെ പറ്റിച്ചതാണോ, ഇവൻ എവിടെ പോയി എന്നൊക്കെ ചിന്തിച്ച് അവൾ നിൽക്കുമ്പോഴേക്കും അവളുടെ കയ്യിലേക്ക് ഒരു പേപ്പർ പറന്ന് വീഴുന്നു കാറ്റത്ത്. നോക്കുമ്പോൾ അതിനകത്തുണ്ടായിരുന്നത് ഒരു ബുക്ക് ലിസ്റ്റ് ആണ്. ഈ ബുക്കും ഒക്കെ ആയി മാത്രമേ അവിടേക്ക് പോകാനായി സാധിക്കും. ഇതൊക്കെ എടുത്തു കഴിയുമ്പോൾ തന്നെ അങ്ങോട്ടേക്കുള്ള വഴിയും കാര്യങ്ങളും പിടിയും കിട്ടും. അങ്ങനെ അവൾ വേഗം തന്നെ ആ കാര്യങ്ങൾ അറേഞ്ച് ചെയ്യാനായി പോകുന്നു. ഇതേ സമയം ആ ഒരു യൂണിവേഴ്സിറ്റിയാണ് നമ്മൾ കാണുന്നത്. ആ യൂണിവേഴ്സിറ്റിയിൽ പല ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. ബോക്സിംഗ് ഡിപ്പാർട്ട്മെന്റ്, തായ്ചി ഡിപ്പാർട്ട്മെന്റ്, പെയിന്റിംഗ് ഡിപ്പാർട്ട്മെന്റ് എന്നിങ്ങനെ. സാധാരണ യൂണിവേഴ്സിറ്റികളിൽ സബ്ജക്ട്സിന് ഓരോ ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടല്ലോ, ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ്, മാത്സ് ഡിപ്പാർട്ട്മെന്റ് എന്ന രീതിയിൽ. പക്ഷെ ഇവിടെ ഉള്ളതൊക്കെ ആർട്സ് സംബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ്സ് ആണ്. മാർഷൽ ആർട്സ്, ബോക്സിംഗ്, പെയിന്റിംഗ് എന്നിങ്ങനെയുള്ള ഡിപ്പാർട്ട്മെന്റ്സ്. അതിൽ എപ്പോഴും ബോക്സിംഗ് ഡിപ്പാർട്ട്മെന്റിനും മാർഷൽ ആർട്സ് ഡിപ്പാർട്ട്മെന്റിന്റെ തായ്ചി ഡിപ്പാർട്ട്മെന്റിനും തമ്മിൽ ഭയങ്കരമായ പ്രശ്നങ്ങൾ നടക്കാറുണ്ട്. നമ്മൾ മുന്നേ കണ്ട വേ ഈ മാർഷൽ ആർട്സിലെ തായ്ചി ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ഹെഡ് ആയിരുന്നു. പക്ഷെ വേ കഴിഞ്ഞ കുറെ നാളായി ഇവിടെ ഉണ്ടായിരുന്നില്ല. അവൻ എങ്ങോട്ടോ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അവൻ മടങ്ങിയെത്തിയിരിക്കുന്നു. ആ കാര്യം അറിയുന്ന ബോക്സിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡായി കാര്യങ്ങൾ നോക്കുന്ന ലിന്നിന് അത് തീരെ ഇഷ്ടപ്പെടുന്നില്ല. വേ എങ്ങനെയും വീണ്ടും തായ്ചി ഡിപ്പാർട്ട്മെന്റിന്റെ ചുമതല ഏറ്റെടുത്താലും ആ ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും തങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിനേക്കാൾ നന്നായി മുന്നോട്ട് പോവുക. അതുകൊണ്ട് അവൻ എത്തുന്നതിന് മുന്നേ അത് പൂട്ടിക്കെട്ടിക്കണം എന്ന രീതിയിൽ വേ ഇവിടെ നിന്ന് പോയ ശേഷം തായ്ചിയിലെ കുട്ടികളുടെ എണ്ണത്തിൽ നല്ല കുറവ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു ഡിപ്പാർട്ട്മെന്റ് പൂട്ടിക്കെട്ടുന്നതായിരിക്കും നല്ലത് എന്ന് സംസാരിക്കുമ്പോൾ വേയുടെ അഭാവത്തിൽ തായ്ചി ഡിപ്പാർട്ട്മെന്റിലെ കാര്യങ്ങൾ നോക്കിയിരുന്ന യാങ് വേ മടങ്ങിയെത്തിയല്ലോ, പിന്നെന്തിനാ അത് പൂട്ടിക്കെട്ടുന്നത്, നല്ല രീതിയിൽ അത് മുന്നോട്ട് പോകുന്നത് തന്നെ തർക്കിക്കുന്നു. അങ്ങനെ പിന്നീട് വേയോട് യാങ് സംസാരിക്കുമ്പോൾ എവിടെ പോയിരിക്കായിരുന്നു, ഇത്രയും നാൾ എവിടെയായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കാരണം വേ ഇപ്പൊ മടങ്ങിയെത്തിയെങ്കിലും അവൻ ഒരിക്കലും പഴയ കണക്ക് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. വേക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, അവൻ ഫിസിക്കലി സ്ട്രോങ് അല്ല എന്ന രീതിയിലൊക്കെയാണ് ലിൻ സംസാരിച്ചിരുന്നത്. അതിന്റെ പേരിൽ ടെൻഷനായാണ് യാങ് ഇപ്പോ വേയോട് ചോദിക്കുന്നത്. വേ പക്ഷെ അതിന് പ്രോപ്പറായ ഒരു ആൻസർ പറയാതെ നമുക്ക് എത്രയും പെട്ടെന്ന് ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യം ഡിസ്കസ് ചെയ്യാനായി ഒരു മീറ്റിംഗ് വെക്കാന്ന് യാങ്ങിനോട് പറയുന്നു. ഇതേ ടീം ഇവിടെ പെയിന്റിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്കാണല്ലോ ഫെങ് വന്നിരിക്കുന്നത്. അവൾ അതിനായി ഒരു പെയിന്റിംഗ് സബ്മിറ്റ് ചെയ്യുകയും ചെയ്തു. അവളുടെ പെയിന്റിംഗ് ആണ് ഇപ്പൊ അവിടെ വലിയ ഡിസ്കഷനിൽ നടക്കുന്നത്. കാരണം അത് ഭയങ്കര മനോഹരമായ ഒരു പെയിന്റിംഗ് ആയിരുന്നു. അവിടെ ഫസ്റ്റ് ഇയർ പഠിക്കാനായി ജോയിൻ ചെയ്തിരിക്കുന്ന ഒരു പെൺകുട്ടി വരച്ച പെയിന്റിംഗ് ആണെന്നേ തോന്നില്ല, അത്ര മനോഹരമായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതിന്റെ പേരിൽ ഡിസ്കഷൻ നടക്കുമ്പോൾ സത്യത്തിൽ അത് ഫെങ് വരച്ച പടമേ ആയിരുന്നില്ല. അവളുടെ മുത്തശ്ശൻ നന്നായി പടം വരയ്ക്കും. മുത്തശ്ശൻ വരച്ച ഒരു പടം അവൾ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വരച്ചത് വേറൊരു പടമാണെങ്കിലും കൊണ്ടുവന്നത് ഇതാണ്. അത് ഒന്ന് അറിഞ്ഞുകൊണ്ട് ചെയ്തതാണ് എന്നും പറയാം. പക്ഷെ ഇവിടെ ഈ ഒരു പടത്തിന്റെ പേരിൽ താൻ ഇത്ര വലിയ ചർച്ചാ വിഷയമാവുന്നൊന്നും അവൾ വിചാരിച്ചിരുന്നില്ല. എന്തായാലും അവൾ ആകെ പാടെ പെട്ടുപോയി. ഇപ്പൊ ആർക്കും അവൾ ചെയ്ത ഈ ഒരു കാര്യത്തിന്റെ പേരിൽ ഡൗട്ട് ഇല്ലെങ്കിലും ഇനി ആ ഒരു ഡൗട്ട് എന്തെങ്കിലും അവൾക്ക് പാരയായി മാറുമോ എന്നും അവൾക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ ആള് വളരെ കോൺഷ്യസ് ആണ്. അവളുടെ പെയിന്റിങ്ങിന്റെ കാര്യം ആരെങ്കിലും അവളുടെ മുന്നിൽ വെച്ച് ഡിസ്കസ് ചെയ്യുമ്പോഴൊക്കെ തന്നെ. ഇതേ ടീം അവൾക്ക് അവിടെ ഒരു ഫ്രണ്ട് ഉണ്ട്. ആ ഫ്രണ്ടിന്റെ പേര് സി എന്നാണ്. സിക്ക് അവളുടെ ഒരു പെയിന്റിങ്ങിന്റെ കാര്യങ്ങളൊക്കെ തന്നെ അറിയാം. സി അവിടെ
ഇവിടെ ന്യൂസ് ഡിപ്പാർട്ട്മെന്റിലെ ഒരു സ്റ്റുഡന്റ് ആണ്. പക്ഷെ സിയ കേട്ട നിന്റെ ഈ പെയിന്റിങ്ങും ഇവിടെ വലിയൊരു ചർച്ചാ വിഷയമാണ്. നിന്റെ പെയിന്റിങ്ങിന് അത്രയേറെ ഫാൻസ് കുറഞ്ഞ സമയത്തിനോടകം ഉണ്ടായി. അതേപോലെ തന്നെ ഇവിടെ ചർച്ച ഇവിടുത്തെ തായ്ച്ചി ഡിപ്പാർട്ട്മെന്റിലെ വേ എന്ന പയ്യൻ ഒരു വർഷത്തെ ഗ്യാപ്പിന് ശേഷം മടങ്ങി വന്നിരിക്കുന്നതാണ്. അതും വലിയ ട്രെൻഡിങ് ഒരു ടോപ്പിക്കാണ്. ഇവിടെ നിന്നെല്ലാം അവൾ ന്യൂസ് ഡിപ്പാർട്ട്മെന്റിലെ ഒരു പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ അവിടെ ഇപ്പോൾ കുട്ടികൾക്കിടയിൽ ഏറ്റവും കൂടുതൽ ഡിസ്കഷൻ നടക്കുന്നത് എന്തിനെ പറ്റിയാണെന്നെല്ലാം ഫെങ്ങിനോട് പറയുന്നു. അങ്ങനെ ഫെങ് അതും കേട്ടിരിക്കുമ്പോഴാണ് അവളുടെ പ്രൊഫസർ അവളെ വിളിച്ച് അവളുടെ പെയിന്റിങ് കുട്ടികളൊക്കെ കാണുന്നതിന്റെ ഇടയിൽ ഇത്തിരി ഡാമേജ് ആയി, നാളെ ഇൻസ്പെക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഉടനെ തന്നെ അവളുടെ ഈ ഒരു ഡാമേജ് ആയ പെയിന്റിങ് റീപ്ലേസ് ചെയ്യണം. അതിനായിട്ട് അവൾ ഒന്നെങ്കിൽ ഇതേ കണക്ക് ഒരു പെയിന്റിങ് വരച്ചേ പറ്റൂ, അല്ലെങ്കിൽ അവളുടെ വീട്ടിൽ അവൾ മുന്നേ വരച്ച പെയിന്റിങ് വല്ലതും ഉണ്ടെങ്കിൽ അത് വേഗം പോയി ഒന്ന് എടുത്തുകൊണ്ട് വരണമെന്ന് പറയുമ്പോൾ അവൾക്ക് ആകെ ടെൻഷൻ. അവൾക്ക് പെയിന്റിംഗ് ഒക്കെ വലിയ ഇഷ്ടമാണെങ്കിലും ഒരിക്കലും ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് അവൾക്ക് പെയിന്റ് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ മുത്തശ്ശന്റെ പെയിന്റിംഗ് ആണ് അവൾ എടുത്തുകൊണ്ട് വന്നത്. അത് അവൾക്ക് റീക്രിയേറ്റ് ചെയ്യാനേ സാധിക്കില്ല. ഇനി വീട്ടിൽ പോയി അവൾ വരച്ച എന്തെങ്കിലും എടുത്തുകൊണ്ട് വരാന്ന് വെച്ചാൽ അത് ഒരിക്കലും ഇത്രയ്ക്ക് നല്ലതാവില്ല. അതുകൊണ്ട് തന്നെ അതുകൊണ്ടെന്നാ ഇതുമായി അതിനൊരു താരതമ്യം നടക്കുകയും അങ്ങനെ ഇവളല്ല ഇത് വരച്ചതെന്ന് ഈ സേവർ കണ്ടുപിടിക്കുകയും ചെയ്യും. വീട്ടിൽ പോയി എങ്ങനെയും മുത്തശ്ശന്റെ കൈയും കാലും പിടിച്ച് മറ്റൊരു പെയിന്റിംഗ് എടുത്തുകൊണ്ട് വരാം എന്ന രീതിക്ക് അവൾ വേറെ വഴിയില്ലാതെ വീട്ടിലേക്ക് പുറപ്പെടുന്നു. പിന്നെ മറ്റൊരു കാര്യം, ഈ പെയിന്റിംഗ് സെറ്റ് ആക്കുന്ന കാര്യങ്ങൾക്കൊക്കെയായി ഇവൾക്ക് അങ്ങനെ അങ്ങ് പുറത്തു പോകാൻ സാധിക്കില്ല. അവൾ ഇവിടെ ഹോസ്റ്റലിലാണ് നിൽക്കുന്നത്. ഹോസ്റ്റലിൽ നിന്ന് ആരെങ്കിലും അറിയാതെ പുറത്ത് പോവുക എന്നത് കുറച്ച് റിസ്ക് ഉള്ള കാര്യമാണ്. അത് രാത്രിയൊക്കെ പറ്റൂ. എന്നിരുന്നാലും വേറെ വഴിയില്ല, രാത്രി ആരും അറിയാതെ ഹോസ്റ്റലിൽ നിന്ന് ചാടാമെന്നൊക്കെ അവൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇതേ ടീം തന്നെ എങ്ങനെങ്കിലും ഇവിടെ നിന്ന് പറഞ്ഞു വിടണം. അവൻ മടങ്ങിയെത്തിയാൽ തായ്ച്ചി ഡിപ്പാർട്ട്മെന്റ് നമ്മുടെ ബോക്സിംഗ് ഡിപ്പാർട്ട്മെന്റിനേക്കാൾ വലിയ സംഭവമായി മാറും. അതുകൊണ്ട് അത് ശരിയാവില്ലെന്നല്ല ലിൻ അവന്റെ ആളുകളുമായി ചേർന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഫെങ് അവിടെ നിന്ന് രാത്രി പുറത്തു കിടക്കാൻ നോക്കുന്ന സമയത്താണ് ലിന്നിന്റെ നിർദ്ദേശപ്രകാരം ബോക്സിംഗിലെ കുറച്ച് പയ്യന്മാര് വേയെ അടിക്കാനായി ഒത്തുകൂടുന്നത്. ഇത് കാണുന്ന അവൾ ഇവനെ മുന്നേ അവൾക്ക് കണ്ടു പരിചയമുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ഇവൻ എന്തോ പ്രശ്നത്തിലാണെന്ന് മനസ്സിലാക്കി അവനെ രക്ഷപ്പെടുത്താനായി അവിടെ ഒരു ശ്രമം നടത്തുന്നുണ്ട്. പോലീസ് വണ്ടി വരുന്ന കണക്ക് ഒരു സൈറനൊക്കെ മുഴക്കി നോക്കുന്നുണ്ട്. പക്ഷെ അവന്മാര് ആദ്യം ഒന്ന് പേടിക്കുന്നുണ്ടെങ്കിലും ഇത് ഉടായിപ്പാണെന്ന് മനസ്സിലാക്കി തിരിച്ച് തല്ലാനായി വരുമ്പോഴേക്കും അവളാകട്ടെ ഇവിടെ ഇപ്പൊ ഒരു അടി നടക്കും എന്നത് ഉറപ്പിച്ച് ഇവൻ ആരാണ് എന്താണ് ബോക്സിംഗില് പിള്ളേർ എന്തിനാണ് ഇവനെ അടിക്കാൻ വന്നതൊന്നും അവൾക്കറിയില്ലല്ലോ. അവളാകട്ടെ അവനെ പ്രൊട്ടക്ട് ചെയ്യാനായി അവൾ തായ്ച്ചിയില് ട്രെയിൻഡ് ആയ ഒരാളായതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവന്റെ ഷർട്ടിന്റെ ഒരു ഭാഗം കീറിയാണ് അവൾ മുഖം മറയ്ക്കുന്നത്. എന്തായാലും അവൾ വളരെ നന്നായി ഫൈറ്റ് ചെയ്യുന്നത് കാണുമ്പോൾ അവൻ അന്തം വിട്ടു പോന്നു. കാരണം അവനും ഇതേ തായ്ച്ചി മാർഷ്യൽ ആർട്സിൽ തന്നെ വളരെ പ്രാവീണ്യമുള്ള ഒരാളാണ്. തന്നെക്കാൾ നന്നായി അവൾ ഫൈറ്റ് ചെയ്യുന്നത് അവനെ അമ്പരപ്പിക്കുന്നുണ്ട്. ഇവളെ കണ്ട ഇത്രയും നന്നായി ഫൈറ്റ് ചെയ്യുന്ന ഒരാളാണ്, ഇല്ലെങ്കിൽ ഇവൾക്ക് ഇത് അറിയാവുന്നൊന്നും മനസ്സിലാവുന്ന കാര്യമല്ലല്ലോ. മുത്തശ്ശൻ എപ്പോഴും അവൾക്ക് ഈ ഫൈറ്റിംഗ് ടെക്നിക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴേ പറയാറുണ്ടായിരുന്നു, നമുക്ക് ഈ ഫൈറ്റിംഗ് അറിയാമെന്നത് പബ്ലിക് അറിയാൻ പാടില്ല. അത് അറിഞ്ഞാൽ നമ്മൾ ആപത്ത് ക്ഷണിച്ചു വരുത്തുന്നത് കണക്കിരിക്കും. നമ്മുടെ ഈ ടെക്നിക്ക് നമ്മളിൽ രഹസ്യമായി തന്നെ ഇരിക്കണം എന്നത്. അതുകൊണ്ട് തന്നെയാണ് അവൾ മുഖം മറച്ച് അവിടെ ഫൈറ്റ് ചെയ്യുന്നത്. എന്തായാലും അങ്ങനെ അവന്മാരെ അടിച്ചിട്ട് വേയം വിളിച്ചുകൊണ്ട് ഫെങ് അവിടെ നിന്നോടുന്നു. ചെറുതായി ഫൈറ്റിംഗില് പരിക്കേറ്റിരുന്നു. മരുന്ന് വെച്ചു കൊടുക്കാനും അവന്റെ കീറിയ ഷർട്ടിന് പകരം മറ്റൊരു ഷർട്ട് കൊടുക്കാനുമായി അവളുടെ താമസ സ്ഥലത്തേക്ക് എന്ന് പറയുമ്പോൾ നീ തായ്ച്ചി ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റുഡന്റ് ആണോ എന്ന്, താൻ പഠിക്കുന്ന അതേ യൂണിവേഴ്സിറ്റിയിലെ ഒരു സ്റ്റുഡന്റ് ആണ് അവൾ എന്ന് മനസ്സിലായതുകൊണ്ട് അവൻ ചോദിക്കുന്നുണ്ട്. കാരണം തായ്ച്ചി അവന്റെ ഡിപ്പാർട്ട്മെന്റ് ആണല്ലോ. അവൻ ഇല്ലാത്ത ഗ്യാപ്പിൽ എങ്ങാണ് ഇവൾ അവിടെ പഠിക്കാൻ വന്നതാണോ എന്ന് അറിയാനായിട്ടാണ് ഈ ചോദിക്കുന്നത്. പക്ഷെ അവളുടെ ഉത്തരം അവനെ അമ്പരിപ്പിക്കുന്നു. അല്ലല്ല, ഞാൻ തായ്ച്ചിയിലെ സ്റ്റുഡന്റ് അല്ല, ഞാൻ ആർട്സ് ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റുഡന്റ് ആണെന്ന് അവൾ പറയുമ്പോൾ അവൻ വളരെ ഷോക്ക് ആയതിന്റെ കാരണം അവളുടെ മുത്തശ്ശനാണ് ഇവളുടെ ഗുരു. മുത്തശ്ശൻ ഇതുപോലെ ഒരു തായ്ച്ചി എക്സ്പേർട്ട് ആണ് എന്നതൊന്നും അങ്ങനെ ആർക്കും അറിയില്ല. മുത്തശ്ശൻ രഹസ്യമായിട്ടാണ് ഇവൾക്ക് ട്രെയിനിങ്ങും കാര്യങ്ങളും കൊടുത്തോണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ തായ്ച്ചി അറിയാവുന്ന ഇവർ ഒന്നിച്ചൊരു ഗ്രൂപ്പായിട്ടാണ് അതിന്റെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. ഇതുപോലെ ഇതറിയാവുന്ന ഒരാൾ ഇതിലൊന്നും പെടാത്ത മറ്റൊരിടത്തുണ്ട് എന്നത് ഇവർക്ക് അറിയില്ല. അതുകൊണ്ടാണ് അവനൊന്ന് ഞെട്ടിയത്. എങ്ങനെ ഡിപ്പാർട്ട്മെന്റിലെ ഒരു സ്റ്റുഡന്റ് അല്ലാതെ ഇവൾ ഇതൊക്കെ പഠിച്ചു എന്നത്. എന്തായാലും അതിനെപ്പറ്റി കൂടുതൽ ചോദിക്കാതെ അവൻ, അല്ല നീ എന്തിനാ രാത്രി യൂണിവേഴ്സിറ്റി വിട്ട് ഇറങ്ങി വീട്ടിലേക്ക് വന്നതെന്ന് അവളോട് ചോദിക്കുമ്പോൾ അതിന് ഉത്തരം പറയാൻ അവൾക്ക് താല്പര്യമില്ല. കാരണം പെയിന്റിങ്ങിന്റെ കാര്യത്തിൽ ഒരു കള്ളം ചെയ്യാനായിട്ടാണല്ലോ അവൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതൊന്നും നിങ്ങൾ അറിയേണ്ട കാര്യമില്ല, ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ വേണ്ട, പൊക്കോളാനായി അവനോട് ദേഷ്യപ്പെടുന്നു. അങ്ങനെ അവനും കൂടുതലൊന്നും സംസാരിക്കാൻ നിൽക്കാതെ അകത്തേക്ക് കയറി പോന്നു. ഇവൾ അങ്ങനെ അകത്തേക്ക് എത്തുമ്പോഴേക്കും മുത്തശ്ശൻ, അല്ല നീ എന്താ ഇപ്പൊ ഇവിടെ ഹോസ്റ്റലിൽ നിന്ന് രാത്രി വീട്ടിൽ വിടുന്ന അല്ലല്ലോ, പിന്നെന്താ വന്നേന്ന് അവളോട് ചോദിക്കുമ്പോഴേക്കും പെയിന്റിങ്ങിന്റെ കാര്യം മുത്തശ്ശനോട് പറയാൻ മടിച്ചവള്, അത് പിന്നെ മുത്തശ്ശ എനിക്ക് അവിടെ നിൽക്കാൻ വയ്യ, ആകെപ്പാടെ വീടും മുത്തശ്ശനും ഒക്കെ എനിക്ക് വല്ലാതെ മിസ്സായി, ഞാൻ മുത്തശ്ശനെ കാണാനായി ഓടി വന്നതാണെന്ന് പറയുന്നു. കള്ളം പറയണ്ട, കാര്യം പറയാനേ മുത്തശ്ശൻ പറയുമ്പോൾ അത് പിന്നെ മുത്തശ്ശ എനിക്ക് മുത്തശ്ശന്റെ ഒരു പെയിന്റിങ് ഒരു റെഫറൻസിന് വേണ്ടി വേണം, ഒന്ന് തരുമോ എന്ന് അവൾ ചോദിക്കുമ്പോഴേക്കും പിന്നെന്താ നീ എടുത്തോന്ന് പറഞ്ഞ മുത്തശ്ശൻ അത് ഒരു പ്രശ്നം ഉണ്ടാക്കാതെ അവൾക്ക് കൊടുക്കുമ്പോഴാണ് അവൾ ഒരുപാട് ഹാപ്പി ആവുന്നത്. അങ്ങനെ എന്തെങ്കിലും തിരിച്ചെത്തി മൊബൈൽ എടുത്ത് നോക്കുന്ന വേ അവരുടെ ഇപ്പോ ടോപ്പ് ലിസ്റ്റിലുള്ള സ്റ്റുഡൻസിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അവരുടെ യൂണിവേഴ്സിറ്റി ഗ്രൂപ്പിലൊക്കെ വന്നിരിക്കുന്നത് കാണുന്നു. അങ്ങനെ അതെടുത്ത് നോക്കുമ്പോഴാണ് അവൾ പറഞ്ഞ കണക്ക് തന്നെ അവൾ പെയിന്റിങ്ങിലെ ഒരു സ്റ്റുഡന്റ് ആണ്. അവിടെ ഇപ്പൊ ടോപ്പ് പെയിന്റിംഗ് സബ്മിറ്റ് ചെയ്തിരിക്കുന്നത് അവളാണെന്ന കാര്യങ്ങളൊക്കെ തന്നെ ഫെങ്ങിനെ പറ്റി
വേയ്ക്ക് മനസ്സിലാവുന്നത്. ഒരു പെയിന്ററായ അവൾക്ക് എങ്ങനെ ഇത്ര നന്നായി തായ്ച്ചി അറിയാമെന്നത് അവൻ ഒരു പിടുത്തവും കിട്ടുന്നില്ല. ഇതിന് പിന്നിൽ എന്തോ ഒരു രഹസ്യമുണ്ടല്ലോ. അതിനെപ്പറ്റി ചോദിച്ചപ്പോൾ അവൾ ദേഷ്യപ്പെടുകയും ചെയ്തു. പ്രോപ്പറായി ഒരു ആൻസറും തന്നില്ല. എന്തായാലും അത് കണ്ടുപിടിക്കണം. അവൾ വളരെ നല്ലൊരു തായ്ച്ചി ഫൈറ്റർ ആണ് എന്ന ഒരു തിരിച്ചറിവിൽ അവൻ അങ്ങനെ അവളെ പറ്റി തന്നെ ആലോചിച്ചിരിക്കുന്നു. ഇതേ ടീം വേയെ അടിക്കാനായി വിട്ട തന്റെ ബോക്സിംഗിലെ പയ്യന്മാര് അടി കൊണ്ട് തിരിച്ചെത്തിയിരിക്കുന്നു. വേയെ അടിക്കാൻ പറ്റിയില്ല. ഒരു പെൺകുട്ടി എത്തി വേയെ പ്രൊട്ടക്ട് ചെയ്തു എന്നതൊക്കെ അറിയുമ്പോൾ ആകെ കലിപ്പാവുന്നുണ്ട്. ഒരു പെണ്ണെത്തി പ്രൊട്ടക്ട് ചെയ്തെന്നോ? നാണമില്ല നിനക്ക് ഇതൊക്കെ പറയാനെന്നല്ല ലിൻ ദേഷ്യപ്പെടുമ്പോ അവള് വലിയൊരു തായ്ച്ചി ഫൈറ്റർ ആയിരുന്നു. അവളുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. ബോക്സിംഗ് അറിയാവുന്ന ഇവർ തായ്ച്ചിയുടെ മുന്നിൽ തോറ്റുപോയി എന്നത് കേൾക്കുമ്പോ തന്നെ ലിന്നിന് നാണക്കേട്. ഒരു ജോലി തന്നാൽ പോലും മര്യാദയ്ക്ക് ചെയ്യാൻ അറിയാത്ത നിന്നെയൊക്കെ എന്തിനു കൊള്ളാമെന്നല്ല ലിൻ അവരോട് ദേഷ്യപ്പെടുന്നു. അങ്ങനെ പിന്നീട് അടുത്ത ദിവസം നമ്മൾ യൂണിവേഴ്സിറ്റി കാണുമ്പോൾ അവിടെ ജിൻ എന്നൊരു പെൺകുട്ടിയാണ് നമ്മൾ കാണുന്നത്. ജിന്നും അവളുടെ ഫ്രണ്ടും ഇപ്പൊ ജിൻ വരച്ചിരിക്കുന്ന വേയുടെ ഒരു പെയിന്റിങ് വേക്ക് കൊടുക്കാനായി അവന്റെ അടുത്തേക്ക് പോകാനായി നിൽക്കാണ്. ഈ ജിൻ പെയിന്റിംഗ് ഡിപ്പാർട്ട്മെന്റിലെ ഒരു പെൺകുട്ടിയാണ്. ഇവളാണ് മുന്നേ ഫെങ് വരച്ച പടമൊക്കെ കണ്ട് ഫസ്റ്റ് ഇയറിലെ ഒരു പെൺകുട്ടി എങ്ങനെ ഇങ്ങനെ വരയ്ക്കുന്നൊക്കെ അന്തം വിട്ടിരുന്നത്. കാരണം ഇവൾ ഫസ്റ്റ് ഇയർ അല്ല, ഇവൾ മുന്നേ ഇവിടെ പഠിക്കുന്ന ഒരു സീനിയർ സ്റ്റുഡന്റ് ആണ്. അവൾക്ക് തന്നെക്കാൾ നന്നായി ഒരു പുതിയ വിദ്യാർത്ഥിനി ഇങ്ങനെ വരയ്ക്കുന്നു, അവൾ വലിയ പേര് നേടുന്നു എന്നതൊക്കെ ഫെങ്ങിനെ കണ്ടപ്പോഴേ അസൂയ തോന്നിയ ഒരു കാര്യമാണ്. എന്തായാലും ജിൻ ഇപ്പൊ നിൽക്കുന്നത് വേക്ക് അവന്റെ ഒരു പെയിന്റിംഗ് വരച്ചത് കൊടുക്കാനായിട്ടാണ്. അവൻ ഒരു വർഷം ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ. ഒരു വർഷത്തിന് ശേഷമാണ് അവൻ മടങ്ങി വന്നിരിക്കുന്നത്. ഇവൾക്ക് മുന്നേ തന്നെ അവനോട് ഒരു ക്രഷ് ഉണ്ട്. അപ്പോൾ മടങ്ങി വന്നിരിക്കുന്ന അവന് ആ ഒരു ക്രഷിന്റെ പേരിൽ ഒരു ഗിഫ്റ്റ് നൽകാനൊക്കെയായി അവനോടൊന്ന് മിണ്ടാനൊക്കെ ആയുള്ള അവളുടെ ഒരു ശ്രമമാണ്. അങ്ങനെ ആ ഒരു പെയിന്റിംഗ് കൊടുക്കാനായി വേ കാണാനായി പോയി നിൽക്കുന്ന സമയത്താണ് അവരുടെ മുന്നിലേക്ക് ഫെങ് വരുന്നത്. ഫെങ്ങിന് വേയെ കാണണം. അതിനായി ഇവരോട് വേയുടെ റൂം എവിടെയാണെന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ഇവളെന്തിനാ വേ അന്വേഷിക്കുന്നത്? ഇവളിപ്പോ ഇവിടുത്തെ ഒരു പോപ്പുലർ സ്റ്റുഡന്റ് അല്ലേ, ഇവൾക്ക് വേയുടെ റൂം ഒന്നും പറഞ്ഞു കൊടുത്താൽ ശരിയാവില്ല, എനിക്ക് അവനെ നഷ്ടാവൂന്നൊക്കെ പേടിയാവുന്ന ജീൻ വേയുടെ കറക്റ്റ് ആ ഒരു ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കാതെ മറ്റൊരു തെറ്റായ വഴി പറഞ്ഞു കൊടുക്കുന്നു. കൂടാതെ അവൾ പോകുമ്പോൾ അവളൊന്ന് ഫോളോ ചെയ്ത് പോയേക്കാനായി കൂടെയുള്ള ഫ്രണ്ടിനെയും പറഞ്ഞു വിടുന്നു. എന്നിട്ട് ജിൻ നേരെ വേയുടെ ലൊക്കേഷനിലേക്ക് പോകുന്നുണ്ട്. പക്ഷെ അവിടെ എത്തി അവന്റെ റൂമിന്റെ അവിടെ നിൽക്കുന്ന അവൾക്ക് പക്ഷെ അവനെ അവിടെ കാണാനേ സാധിക്കുന്നില്ല. ഇതേ ടീം അവൾ വഴി തെറ്റി പറഞ്ഞു കൊടുത്ത ഫെങ് നടന്ന് ഇവിടെ ആണോ, ഇവിടെ ആരും ഉള്ള പോലെ തോന്നുന്നില്ലല്ലോ എന്നൊക്കെ മുന്നോട്ട് നടന്നു പോവാണ്. വഴി മനഃപൂർവ്വം അവർ തെറ്റിച്ച് പറഞ്ഞു കൊടുത്തത് അവൾക്ക് അറിയില്ലല്ലോ. പക്ഷെ നടന്ന് അവൾ നേരെ ചെല്ലുന്നത് വേ ഉള്ള സ്ഥലത്തായിരുന്നു. അവിടെ വളരെ ബ്യൂട്ടിഫുൾ ആയ വെള്ളച്ചാട്ടവും ഒക്കെയുള്ള ഒരു പീസ്ഫുൾ ആയ ഒരു ഇടമുണ്ട്. അവിടെയായിരുന്നു വേ നിൽപ്പുണ്ടായിരുന്നത്. അവനെ കാണുന്ന അവൾ അവനോട് ഭീഷണിപ്പെടുത്താനായിട്ടാണ് രാവിലെ അവൻ അന്വേഷിച്ചു വന്നിരിക്കുന്നത്. മറ്റൊന്നിനല്ല, അവൾ ഇന്നലെ ഫൈറ്റ് ചെയ്യുന്നത് അവൻ കണ്ടിരുന്നല്ലോ. അപ്പൊ അതവൻ ആരോടും പറയരുത്. അങ്ങനെ പുറത്തറിഞ്ഞാല് ആരോടും പറയരുത്, ഫൈറ്റിംഗ് നിനക്ക് അറിയാമെന്നത് ആരെങ്കിലും അറിഞ്ഞാൽ അത് അവൾക്ക് പ്രശ്നമാണെന്ന രീതിയിൽ മുത്തശ്ശൻ പറഞ്ഞിരുന്നത് പുറത്താകും എന്ന ഒരു ടെൻഷനിൽ അവൾ ഫൈറ്റ് ചെയ്ത കാര്യം ആരോടും പറയരുതെന്ന് ഇവനോട് ആവശ്യപ്പെടാൻ വന്നിരിക്കുകയാണ്. കാരണം ഇവൾ ഇന്നലെ ഫൈറ്റ് ചെയ്തപ്പോൾ മുഖം മറച്ചിരുന്നത് കൊണ്ട് തന്നെ ഇവൾ അടിച്ച പയ്യന്മാർക്ക് ഇവളാണ് അതെന്ന് അറിയില്ല. പക്ഷെ ഇവൻ അവളെ അറിയാമല്ലോ. അങ്ങനെ അവനോട് ദേ ഞാൻ ഫൈറ്റ് ചെയ്തതല്ലോ, നീ ആരോടെങ്കിലും പറഞ്ഞ വിവരം അറിയതൊക്കെ പറഞ്ഞ് അവളൊന്ന് ഭീഷണിപ്പെടുത്താനായി നോക്കുമ്പോൾ അവനൊന്നും മിണ്ടാതെ അതൊക്കെ കേട്ടോണ്ട് നിൽക്കാണ്. എന്തായാലും ഇവരിങ്ങനെ നിന്ന് സംസാരിക്കുന്ന കാഴ്ച ഫെങ്ങിനെ ഫോളോ ചെയ്ത് അങ്ങോട്ട് ജിൻ പറഞ്ഞത് പ്രകാരം വന്നിട്ടുണ്ടായിരുന്ന ജിന്നിന്റെ ഫ്രണ്ട് കാണുന്നുണ്ട്. അവൾ അതിന്റെ ഒക്കെ ഫോട്ടോയും വീഡിയോയും ദൂരെ നിന്ന് എടുത്തു വെക്കുന്നത് നമുക്ക് കാണാം. അങ്ങനെ വേയും ഫെങ്ങും ഒന്നിച്ചുണ്ടായിരുന്ന ആ ഒരു ഫോട്ടോ യൂണിവേഴ്സിറ്റി മൊത്തം വൈറലാവുന്നുണ്ട്. ഇവർക്കിടയിൽ എന്തോ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്, വേയുടെ പുറകെ നടക്കുകയാണ് ഫെങ് എന്ന രീതിക്കൊക്കെയാണ് അത് വൈറലായിരിക്കുന്നത്. ഇത് കാണുന്ന ഫെങ്ങിന് ഭയങ്കര ദേഷ്യം വരുന്നു. ആര് ഈ ഫോട്ടോ ക്ലിക്ക് ചെയ്ത് എന്തൊക്കെയാണ് എഴുതി വിട്ടിരിക്കുന്നത്, ഞാൻ എല്ലാത്തിനും കാണിച്ചു തരാന്നുള്ള മട്ടിൽ അവള് കലി ഇളകുമ്പോഴേക്കും ഇപ്പൊ പോയി പ്രശ്നം ഉണ്ടാക്കാൻ നോക്കിയിട്ട് ഒരു കാര്യമില്ല, ഓൾറെഡി എല്ലാവരുടെ അടുത്ത് ഇത് എത്തിക്കഴിഞ്ഞു, അതുകൊണ്ട് നീ ഇപ്പൊ പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് ഫ്രണ്ട് അവളെ തടയാനായി നോക്കുന്നു. പക്ഷെ അവളുടെ ദേഷ്യം അങ്ങനെ ഇങ്ങനെ ഒന്നും മാറുന്നില്ല. അവളാകട്ടെ പിന്നീട് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും അവളുടെ കുറെ സീനിയേഴ്സ് അവളെ വഴക്ക് പറയാണ്. പ്രത്യേകിച്ച് ആ ജിന്നുണ്ടല്ലോ, ജിന്നൊക്കെ എരിവിരി കയറ്റിവിട്ട് അവരുടെ സീനിയർ ഗ്യാങ് ആണ് ഇവളോട് പ്രശ്നം ഉണ്ടാക്കുന്നത്. ഇവരൊക്കെ തന്നെ വേയുടെ ഭയങ്കര ഫാൻസ് ആണ്. അപ്പൊ വേയ്ക്ക് ഇവള് കാരണം പ്രശ്നമാവുന്നു, ചീത്തപ്പേരാവുന്നു എന്ന രീതിക്കാണ് അവർ ഇവളോട് തട്ടിക്കയറുന്നത്. ഇവൾ ആ സമയത്ത് ആദ്യം ഒന്നും അറിയാത്ത പോലെ നിൽക്കുന്നുണ്ടെങ്കിലും അവർ ആ ഫോട്ടോ കാണിക്കുമ്പോൾ അത് പിന്നെ അങ്ങനെയൊക്കെ പറ്റിപ്പോയി എന്നും പറഞ്ഞ് അവിടെ കിടന്ന ഒരു കരഞ്ഞ് സീൻ ഉണ്ടാക്കാനായി നോക്കുമ്പോൾ ചോദിക്കാൻ വന്നവരുടെ വാ അടച്ചു പോകുന്നുണ്ട്. പ്രത്യേകിച്ച് ജിന്നിന് ഇനി ഇവൾക്കും വേയ്ക്കും ഇടയിൽ എന്തെങ്കിലും ഉണ്ടെന്ന രീതിക്ക് എല്ലാവരും വിശ്വസിച്ചു തുടങ്ങിയാൽ ഇനി അങ്ങനെ വല്ല ഉണ്ടോ എന്ന് ആകെ ടെൻഷൻ ആവുന്നു. അതുകൊണ്ട് തന്നെ ഇവരെ പറ്റിയുള്ള കാര്യങ്ങൾ ഇങ്ങനെ സ്പ്രെഡ് ആവുന്നത് ജിന്നിനെ സംബന്ധിച്ച് ഭയങ്കര ഇഷ്ടക്കേടുള്ള ഒരു കാര്യമായിരുന്നു. കാരണം അവൾക്ക് വേയെ ഇഷ്ടമാണ്. അപ്പൊ വേയുടെയും മറ്റൊരു പെൺകുട്ടിയുടെയും പേര് ഇങ്ങനെ റൂമറായി നടക്കുന്നത് അവൾക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. ഈ സമയത്താണ് അവിടെ വേയെ ഫെങ് കാണുന്നത്. നീ കാരണമെന്നും പറഞ്ഞ് ഇവനായിരിക്കും താൻ സംസാരിച്ചപ്പോ ആ ഫോട്ടോ ഒക്കെ എങ്ങനെയോ എടുപ്പിച്ച് ഇങ്ങനെയൊക്കെ ആക്കിയതെന്ന് കലിപ്പ് വരുന്ന അവൾ അവനോട് ദേഷ്യപ്പെടുന്നുണ്ട്. അവനാകട്ടെ ഒന്നും മിണ്ടുന്നില്ല. പിന്നെ അവൾക്ക് ഈ ഒരു ഫോട്ടോയേക്കാൾ കൺസേൺ അവളുടെ ആ ഒരു ഫൈറ്റിങ്ങിനെ പറ്റി, അവൾക്ക് തായ്ച്ചി അറിയാം എന്നതിനെ പറ്റി താൻ ആരോടെങ്കിലും പറയുമോ എന്നതാണെന്ന് അറിയാവുന്നവൻ ഞാനായിട്ട് അത് ആരോടും പറയില്ല എന്ന് പറയുമ്പോഴും പറയാതിരുന്ന നിനക്ക് കൊള്ളാം, മര്യാദയ്ക്ക് എന്റെ കൺവെട്ടത്ത് വരാതെ ഇനി മാറിപ്പോക്കോ, നീ കാരണം എനിക്കിപ്പോ ഈ യൂണിവേഴ്സിറ്റി മുഴുവൻ ചീത്തപ്പേരായി എന്നൊക്കെ അവൾ അവനോട് ഭയങ്കരമായി ദേഷ്യപ്പെട്ടു പോകുന്നു. അവനാകട്ടെ ഇതൊന്നും വലിയ മൈൻഡ് ആക്കാതെ നേരെ അവന്റെ ഡിപ്പാർട്ട്മെന്റിലേക്ക് പോവാണ്. കഴിഞ്ഞ ഒരു വർഷക്കാലമായി ഈ ഡിപ്പാർട്ട്മെന്റിലേക്കോ ഈ യൂണിവേഴ്സിറ്റിയിലേക്കോ ഒന്നും തന്നെ വേ വന്നിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു വലിയ ഗ്യാപ്പിന് ശേഷം അവൻ തിരിച്ചെത്തിയെങ്കിലും ഡിപ്പാർട്ട്മെന്റിലേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല. യൂണിവേഴ്സിറ്റി പരിസരങ്ങളിൽ
കാര്യങ്ങളിലായിരുന്നു കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നത്. ഇന്നാണ് അവൻ ആദ്യമായി ഈ ഒരു വലിയ ഗ്യാപ്പിന് ശേഷം ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകുന്നത്. അവനെ കണ്ടപാടെ ആ ഡിപ്പാർട്ട്മെന്റിലെ കുട്ടികളൊക്കെ വളരെ ഹാപ്പിയായി ഓടിയെത്തുന്നു. ആകെപ്പാടെ 8 പേരും കണ്ട് ഇപ്പൊ ആ ഡിപ്പാർട്ട്മെന്റിലുള്ളൂ. വേ ഉണ്ടായിരുന്നപ്പോ നല്ല രീതിക്ക് പോയിരുന്ന ആ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വേ പോയ ശേഷം കുറെ പിള്ളേര് മാറിപ്പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പൊ വേ എത്തിയത് കണ്ട് അവർ ഹാപ്പിയായി നിൽക്കുന്നു. വേയുടെ അഭാവത്തിൽ ആ ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡായി നിന്നത് ചെന്നാണ്. ചെന്നും വേ കണ്ടപാടെ ഹാപ്പി ആവുന്നുണ്ടെങ്കിലും വേ ആകട്ടെ ഞാൻ ഈ ഡിപ്പാർട്ട്മെന്റിൽ തിരിച്ചു ചേരാൻ നീ വന്നതല്ല, ഞാൻ ഇവിടെ വിട്ടു പോവാണ്, അത് അറിയിക്കാൻ വന്നതാണെന്നും പറഞ്ഞ് അവന്റെ ആ ഒരു ലീഡർ ടാഗ് ഊരി ചെന്നിനെ ഏൽപ്പിച്ച് അവർ അങ്ങനെ പോവരുതെന്നൊക്കെ പറഞ്ഞ് അവനോട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും അതിനൊന്നും ചെവി കൊടുക്കാതെ അവിടെ നിന്ന് തിരിച്ചു പോകുന്നു. ഈ സമയത്ത് ഫെങ് ആകട്ടെ അവളുടെ ഫ്രണ്ട് സിയെ ഫോൺ ചെയ്യായിരുന്നു. സിയോട് പുറത്തുപോയി ഫുഡ് കഴിക്കുന്നതിനെ പറ്റിയൊക്കെ ഫെങ് സംസാരിച്ചു വരുമ്പോഴേക്കും ഇച്ചിരി തിരക്കുണ്ടെന്നൊക്കെ പറഞ്ഞ് സിയ ഒഴിഞ്ഞു മാറുമ്പോൾ ഇവക്ക് എപ്പോഴും തിരക്കാണല്ലോ എന്ന് പ്രവൃത്തികൊണ്ട് ഫെങ് നടക്കുമ്പോൾ മഴ ചാറുന്നുണ്ട്. തുടർന്ന് മഴ നനയാതിരിക്കാനായി ഫെങ് ഒരു സ്ഥലത്തേക്ക് ഓടി ചെല്ലുമ്പോൾ അവിടേക്ക് തന്നെയാണ് മഴ നനയാതിരിക്കാനായി വേയും എത്തുന്നത്. രണ്ടുപേരും ഓടി വരുന്നതിന്റെ ഇടയിൽ കൂട്ടിമുട്ടുന്നുണ്ട്. കൂടാതെ അവിടെ വെച്ച് അവനെ കാണുമ്പോൾ വീണ്ടും ഇവനെ കാണുമ്പോഴൊക്കെ തന്നെ തനിക്ക് എന്തെങ്കിലും പ്രശ്നം നടക്കുന്നുണ്ടല്ലോ എന്ന രീതിക്ക് അവൾക്ക് ആകെ ഇറിറ്റേഷൻ. അവൾക്കാണെങ്കിൽ മഴ നനഞ്ഞതുകൊണ്ടും നല്ല തണുപ്പടിക്കുന്നതുകൊണ്ടും ഒക്കെ തുമ്മൽ വരുന്നുണ്ട്. അത് ശ്രദ്ധിക്കുന്ന അവന്റെ ബാഗ് ഊരി അവളിലേക്ക് കൊടുക്കുമ്പോൾ എന്താ എന്നെ കൊണ്ട് ഇനി ബാഗ് കൂടി ചുമപ്പിക്കാനായിട്ടുള്ള ഉദ്ദേശമാണോ, എന്നെ ആ ഒരു ഫൈറ്റിങ്ങിന്റെ കാര്യം പറഞ്ഞ് ബ്ലാക്ക്മെയിൽ ചെയ്യാനായിട്ടുള്ള ഉദ്ദേശമാണെന്നൊക്കെ ചോദിച്ചു അവൾ ദേഷ്യപ്പെടുമ്പോഴേക്കും അവനാകട്ടെ പെട്ടെന്ന് അവന്റെ കോട്ട് ഊരി അവൾക്ക് പുതച്ചു കൊടുത്ത ശേഷം കോട്ട് തരാൻ മറക്കണ്ടെന്നും പറഞ്ഞ് ബാഗ് വാങ്ങി അവിടെ നിന്ന് പോകുന്നു. കോട്ട് ഊരാൻ വേണ്ടിയാണ് അവൻ ആ ബാഗ് കൊടുത്തതെന്ന് തന്നെ അവൾക്ക് അപ്പോഴാണ് മനസ്സിലാവുന്നത്. അങ്ങനെ ഇവിടെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും ബോക്സിംഗ് ഡിപ്പാർട്ട്മെന്റിലെ ആളുകൾ തായ്ചി ഡിപ്പാർട്ട്മെന്റിലെ ചെന്നിനെ വിളിച്ച് സംസാരിക്കുകയാണ്. നിങ്ങളുടെ തായ്ചി ഡിപ്പാർട്ട്മെന്റ് ഇപ്പൊ ഒരു നാഥനില്ല കളറിയാണെന്ന് തന്നെ പറയാം. അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പാടായിരിക്കില്ല. കൂടാതെ ഒരു 7-8 പേരല്ലേ ഉള്ളൂടെ, എങ്ങനെ ഇത് നന്നായി ഫംഗ്ഷൻ ചെയ്യും? അതുകൊണ്ട് അത് നിർത്തിക്കൂടെ? വേണമെങ്കിൽ ഒരു ഓപ്ഷൻ വെക്കാം, നമുക്ക് രണ്ടുപേർക്കും ഏറ്റുമുട്ടാം, ബോക്സിംഗും തായ്ചിയും തമ്മിലുള്ള ഒരു മത്സരം. അതിൽ തോക്കുന്നവരുടെ 5 സ്റ്റുഡൻസിനെ ഡിപ്പാർട്ട്മെന്റ് മാറ്റണം. ബോക്സിംഗ് തോറ്റാൽ 5 പേരെ തായ്ചിയിലേക്കും തായ്ചി തോറ്റാൽ 5 പേരെ ബോക്സിംഗിലേക്കും വിടണം. തയ്യാറാണോ എന്ന രീതിക്ക് ഒരു ചലഞ്ച് വെക്കുന്നു. ഏത് വിധേനയും ആ ഒരു തായ്ചി ഡിപ്പാർട്ട്മെന്റ് പൂട്ടിക്കെട്ടിക്കണം എന്നതാണ് ബോക്സിംഗ് ഡിപ്പാർട്ട്മെന്റിലുള്ളവരുടെ ലക്ഷ്യം. ശേഷം ഇന്നത്തെ തുടക്കത്തിൽ കാണുന്നത് അങ്ങനെ മാച്ച് വെച്ച ശേഷം അതിൽ തോൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ ടീമിലെ മെമ്പേഴ്സിനെ ഞങ്ങൾക്ക് തരണം, ഞങ്ങൾ തോൽക്കുകയാണെങ്കിൽ ഞങ്ങളുടെ മെമ്പേഴ്സിന് തരാമെന്ന് ബോക്സിംഗ് ടീമിലെ ആളുകൾ പറയുന്നത് കേൾക്കുന്ന ചെന്നാകട്ടെ ഞങ്ങളാണ് ജയിക്കുന്നതെങ്കിൽ തോറ്റു നിങ്ങളുടെ ടീമിലെ മെമ്പേഴ്സിനെ ഒന്നും ഞങ്ങൾക്ക് വേണ്ട, മറിച്ച് നിങ്ങൾ സോറി പറഞ്ഞാൽ മതിയെന്ന് അവരുടെ ടീമിനെ അങ്ങനെ ഇല്ലാണ്ടാക്കണം എന്നൊരു ലക്ഷ്യവും ഇല്ലാത്ത ചെൻ അങ്ങനെ തന്നെ പറയുന്നുണ്ട്. പക്ഷെ ബോക്സിംഗിലെ ആളുകൾക്ക് ഇവരെ തോൽപ്പിച്ച് ഇവരുടെ മെമ്പേഴ്സിനെ കൈക്കലാക്കി ഇവരുടെ ടീമിനെ ഇല്ലാണ്ടാക്കണം എന്നത് തന്നെയാണ് ലക്ഷ്യം. അങ്ങനെ ഇവിടെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും വേ കൊടുത്തിട്ടുണ്ടായിരുന്ന കോട്ടാകട്ടെ തിരിച്ച് വേക്ക് കൊടുക്കുന്നതിന് മുന്നേ വാഷ് ചെയ്ത് അയൺ ചെയ്യാനായി ഫെങ് നോക്കുന്ന സമയത്താണ് ഈ കോട്ട് ആരുടേതാണെന്ന് അത് കാണുന്ന സിയ ചോദിക്കുന്നത്. കോട്ട് അയൺ ചെയ്യാനായി തുടങ്ങിയിട്ടുണ്ടായിരുന്നവൾ പെട്ടെന്ന് ഇത് ആരുടേതാണെന്ന് പറയാൻ പോയാൽ പിന്നെ കഥകളൊക്കെ തന്നെ പറയേണ്ടി വരുമല്ലോ എന്നുള്ള ടെൻഷനിൽ എങ്ങനെയും വിഷയം മാറ്റാനായി സിയോട് മാറ്റി നിർത്തി സംസാരിക്കുന്ന ആ ഒരു സമയത്താണ് അയൺ ബോക്സ് ഓൺ ആക്കി ആ ഒരു കോട്ടിന്റെ പൊക്കത്ത് വെച്ചിരുന്നത് കൊണ്ട് തന്നെ അതിപ്പോ ആകെ ഉരുകി നാശമായി പോകുന്നത് ഫെങ് കാണുന്നത് അവൾക്ക് ആകെ ടെൻഷൻ ആവുന്നു. എന്തായാലും അവൾ വേഗം തന്നെ അതും എടുത്തുകൊണ്ട് നേരെ വേയെ കാണാനേ പോകുന്നു. അവന്റെ താമസ സ്ഥലത്തെത്തി കോളിംഗ് ബെൽ അടിക്കുന്ന അവൻ എത്തുമ്പോഴേ ചോദിക്കുന്നത് ഈ കോട്ട് ഭയങ്കര എക്സ്പെൻസീവ് ആണോ എന്നാണ്. അത് കേൾക്കുന്നവൻ അല്ല, ഇത് അത്ര എക്സ്പെൻസീവ് അല്ല എന്ന് പറയുമ്പോൾ അവൾക്ക് സമാധാനമാവുന്നുണ്ട്. ഇതിലെ ചെറിയൊരു ഓട്ടയെ ഞാൻ എന്തായാലും അതിനെ പേ ചെയ്യാന്ന് അവൾ പറയുമ്പോൾ അവൻ ഇതിന്റെ ബട്ടൺസ് പോലും $200 കൂടുതൽ വരും, അപ്പൊ പിന്നെ ഈ ഫുൾ കോട്ടിന്റെ കാര്യം പറയണ്ടല്ലോ, അതിങ്ങ് തന്നേക്ക്, നിനക്ക് അതിന്റെ കാശൊന്നും തരാൻ കഴിയില്ല എന്നും പറഞ്ഞ് അവൻ ആ കോട്ട് വാങ്ങിച്ചു പോകുമ്പോൾ അവൻ തമാശ പറഞ്ഞതായിരുന്നു ഇത് എക്സ്പെൻസീവ് അല്ല എന്നത്, ഇത് ഭയങ്കര എക്സ്പെൻസീവ് ആണ് എന്നത് അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. അവൾക്ക് എന്തായാലും അത് റീപേ ചെയ്യാൻ കഴിയൂല, അത് നശിപ്പിക്കുകയും ചെയ്തല്ലോ എന്ന് വല്ലാത്ത കുറ്റബോധം. അടുത്ത ദിവസം ക്ലാസ്സിൽ ഇരിക്കുമ്പോഴും അവൾ ആ കോട്ടിന്റെ കാര്യം ആലോചിച്ച് ആകെ അപ്സെറ്റ് ആയിരുന്നു. നമുക്ക് ഫുഡ് കഴിക്കാൻ പോയാലോ എന്ന് ബ്രേക്ക് ആവുമ്പോൾ സിയ ചോദിക്കുമ്പോൾ പോലും ഫുഡ് കഴിക്കാനുള്ള മൂഡ് പോലും ഇല്ലാതെ അപ്സെറ്റ് ആയി ക്ലാസ്സിൽ തന്നെ ഫെങ് ഇരിക്കുന്നു. അങ്ങനെ സിയ ഒറ്റയ്ക്ക് ഫുഡ് കഴിക്കാനായി ക്യാൻറ്റീനിൽ പോകുന്ന സമയത്താണ് അവൾ അവിടുത്തെ കൂപ്പൺ എടുക്കാൻ മറന്ന കാര്യം ആലോചിക്കുന്നത്. കൂപ്പൺ കൊടുത്താൽ അവിടെ ഫുഡ് കിട്ടും. ഇത് കാണുന്ന ചെന്നാണ് അവന്റെ കൂപ്പൺ കൊടുത്ത് അവളെ ഹെൽപ്പ് ചെയ്യുന്നത്. അവളാകട്ടെ ഹെൽപ്പ് ചോദിക്കാതെ തന്നെ അവനിങ്ങനെ ഹെൽപ്പ് ചെയ്തത് മൂലം ഭയങ്കര ഹാപ്പി ആവുന്നുണ്ട്. അങ്ങനെ ഫുഡ് കഴിക്കാനായി ഇരിക്കുന്ന സമയത്ത് അവനിപ്പോ സഹായം ചെയ്തത് കൊണ്ട് തന്നെ അവന്റെ കാര്യത്തിൽ വളരെ നല്ല ഇംപ്രഷൻ തോന്നിയിട്ടുണ്ടായിരുന്ന അവൾ അവനെ തന്നെ ശ്രദ്ധിച്ചിരിക്കുകയാണ്. ആ സമയത്താണ് ഫുഡ് കഴിച്ചുകൊണ്ടിരുന്ന ചെന്നിന്റെ അടുത്തേക്ക് ബോക്സിംഗ് ഡിപ്പാർട്ട്മെന്റിലെ കുറച്ച് പയ്യന്മാർ എത്തുന്നതും അവന്മാര് ചുമ്മാ ചെന്നിനോട് ഓരോന്ന് പറഞ്ഞ് ഇറിറ്റേറ്റ് ചെയ്യുന്നതും അവൾ കാണുന്നത്. ഇതിന്റെ ഇടയിൽ ആരും കാണാതെ ഒരു പയ്യൻ ചെൻ കുടിക്കാൻ വെച്ചിരുന്ന വെള്ളത്തിൽ എന്തോ ഒന്ന് കലക്കുന്നുണ്ടായിരുന്നു. അത് കലക്കിയ ശേഷം അവന്മാർ അവിടെ നിന്ന് പോന്നു. ഇത് കലക്കാൻ വേണ്ടി അവിടെ ഒരു ഡിസ്ട്രാക്ഷൻ ഉണ്ടാക്കാനായി ചെന്നിനോട് അവന്മാർ സംസാരിച്ചുകൊണ്ടിരുന്നതാണെന്ന് വ്യക്തമാണ്. എന്തായാലും അവര് പോയ ശേഷം അതറിയാതെ ആ വെള്ളം എടുത്ത് കുടിക്കുന്ന ചെന്നിന് ആകെ വയ്യാഴിക വന്നവൻ താഴെ വീഴുമ്പോഴേക്കും സിയാണ് അവന് വേഗം അവിടെ നിന്ന് ആംബുലൻസ് വിളിച്ച് ഹോസ്പിറ്റലിൽ വരെ എത്തിക്കുന്നത്. അവനാകട്ടെ ഇപ്പോ വയ്യാതെ ഹോസ്പിറ്റലൈസ്ഡ് ആണ്. പക്ഷെ അതേ സമയം തന്നെ മുന്നേ ഈ 2 ഡിപ്പാർട്ട്മെന്റ്സ് തായ്ചി ഡിപ്പാർട്ട്മെന്റും ബോക്സിംഗ് ഡിപ്പാർട്ട്മെന്റിലും തമ്മിൽ ഫിക്സ് ചെയ്ത ആ ഒരു മാച്ച് നടക്കേണ്ട സമയമാവുന്നു. തായ്ചി ഡിപ്പാർട്ട്മെന്റിനെ ഇപ്പോ ലീഡ് ചെയ്യാനായി അവരുടെ ഹെഡില്ല
ചെൻ ഹോസ്പിറ്റലിലാണ്. അങ്ങനെ വല്ലാത്തൊരു പ്രതിസന്ധി ഘട്ടത്തിലാണ് അവർ ഈ മാച്ചിന് ഇറങ്ങുന്നത്. ഇവര് തമ്മിൽ ഫൈറ്റ് നടക്കാൻ പോകുന്ന കാര്യം അറിഞ്ഞ് ബാക്കിയുള്ള കുട്ടികളൊക്കെ തന്നെ ഒത്തുകൂടുന്നുണ്ട്. ഈ ഫൈറ്റിങ്ങിന്റെ കാര്യം അറിയുമ്പോൾ ഫെങ് അത് മൈൻഡ് ആക്കാതെ പോകാന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം അവളോട് മുത്തശ്ശൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഇതുപോലെ ഫൈറ്റിംഗ് എവിടെയെങ്കിലും ഒന്ന് കണ്ടു കഴിഞ്ഞാൽ അവിടെ പോയി നിൽക്കരുത്, നിനക്ക് ഒരു പക്ഷെ ഫൈറ്റ് ചെയ്യാൻ തോന്നിക്കഴിഞ്ഞാൽ നിന്റെ ഉള്ളിലെ കാര്യങ്ങൾ എല്ലാവരും പുറത്തറിയുന്നു. അതുകൊണ്ട് തന്നെ അവൾ ആദ്യം ഇഗ്നോർ ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിലും അവൾക്കും ഫൈറ്റിംഗ് വളരെ ഇഷ്ടമുള്ള ഒരു കാര്യം അതുകൊണ്ട് തന്നെ അങ്ങനെ ഇഗ്നോർ ചെയ്യാനേ സാധിക്കുന്നില്ല. അവളും ആ ഫൈറ്റ് കാണാനായി പോയി നിൽക്കുന്നു. അതേ സ്ഥലത്ത് തന്നെ ഫൈറ്റ് കാണാനായി ഈ ഒരു കാര്യം അറിഞ്ഞ് വേയും എത്തിയിട്ടുണ്ട്. അവൻ താഴ്ച ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഇപ്പോൾ ഒഴിഞ്ഞു മാറി നിൽക്കുകയാണെങ്കിലും ഈ കാര്യം അറിഞ്ഞ് അവനും അത് കാണാൻ വരാതിരിക്കാനേ സാധിക്കുന്നില്ല. അങ്ങനെ എല്ലാവരും നോക്കി നിൽക്കെ ബോക്സിംഗിലെ പിള്ളേർ ഓരോരുത്തരായി താഴ്ചയിലെ കുട്ടികളെ തോൽപ്പിച്ചുകൊണ്ടിരിക്കുന്നു. താഴ്ച തോക്കു എന്ന ഒരു അവസ്ഥ ആവുമ്പോഴേക്കും താഴ്ചയിലേക്ക് 2 കുട്ടികൾ എത്തുന്നുണ്ട്. ഞങ്ങള് ഡിപ്പാർട്ട്മെന്റിലെ പുതിയ അഡ്മിഷനാണ്, ഞങ്ങൾക്കും ഈ ഫൈറ്റിൽ പങ്കെടുക്കാലോ അല്ലേന്ന് അവർ ചോദിച്ച് അവരുടെ അഡ്മിഷൻ ഫോം ഒക്കെ കാണിക്കുമ്പോഴേക്കും അത് വെരിഫൈ ചെയ്ത ബോക്സിംഗിലുള്ളവർ അവരെയും കൂടി ചേർക്കുന്നുണ്ട്. ഇവര് രണ്ടുപേരും വന്നിട്ട് എന്ത് ചെയ്യാനാ, പുതിയ ഫൈറ്റേഴ്സ് അല്ല എന്ന രീതിക്ക് അവർക്കൊന്നും അറിയില്ല എന്ന കണക്കാണ് വളരെ പുച്ഛത്തോടെ അവരെ ജോയിൻ ചെയ്യിപ്പിക്കുന്നത്. പക്ഷെ അവർ എത്തിയ ശേഷം കഥയാകെ മാറുകയാണ്. അവർ നന്നായി ഫൈറ്റ് ചെയ്യുകയും ഈ ബോക്സിംഗിലെ പിള്ളേരെ തോൽപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ബോക്സിംഗുകാരുടെ മുന്നിൽ ഇപ്പൊ തോക്കുമെന്ന അവസ്ഥയിലുണ്ടായിരുന്ന താഴ്ച ഡിപ്പാർട്ട്മെന്റ് ആണ് ഇവരുടെ വരവിന് ശേഷം വിജയിക്കുന്നത്. ഇത് കണ്ട് ഫെങ് ആകെ ഷോക്ക് ആവുന്നുണ്ട്. കാരണം ഇവർ ജസ്റ്റ് പുതിയ 2 സ്റ്റുഡൻസ് അല്ല, ഇവർ നല്ല പ്രോ ഫൈറ്റേഴ്സ് ആണെന്നത് ഫെങ്ങിന് അവർ ഫൈറ്റ് ചെയ്യുന്നത് കണ്ട് മനസ്സിലാവുന്നുണ്ട്. പ്രത്യേകിച്ച് അവളുടെ മുത്തശ്ശൻ അവൾക്ക് പ്രത്യേകമായി ട്രെയിനിങ് കൊടുക്കുന്ന ചില ഫൈറ്റിംഗ് ടെക്നിക്സ് ഒക്കെ അതേപടി ഇവർ ഉപയോഗിച്ചിട്ടുണ്ട്. അവൾ അത് കണ്ട് ആകെ വണ്ടറായി പോകുന്നുണ്ട്. അവൾ വേഗം മുത്തശ്ശനെ വിളിച്ച്, മുത്തശ്ശൻ എനിക്ക് മാത്രമല്ലേ ട്രെയിനിങ് ആയിരുന്നുള്ളൂ, പക്ഷെ അതേ കണക്ക് തന്നെ അതേ ടെക്നിക്സ് എടുക്കുന്ന 2 പേരെ ഞാൻ ഇവിടെ കണ്ടു എന്ന് പറഞ്ഞവൾ സംസാരിക്കുമ്പോൾ നീ ചുമ്മാ ഫൈറ്റിംഗ് നടക്കുന്ന എന്റെ പരിസരത്തൊന്നും പോകണ്ട, നിനക്ക് ഫൈറ്റിംഗ് അറിയാന്ന് ആരോടും പറയാൻ വേണ്ടെന്ന് മുത്തശ്ശൻ അവളെ ഓർമ്മപ്പെടുത്തുന്നു. അങ്ങനെ അവൾ അതും ആലോചിച്ച് നടക്കുമ്പോഴേക്കും അവളെ കാണുന്ന അവൾ ഇതാണ് ആലോചിക്കുന്നതെന്ന് മനസ്സിലാക്കി തന്നെ അവളോട്, അവരെ നല്ലൊരു ഗുരുവിന്റെ അടുത്ത് ട്രെയിനിങ് എടുത്തവരാ, അവര് ഇപ്പൊ താഴ്ച പഠിച്ചു തുടങ്ങിയവരൊന്നും അല്ല, വർഷങ്ങളായി എന്റെ ട്രെയിനിങ് എടുക്കുന്നവരാ എന്നിവൻ പറയുമ്പോൾ ഇവൻ അവരെ നന്നായിട്ട് അറിയാം. ഒരുപക്ഷെ ഇവനായിരിക്കും അവരെ പറഞ്ഞു വിട്ടതെന്ന് പോലും അവൾക്ക് ഡൗട്ട് ആവുന്നുണ്ട്. എന്തായാലും ബോക്സിംഗുകാരാണ് തോറ്റതെങ്കിലും മുന്നേ തന്നെ ചെൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അവരുടെ ഡിപ്പാർട്ട്മെന്റിലെ കുട്ടികളെ ഒന്നും തന്നെ ഇവർക്ക് വേണ്ട, അവരുടെ ഡിപ്പാർട്ട്മെന്റ് പൂട്ടിക്കെട്ടാൻ ഇവർ ആവശ്യപ്പെടില്ല, മറിച്ച് തോറ്റ ജസ്റ്റ് ഒരു സോറി പറഞ്ഞാൽ മതി. എന്നിട്ടും ഒരു കുറ്റബോധം ഒന്നും തന്നെ ലിന്നിനില്ല. ലിന്നിന് എങ്ങനെങ്കിലും താഴ്ചയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കണം. അതിനായി ലിൻ ഇപ്പൊ ഇവരോട് ഇവരാരുമല്ല മറ്റാരുമാണ് തന്റെ പിള്ളേരെ അടിക്കാനായി പോയ സമയത്ത് കൈകാര്യം ചെയ്ത പെണ്ണെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ ഇവരുടെ അടുത്ത് ആ പെൺകുട്ടിയെ പറ്റി നൈസായി അന്വേഷിക്കാൻ നോക്കുന്നു. പക്ഷെ ഇവന് ഒരു കാര്യം മനസ്സിലാവുന്നത് ഇവർക്ക് ആർക്കും ആ ഒരു ഫൈറ്റർ പെൺകുട്ടി ആരാണ് എന്ന് അറിയില്ല എന്നതാണ്. അതുകൊണ്ട് തന്നെ ഇവർക്കിടയിൽ പ്രശ്നം ഉണ്ടാക്കി ഇവരെ കൊണ്ട് തന്നെ ആ പെൺകുട്ടിയെ അന്വേഷിപ്പിക്കണം എന്ന് പ്ലാൻ ചെയ്യുന്നവൻ നിങ്ങൾ അറിയാത്ത ഒരു താഴ്ച ഫൈറ്റർ ഇവിടെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, ആളെ കണ്ടുപിടിച്ചൊന്ന് നിലയ്ക്ക് നിർത്തിയില്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ആയിരിക്കും പ്രശ്നമെന്നും പറഞ്ഞ് അവരെ നൈസായി എരിപിരി കയറ്റുമ്പോൾ അവരാകട്ടെ ഇവന്റെ വാക്ക് വിശ്വസിച്ച് അത് ആരാണെന്ന് അന്വേഷിക്കാനായി ശ്രമിക്കുന്നു. അത് മനസ്സിലാക്കുന്ന അത് ഫെങ് ആണ്, അവൾ തന്നെ രക്ഷപ്പെടുത്താനാണ് ഇപ്പൊ ഫൈറ്റ് ചെയ്തത്. കൂടാതെ ഇത് പുറത്തറിയുന്നത് അവൾക്ക് താല്പര്യമുള്ള കാര്യമല്ല, അതുകൊണ്ടാണ് അവൾ മുഖം മറച്ചത് എന്നൊക്കെ അറിയാവുന്നതുകൊണ്ട് തന്നെ ഇവരോട് നിങ്ങൾ വെറുതെ ആ ലിൻ പറയുന്നത് കേട്ട് എന്തിനു ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളുടെ പുറകെ നടക്കുന്നത്, അവൻ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന് പ്രശ്നം ഉണ്ടാക്കാൻ നടക്കുന്ന ഒരുത്തനാണെന്ന് അറിഞ്ഞുകൊണ്ട് എന്തിനാ അവന്റെ വാക്ക് കേട്ട് വെറുതെ സമയം കളയുന്നു, അതൊന്നും വേണ്ടെന്നൊക്കെ പറഞ്ഞ് അവരെ പിന്തിരിപ്പിക്കുന്നു. അങ്ങനെ പിന്നീട് ഒരു മുത്തശ്ശിയെ കണ്ട് സംസാരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അവന്റെ മുത്തശ്ശിയാണെന്ന് തോന്നുന്നു. ആ മുത്തശ്ശിയാകട്ടെ അവനോട് അവന്റെ ലൈഫിൽ നടന്ന കാര്യങ്ങളൊക്കെ മറന്ന് മുന്നോട്ട് വരാനേ പറയുന്നു. ഈ താഴ്ചയിൽ അവനൊരു എക്സ്പേർട്ട് ആണെന്ന കാര്യം കൊണ്ട് തന്നെയാണ് അവൻ മുന്നേ ഒരു കൂട്ടം ആളുകൾ മൂലം ആക്രമിക്കപ്പെട്ടത്. ഇങ്ങനെ താഴ്ച പ്രാക്ടീസ് ചെയ്യുന്നവരെ കടന്ന് ആക്രമിക്കാനായി തന്നെ ഒരു ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെ കൈപ്പെട്ടവനെ അവർ മാരകമായി ഉപദ്രവിക്കായിരുന്നു. താനിപ്പോ വളരെ വീക്കാണ്, ഇനി തനിക്ക് താഴ്ച ഫൈറ്റിംഗ് ഒരിക്കലും ചെയ്യാൻ സാധിക്കില്ല എന്ന് മനസ്സിൽ വല്ലാത്തൊരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് കയറിക്കൂടി അവൻ പിന്നീട് ഫൈറ്റിംഗ് എന്നൊക്കെ ഒതുങ്ങി മാറി ആ ഡിപ്പാർട്ട്മെന്റിന് താൻ ഒരു ഉപകാരവും ചെയ്യില്ല, താൻ ഡിപ്പാർട്ട്മെന്റിന് തന്നെ ഒരു വേസ്റ്റ് ആണെന്ന രീതിക്കാണ് ആ ഒരു പദവിയൊക്കെ ഒഴിഞ്ഞു മാറി നിൽക്കുന്നത്. അത് അറിയാവുന്ന മുത്തശ്ശി അവനോട് അതിൽ നിന്നൊക്കെ ഓവർകം ചെയ്തു തരണം, കൂടുതലും അവന്റെ മനസ്സിന്റെ പ്രശ്നങ്ങൾ കൊണ്ട് അവന് തോന്നുന്നതാണ്, അല്ലാതെ അവൻ ഒരിക്കലും വീക്ക് അല്ലെന്നൊക്കെ പറഞ്ഞ് അവനെ മാറ്റിയെടുക്കാനായി നോക്കുന്നു. ഇവിടെ ഇങ്ങനെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും ലിൻ അന്വേഷിക്കാനായി പറഞ്ഞ കാര്യം അപ്പോഴും ആ 2 പേര് വിട്ടിട്ടുണ്ടായിരുന്നില്ല. അവർ വേയുടെ സുഹൃത്തുക്കളാണ്, അവരോട് ഇതിന്റെ പുറകെ നടക്കണ്ടെന്നൊക്കെ പറഞ്ഞെങ്കിലും അവർക്ക് ഉള്ളിൽ എന്തോ ഒരു ഡൗട്ട്. താഴ്ച അറിയാവുന്ന ഒരാള് മറ്റുള്ളവരെ അത് അറിയിക്കുന്ന രീതിയിൽ അങ്ങനെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഉൾപ്പെടാതെ പുറത്ത് അങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ അത് ആരാണെന്ന് കണ്ടുപിടിക്കണമല്ലോ എന്ന രീതിക്ക് അവർ അന്വേഷിക്കാനായി തുടങ്ങുന്നു. അങ്ങനെ അവർ ഫെങ്ങിന്റെ പെയിന്റിംഗ് വളരെ യാദൃശികമായി കാണുകയാണ്. ആക്ച്വലി ആ പെയിന്റിംഗ് വരച്ചത് ഫെങ്ങിന്റെ മുത്തശ്ശനാണ്. അദ്ദേഹം ഒരു താഴ്ച എക്സ്പേർട്ട് ആണ്. അദ്ദേഹത്തിന്റെ പെയിന്റിംഗിലും ആ ഒരു താഴ്ച മാർഷൽ ആർട്സുമായി ബന്ധപ്പെട്ട പല
പല കാര്യങ്ങളും ഒളിഞ്ഞു കിടപ്പുണ്ട്. ആ പെയിന്റിംഗ് കാണുന്ന ഒരു എക്സ്പേർട്ട് ആയ തായ്ചി ഫൈറ്റർക്ക് അത് പെട്ടെന്ന് മനസ്സിലാക്കാനായി സാധിക്കും. അതുകൊണ്ട് തന്നെ ആ പെയിന്റിംഗ് കാണുന്ന ഇവർക്ക് അതിൽ ഫെങ്ങിന്റെ പേര് കാണുമ്പോൾ അപ്പോൾ ഇവളായിരിക്കുമല്ലേ ആ പെൺകുട്ടി എന്ന് ഒരു ഡൗട്ട് തോന്നുന്നു. അതുകൊണ്ട് തന്നെ അവൾ അന്വേഷിക്കാനായി അവർ തീരുമാനിക്കുന്നു. പെയിന്റിംഗ് കാണുന്ന ഇവർക്ക് അതിൽ ഫെങ്ങിന്റെ പേര് കാണുമ്പോൾ അപ്പോൾ ഇവളായിരിക്കുമല്ലേ ആ പെൺകുട്ടി എന്ന് ഒരു ഡൗട്ട് തോന്നുന്നു. അതുകൊണ്ട് തന്നെ അവൾ അന്വേഷിക്കാനായി അവർ തീരുമാനിക്കുന്നു. ഇത് മനസ്സിലാക്കുന്ന വേ ആകട്ടെ ഫെങ്ങുള്ള പെയിന്റിംഗ് ക്ലാസ്സിലേക്ക് ചെല്ലാണ്. ഇവിടെ ഇവർക്ക് ഡിപ്പാർട്ട്മെന്റ് മാറിയും ക്ലാസ് അറ്റൻഡ് ചെയ്യാം അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ. അങ്ങനെ ആ രീതിയിൽ പഠിക്കാനായി അങ്ങോട്ടേക്ക് ചെല്ലുന്നവൻ അവളുടെ അടുത്തുള്ള സീറ്റ് തന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. അത് കാണുന്ന അവളാകട്ടെ എന്താ ഇവന്റെ ഉദ്ദേശം, എന്തിന് ഇവനിപ്പോ ഇവിടെ വന്നിരിക്കുന്നത് എന്ന് അവനോട് ചോദിക്കുമ്പോൾ നിനക്കൊരു പ്രശ്നമുണ്ട്, അതിൽ നിന്ന് നിന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ വന്നത്, നീ ഞാൻ പറയുന്ന കേട്ട പ്രശ്നം നമുക്ക് സോൾവ് ചെയ്യാന്ന് പറഞ്ഞു അവൻ അങ്ങനെ എന്തോന്ന് അവളുമായി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവൻ പറഞ്ഞ കണക്ക് തന്നെ ക്ലാസ് കഴിഞ്ഞിറങ്ങുന്ന അവളെ ഒന്ന് കാണാനായി തന്നെ അവിടെ രണ്ടുപേർ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ടായിരുന്നു. അത് കാണുന്ന വേ ഫെങ്ങിനോട് നീ അവരുടെ മുന്നിൽ വെച്ച് തട്ടിമറിഞ്ഞു വീഴണം, നീ വളരെ വീക്കായ ഒരു പെൺകുട്ടിയാണെന്ന രീതിയിൽ അവരുടെ മുന്നിൽ ഒരു ഇംപ്രഷൻ ഉണ്ടാക്കാൻ നോക്കിയാൽ അതവർക്ക് വിശ്വസിക്കാൻ പറ്റിയാൽ പിന്നെ അവരെ കൊണ്ട് നിനക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. നീ ആ ഒരു തായ്ചി ഫൈറ്റർ അല്ല, അവർ ഉദ്ദേശിക്കുന്ന ആള് നീ അല്ല എന്നുള്ള വിശ്വാസത്തിൽ അവരങ്ങ് പൊക്കൂളുന്നല്ല. വേ പറഞ്ഞത് പ്രകാരം അവരുടെ മുന്നിൽ വെച്ച് തട്ടിമറിഞ്ഞു വീഴാനായി തന്നെ അവൾക്ക് സാധിക്കുന്നുണ്ട്. ഇത് കാണുന്നവർ ഇവൾ ഒരിക്കലും ഒരു തായ്ചി ഫൈറ്റർ അല്ല, ഒരു തായ്ചി ഫൈറ്റർ ഒന്നും ഇങ്ങനെ തട്ടിമറിഞ്ഞു വീഴില്ല, ആ ഒരു വീഴുന്ന അതിൽ നിന്നും രക്ഷപ്പെടാനായി നല്ലൊരു എക്സ്പേർട്ട് ഫൈറ്റർക്ക് സാധിക്കും എന്നത് അറിയാവുന്നതുകൊണ്ട് തന്നെ അവരത് മൈൻഡ് ആക്കുന്നില്ല. അവളാകട്ടെ വീണതില് കാലൊക്കെ ഒന്ന് ട്വിസ്റ്റ് ആയി ഉണ്ടായിരുന്നു, കാലിന്റെ ആംഗിളൊക്കെ അവൾക്ക് നടക്കാൻ പോലും വയ്യ. ഞൊണ്ടി ഞൊണ്ടി പോയി അവളുടെ പുറകെ തന്നെ വേയുമുണ്ട്. കണ്ടോ തന്നെ കണ്ടുമുട്ടി അന്ന് മുതലേ എനിക്ക് കണ്ടക ശനിയാണെന്നൊക്കെ പറഞ്ഞ് അവൾ ദേഷ്യപ്പെടുമ്പോ അവൾ ഈ കിടന്ന് പറയുന്നൊക്കെ കേൾക്കുന്ന അവന് അവളെ ഹെൽപ്പ് ചെയ്യാനായിട്ടാണ് അവനത് ചെയ്തതെന്ന ഒരു കൺസിഡറേഷൻ പോലും ഇല്ലാതെ അവൾ പറയുമ്പോ നമ്മൾ അമ്മ ഏതാണ്ട് ബ്രേക്കപ്പ് ചെയ്തിട്ട് നീ എന്റെ അടുത്ത് കിടന്ന് വഴക്കുണ്ടാക്കുന്ന കണക്കുണ്ടല്ലോ പറയുന്ന ഓരോന്നും കേട്ടാലെന്ന് അവളെ കളിയാക്കുമ്പോ അവൾ പിന്നെ ഒന്നും മിണ്ടുന്നില്ല. ഇതേ ടീം ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന ചെന്നിനെ ഇടയ്ക്കിടയ്ക്ക് പോയി അസി കാണുകയും അവന് ഫുഡൊക്കെ കൊണ്ട് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നു. അവൾക്ക് കുക്കിംഗ് ഒന്നും അറിയില്ലെങ്കിലും അവന് വേണ്ടി ഉണ്ടാക്കിയ ഫുഡൊക്കെയാണ് കൊണ്ട് കൊടുക്കുന്നത്. അതൊന്നും വായി വെക്കാൻ പോലും കൊള്ളില്ലായിരുന്നെങ്കിലും അവൾ കൊണ്ടു കൊടുത്ത സന്തോഷത്തിൽ അവൻ അതൊക്കെ എടുക്കുന്നു. അങ്ങനെ ഇവിടെ ഇങ്ങനെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും ആരാണ് ചെന്നിന് ഇതുപോലെ പണി കൊടുത്തത് എന്ന് അറിയാൻ ഈ CCTV ഫുട്ടേജ് പരിശോധിക്കുന്നുണ്ട്. കാരണം ആ ക്യാൻറ്റീനിൽ വെച്ചാണ് അവൻ എന്തോ സംഭവിച്ചതെന്ന് വേക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അങ്ങനെ പരിശോധിക്കുമ്പോഴാണ് ബോക്സിംഗിലെ പിള്ളേരാണ് അവന്റെ വെള്ളത്തിൽ എന്തോ കലക്കി കുടിപ്പിച്ചതെന്ന് അവന് മനസ്സിലാവുന്നത്. അവനങ്ങനെ CCTV പരിശോധിക്കുന്ന ആ ഒരു സമയത്താണ് അവിടെ ലൈവായി നടക്കുന്ന ഒരു കാര്യം അവൻ ശ്രദ്ധിക്കുന്നത്. അത് അവിടെ വെച്ചിരിക്കുന്ന അവന്റെ ഒരു ഫോട്ടോയില് കുത്തി വരയ്ക്കുന്ന ഫെങ്ങിനെയാണ്. അത് കണ്ടപാടെ അവന് ചിരി വരുന്നുണ്ട്. അവളാകട്ടെ അവനോടുള്ള കലിപ്പിന് നോട്ടീസ് ബോർഡിൽ ഉണ്ടായിരുന്ന അവന്റെ ഫോട്ടോ ഫുള്ള് കുത്തി വരച്ച് നശിപ്പിച്ച ആ ഒരു സമയത്താണ് അങ്ങോട്ടേക്ക് ജിന്നിന്റെ വരവ്. പെട്ടെന്ന് അവൾ അവിടെ നിന്ന് മാറി നിൽക്കുന്നുണ്ട്. ജിന്നാകട്ടെ വേയുടെ ഫോട്ടോ മുഴുവൻ ആരെ കുത്തി വരച്ച് വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞ് അവിടെ കിടന്ന് ദേഷ്യപ്പെടുന്ന സമയം അങ്ങോട്ടേക്ക് എത്തുന്ന വേ ജിന്നാകട്ടെ ഇത് കാട്ടിക്കൊടുക്കുമ്പോ ഒട്ടും ദേഷ്യപ്പെടാതെ നല്ല രസമായിട്ട് വരച്ചിട്ടുണ്ടല്ലോ എന്നൊക്കെ സംസാരിക്കുമ്പോ അവളാകട്ടെ ഞാനിത് കുത്തി വരച്ചെന്നും പറഞ്ഞ് അവന്റെ അടുത്ത് ഒരു അടവെടുക്കുന്നു. അവനത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതിന്റെ ക്രെഡിറ്റ് തനിക്ക് ഇരിക്കട്ടെ എന്ന് കരുതി. എന്തായാലും അവളല്ല അത് ചെയ്തതെന്ന് അറിയാവുന്ന അവൾ അവിടെ നിന്ന് പറഞ്ഞു വിട്ട ശേഷം മറഞ്ഞിരിക്കുന്ന ഫെങ്ങിനോട് മുന്നോട്ട് വന്ന് നിൽക്കാനേ പറയുന്നു. അവളും മൈൻഡ് ആക്കാൻ നിൽക്കുമ്പോ നീയാണ് ഇത് ചെയ്തതെന്ന് ഞാൻ കണ്ടു, ഒളിച്ചിരിക്കാതെ ഇങ്ങോട്ട് വരാനേ പറഞ്ഞ് സൗണ്ട് ഉണ്ടാക്കുമ്പോൾ അവൾ പതിയെ പുറത്തേക്ക് വരുന്നുണ്ട്. പക്ഷെ അപ്പോഴും അവൾ ഇത് അവളാണ് ചെയ്തതെന്ന് സമ്മതിക്കാനായി തയ്യാറാവുന്നുണ്ടായിരുന്നില്ല. ഈ സമയം അവിടെ നിൽക്കുന്ന ക്യാമറ കണ്ടോ, നീ ഇവിടെ നിന്ന് ചെയ്തൊക്കെ തന്നെ ലൈവായി അത് കണ്ടിട്ടുണ്ടെന്ന് അവളെ അവൻ കളിയാക്കുന്നു. ഇനി അടുത്ത തവണ ഇതുപോലെ എന്തെങ്കിലും ഉടായ്പ ചെയ്യുമ്പോ ക്യാമറ ഒക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ടൊന്ന് ചെയ്താൽ മതി എന്നും പറഞ്ഞ് കളിയാക്കി അവൻ പോകുമ്പോ അവൾ ആകെ ചമ്മി നിൽക്കാണ്. അവനാകട്ടെ നേരെ പോകുന്നത് ബോക്സിംഗ് ഡിപ്പാർട്ട്മെന്റിൽ ലിന്നിനെയും അവന്റെ കൂടെയുള്ള പിള്ളേരെയും കാണാനായിട്ടാണ്. അവരാണ് ചെന്നിപ്പോ ഹോസ്പിറ്റലൈസ്ഡ് ആവാൻ കാരണമെന്ന് അറിയാമെന്നും അതിനുള്ള തെളിവ് അവന്റെ കയ്യിലുണ്ടെന്നും പറയുന്നു. ഇനി തന്റെ ഡിപ്പാർട്ട്മെന്റിലുള്ള ആർക്കും തന്നെ ഇവര് കാരണം പ്രശ്നം ഉണ്ടാവരുത്, അങ്ങനെ വല്ല ഉണ്ടായാൽ അതിന്റെ ശിക്ഷ അവർ അനുഭവിക്കേണ്ടി വരുമെന്നും അവരെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. എന്തായാലും അവിടെ നിന്ന് പോകുന്ന അവൻ ലൈബ്രറിയിൽ വെച്ച് മറ്റേ രണ്ട് താഴ്ചയിലെ പിള്ളേരെ കാണുമ്പോൾ അവരോട് നിങ്ങൾ ആ പെൺകുട്ടി അന്വേഷിച്ച് നടക്കണ്ട, അതൊരു ഫേക്ക് ന്യൂസ് ആണ്, അങ്ങനെ ഒരു പെൺകുട്ടിയൊന്നുമില്ല, ലിൻ വെറുതെ പറഞ്ഞാണെന്നൊക്കെ പറഞ്ഞ് അവരോട് സംസാരിക്കുന്നത് മാറി നിന്ന് ഫെങ് കേൾക്കുന്നുണ്ടായിരുന്നു. തന്നെ പറ്റിയാണ് സംസാരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്ന അവർ പോയ ശേഷം വേയുടെ അടുത്ത് വന്ന് സംസാരിക്കുന്നു. അവന് ഫൈറ്റിംഗ് ഒട്ടും അറിയില്ല, അവൻ നല്ലൊരു തായ്ചി ഫൈറ്റർ ആണ് എന്നതൊന്നും അവൾക്ക് അറിയില്ല. അവൻ ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ ഒരു സ്റ്റുഡന്റ് ആണ്, കഴിഞ്ഞ കുറെ നാളുകളെ ഇവിടെ ഉണ്ടായിരുന്നില്ല, ഇപ്പൊ തിരിച്ചു വന്നു എന്നത് വളരെ അവ്യക്തമായി അങ്ങനെ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളെ അവനെ പറ്റി അവൾക്ക് അറിയൂ. അതുകൊണ്ട് തന്നെ ഇവൻ അവരോട് സംസാരിച്ചത് മാറി നിന്ന് കേട്ടിരുന്ന അവൾക്ക് ആ ഫൈറ്റിങ്ങിനെ പറ്റി നന്നായി അറിയാവുന്ന ഒരാൾ സംസാരിക്കുന്ന കണക്കാണ് അവൻ സംസാരിച്ചെന്ന ഡൗട്ട് കേട്ടപ്പോൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവനോട് ഇപ്പൊ അതിനെപ്പറ്റി ചോദിക്കുമ്പോൾ എനിക്ക് ഫൈറ്റിംഗ് ഒന്നും അറിയില്ല എന്ന് അവൻ പറയുന്നുണ്ട്. പക്ഷെ ഡൗട്ടിന്റെ പുറത്ത് അവനൊന്ന് ടെസ്റ്റ് ചെയ്യാനായി പലതും ചെയ്ത് നോക്കുന്നു. അതിന്റെ ഭാഗമായി അവനെ സ്റ്റെപ്പിൽ നിന്ന് ചവിട്ടി താഴെ ഇടാൻ പോലും അവൾ നോക്കുന്നുണ്ട്. ഈ സമയം അവൻ നല്ലൊരു ഫൈറ്റർ ആണെങ്കിൽ ചേർത്ത് നിൽക്കും, ബാലൻസ് ചെയ്ത് നിൽക്കുമെന്ന് ആ ഒരു വിശ്വാസം അവൾക്കുണ്ടായിരുന്നു. പക്ഷെ അവൻ താഴേക്ക് മറിഞ്ഞടിച്ച് വീഴുന്നതാണ് അവൾ കാണുന്നത്. തുടർന്ന് തനിക്ക് തെറ്റുപറ്റിയെന്ന് തോന്നുന്ന അവൾ വീണപ്പോൾ അവന് കാലിനാകെ പരിക്ക് പറ്റിയത് മനസ്സിലാക്കി നേരെ ഡോക്ടറിന്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. ഡോക്ടർ അവനെ പരിശോധിച്ച് മുഖത്തേക്ക് നോക്കുമ്പോൾ തന്നെ അവന്റെ കാലിന് ഒരു കുഴപ്പമില്ല എന്നത് ഡോക്ടറുടെ മുഖത്ത് നിന്ന് അവന് അറിയാം. അതുകൊണ്ട് തന്നെ അത് ഡോക്ടർ അവളോട് പറയാതിരിക്കാനായി അവൻ ഡോക്ടർക്ക് സിഗ്നൽ നൽകുന്നു. തുടർന്ന് അവന്റെ കാലിന് ആകെ പരിക്കേറ്റിരിക്കുന്ന കണക്ക് ഡോക്ടർ അവിടെ പറയുന്നുണ്ട്. ഈ സമയം അവൾക്ക് ഭയങ്കര കുറ്റബോധം. അവളൊന്നും അവന്
രക്ഷിക്കാൻ വേണ്ടി ചെയ്തതാണല്ലോ ഇങ്ങനെ ആകെ പ്രശ്നത്തിലായതെന്ന് മനസ്സിലാക്കി അവൾ അവന് വേണ്ടി കൂടെ നിന്ന് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനേ അവന്റെ കാല് റെഡി ആവുന്നത് വരെ അതിന് കാരണം അവളാണ് എന്ന ഒരു കുറ്റബോധത്തിന്റെ പുറത്ത് സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ വേക്ക് നടക്കാൻ വയ്യാന്ന് പറഞ്ഞ് അവൻ വീൽ ചെയറിലിരുന്ന് അവനെ ഫെങ്ങാണ് തള്ളിക്കൊണ്ട് അവന്റെ റൂമിന്റെ അവിടേക്ക് കൊണ്ടാക്കാനായി പോകുന്നത്. അവന്റെ റൂം കാർഡ് അവൾക്ക് നൽകിയ ശേഷം നാളെ രാവിലെ തന്നെ വരണം, നീ എന്റെ കാലിങ്ങനെ ആക്കിയതുകൊണ്ട് എന്നെ കാര്യങ്ങൾ നോക്കാന്നൊക്കെ വാക്ക് തന്നാ മറക്കണ്ടെന്നൊക്കെ പറഞ്ഞ് അവൻ അവളോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവൾ അന്ന് പോയി തിരിച്ചടുത്ത ദിവസം രാവിലെ അവന് ഫ്രൂട്ട്സും മറ്റുമായി മടങ്ങി വരുന്ന സമയത്ത് അവളുടെ കയ്യിൽ നിന്ന് ഒരു കവറ് പൊട്ടി ഫ്രൂട്ട്സ് ഒക്കെ താഴെ വീഴുന്നുണ്ട്. അവളത് തറയിൽ ഇരുന്ന് പിറക്കുമ്പോഴേക്കും അവളെ അന്വേഷിക്കുന്ന ആ 2 പിള്ളേർ അങ്ങോട്ടേക്ക് വരുന്നു. അവർക്ക് മുഖം കൊടുക്കാതിരിക്കാനായി അവൾ മാക്സിമം നോക്കുന്നുണ്ട്. അവരും പെട്ടെന്ന് വലിയ ഡൗട്ടൊന്നും അടിക്കുന്നില്ല. ഇവളിങ്ങനെ തറയിൽ ഇരുന്നത് പിറക്കുന്നുണ്ട്. അവർ ഹെൽപ്പ് ചെയ്തിട്ട് അങ്ങ് പോകുമ്പോഴാണ് അവൾക്ക് ആശ്വാസമാവുന്നത്. അവൾ വേയെ കാണാനേ പോകുന്നു എന്നത് ആരും അറിഞ്ഞു കഴിഞ്ഞാൽ റൂമറുകൾ എന്തൊക്കെ പറയുന്നൊക്കെ ഉള്ള പേടി സത്യത്തിൽ അവൾക്കുണ്ട്. അങ്ങനെ അവൾ അത് പിറക്കി അവിടെ നിന്ന് പോകാനെ ഒരുങ്ങുമ്പോഴേക്കും ലിൻ കാണുന്നുണ്ട് അവളെ. ബോക്സിംഗിന്റെ ഹെഡായ അതേ ലിൻ തന്നെ. ലിന്നിന് അവളെ പറ്റി അപ്പോഴേക്കും അറിയായിരുന്നു. അവള് കോളേജിൽ വളരെ പോപ്പുലർ ആയി മാറിയിട്ടുണ്ടായിരുന്നല്ലോ ഒരു പെയിന്റിങ് കാരണം. അങ്ങനെ അവനാകട്ടെ അവൾക്ക് അതൊക്കെ എടുത്തു കൊടുത്ത് എവിടെ പോവാ, ഇത് വേക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഫ്രൂട്ട്സ് ആണല്ലോ, ഈ വഴിക്ക് പോയാൽ വേയുടെ റൂം എത്തും, അങ്ങോട്ടേക്കാണോ എന്ന് ചോദിക്കുമ്പോ അല്ല എന്നൊക്കെ പറഞ്ഞവൾ ഒഴിഞ്ഞു മാറാൻ നോക്കുന്നുണ്ടെങ്കിലും അത് മനസ്സിലാക്കുന്നവൻ ഞാനും അങ്ങോട്ടേക്കാ പോകാം എന്ന് പറഞ്ഞ് അവളെ കൂട്ടിക്കൊണ്ടുപോകാനേ നോക്കുന്നു. അങ്ങനെ ലിന്നിനെ ഒന്ന് ഡൈവേർട്ട് ചെയ്ത് വേയുടെ അടുത്തേക്ക് ഫെങ് എത്തുമ്പോഴേക്കും അവിടെ ആ 2 പിള്ളേർ ഇരിപ്പുണ്ടായിരുന്നു. ഓൾറെഡി വേയുടെയും ഫെങ്ങിന്റെയും ഫോട്ടോ വൈറലായിട്ടുണ്ടായിരുന്നല്ലോ ഇവർക്കിടയിൽ എന്തോ ഉണ്ടെന്ന രീതിയിൽ. അതുകൊണ്ട് തന്നെ ഇവരിപ്പോ ഇവിടെ ഒന്നിച്ച് കാണുമ്പോ നിങ്ങള് ലവേഴ്സ് ആണല്ലേ, അപ്പൊ അത് വെറും റൂമർ അല്ലല്ലേ, ശരി ശരി യു ക്യാരി ഓൺ, ഞങ്ങൾ പോവാ, നിങ്ങൾ സംസാരിച്ചിരിക്കുന്നു പറഞ്ഞ് അവരവിടെ നിന്ന് പോകുമ്പോ നമ്മൾ അങ്ങനൊന്നും അല്ല എന്ന് അവരോട് പറയാഞ്ഞെന്നല്ല വേയോട് ഫെങ് ചോദിക്കുമ്പോ അവരോട് ഞാൻ എന്താ പറയേണ്ടത്, അവർ അന്വേഷിക്കുന്ന ആ തായ്ചി ഫൈറ്റർ നീയാണെന്നും പറയണോ എന്നിങ്ങനെ അവൻ അവളെ ഭീഷണിപ്പെടുത്തുന്ന കണക്ക് സംസാരിക്കുമ്പോ ഒന്നുമില്ലാന്നും പറഞ്ഞ് അവൾ അത് മൈൻഡ് ആക്കുന്നില്ല. തന്റെ ആ വലിയ രഹസ്യം പുറത്തറിയുന്നതിലും എത്രയോ ഭേദമാണ് തന്നെ പറ്റി റൂമർ പറയുന്നത് എന്നതാണ് അവൾ വിചാരിക്കുന്നത്. അങ്ങനെ അവളാകട്ടെ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ കൊണ്ട് അവനൊരു ബ്രേക്ക്ഫാസ്റ്റ് പെട്ടെന്ന് കുക്ക് ചെയ്ത് കൊടുക്കുന്നു. അത് വലിയ വിശപ്പിൽ അവൻ കഴിക്കാനായി വന്നിരിക്കുന്നുണ്ടെങ്കിലും വായി വെക്കാൻ കൊള്ളൂല. നീ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയ പറഞ്ഞ് കൊടുക്കുമ്പോഴാണ് അവൾക്ക് ഇത് കൊള്ളൂല എന്ന് മനസ്സിലാവുന്നത്. അവൾ ഇത് കൊള്ളൂല പക്ഷെ അത് കൊള്ളാന്ന് പറഞ്ഞ് വേറൊരു ഡിഷ് എടുത്ത് കഴിക്കാനായി കൊടുക്കുമ്പോൾ ഒന്നും തന്നെ കൊള്ളില്ല. എനിക്ക് വിശപ്പൊന്നും ഇല്ല ഒന്ന് പോയെന്നും പറഞ്ഞ് അവൻ അത് കഴിക്കാതെ മാറിപ്പോന്നു. പിന്നെ അവളെ കൊണ്ട് വീട് ക്ലീൻ ചെയ്യിക്കലും അങ്ങനെ പല കാര്യങ്ങളും ചെയ്യിക്കുന്നുണ്ട്. അവൾ കാരണം അവന്റെ കാല് വയ്യാതായതുകൊണ്ട് അവന് ചെയ്യാൻ പറ്റാത്തതിന് അവൾ ചെയ്തു കൊടുക്കണം എന്ന രീതിയിൽ. ക്ലീൻ ചെയ്യുന്നതിന്റെ ഇടയിൽ അവളുടെ കയ്യിൽ നിന്ന് ചില സാധനങ്ങൾ താഴെ വീണ് പൊട്ടുന്നൊക്കെ ഉണ്ട്. എന്തായാലും അവിടെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് രാത്രി അവനെ ഉറക്കാനായി കിടത്തിയതിനു ശേഷമാണ് അവൾ തിരിച്ച് അവളുടെ റൂമിലേക്ക് പോകുന്നത്. റൂമിലെത്തി അവൾ ഭയങ്കര ഡിസ്റ്റർബ് ആയിരുന്നു. ഒരു അബദ്ധം പറ്റിയെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇട്ട് പട്ടിപ്പണി എടുപ്പിക്കണം എന്നുള്ള രീതിക്കാണ് അവൾ അങ്ങനെ ഇരിക്കുന്നത്. അടുത്ത ദിവസം രാവിലെ തന്നെ കഴിഞ്ഞ ദിവസം നല്ല ജോലി എടുത്ത് ടയേർഡായി കിടന്നുറങ്ങുന്ന അവളുടെ ഫോണിലേക്ക് അവന്റെ കോൾ വരുന്നുണ്ട്. അങ്ങനെ വെളുപ്പിന് തന്നെ അവനെ കാണാൻ അവൾ പോകുമ്പോഴേക്കും അവൻ വലിയൊരു ബില്ല് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അവന്റെ കോട്ട് അവൾ നശിപ്പിച്ചതിനും കഴിഞ്ഞ ദിവസം ക്ലീൻ ചെയ്യുന്നതിന്റെ ഇടയിൽ സാധനം തള്ളിയിട്ട് പൊട്ടിച്ചതിനും ഒക്കെ കൂടി ചേർത്ത് ഒരു 1.5 ബില്ല്. ഇത്രയും കാശൊന്നും എനിക്ക് തരാനില്ല എന്ന് അവൾ പറയുമ്പോൾ ശരി നീ കാശ് തരണ്ട, ഇത് ഞാൻ മുതലാക്കിക്കോളാം, പക്ഷെ അതിന് പകരമായിട്ട് അതിനായി നീ എന്റെ സ്റ്റുഡന്റ് ആയി ചേരണം. നീ തായ്ചി അറിയാവുന്ന ഒരാളാണല്ലോ, ഞാൻ നിനക്ക് ബാക്കി ടെക്നിക്സും പഠിപ്പിച്ചു തരാം, ഞാനും ഒരു നല്ല തായ്ചി ഫൈറ്റർ ആണ്. അവൻ പറയുന്ന ടീം അവൾ അങ്ങനെയൊന്നും എനിക്ക് പെട്ടെന്നൊന്നും ജോയിൻ ചെയ്യാൻ സാധിക്കില്ല, എനിക്ക് ഒരു കാര്യത്തിൽ എന്റെ മുത്തശ്ശന്റെ അഭിപ്രായം കേട്ടേ പറ്റും, മുത്തശ്ശനോട് ചോദിക്കാതെ നടക്കില്ല എന്ന് പറയുമ്പോൾ നീ മുത്തശ്ശനെ കാണാൻ പോകാനായിട്ട് വണ്ടിയൊക്കെ അറേഞ്ച് ചെയ്യും, ഞാൻ പോയി സംസാരിക്കാന്ന് അവനും പറയുന്നു. അങ്ങനെ സിയെ ഫോൺ ചെയ്ത് തനിക്കൊരു കാർ അറേഞ്ച് ചെയ്യാനായി ഫെങ് ആവശ്യപ്പെടുന്നു. തുടർന്ന് സിയ കാർ എടുക്കാനായി പോകുന്ന ഗ്യാപ്പിന് ഫെങ്ങും വേയും മുത്തശ്ശനെ കാണാൻ പോകാനായി റെഡി ആയിരിക്കാണ്. പക്ഷെ കാർ എടുത്തോണ്ട് വരുന്ന വഴിയില് ചെന്നിനെ കാണുമ്പോ പിന്നീട് ചെന്നിനോട് സംസാരിച്ച് സിയ ഫെങ്ങിന്റെയും വേയുടെയും കാര്യം മറക്കുന്നുണ്ട്. ചെന്നായിട്ട് ഈ കാറിന്റെ ടയർ കംപ്ലൈന്റ് ആയിരിക്കാണല്ലോ, കാറ്റ് കുറവാണല്ലോ എന്നിങ്ങനെ അവളോട് പറയുന്നുണ്ട്. അങ്ങനെ അതിന്റെ ഇടയിൽ ടയർ മാറ്റാൻ നോക്കി അവൾക്ക് വയ്യാഴിക വന്നു അവളെ സിക്ക് റൂമിലേക്ക് അവൻ കൂട്ടിക്കൊണ്ടുവന്നു. ഈ സമയത്ത് അവളിത് എന്താ വരാത്തെന്നറിയാതെ ഫെങ്ങും വേയും വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ ഇവർ തമ്മിൽ റൂമേഴ്സ് സ്പ്രെഡ് ആയിരിക്കുന്നത് കൊണ്ടാണ് വീണ്ടും ഇവർ ഒന്നിച്ച് കാണുമ്പോൾ ന്യൂസ് ഡിപ്പാർട്ട്മെന്റിലെ കുട്ടികൾ അവരുടെ ഫോട്ടോസ് ഒക്കെ എടുക്കാനായി നിൽക്കുന്നുണ്ട്. ഈ പാപ്പരാസികളെ സെലിബ്രിറ്റീസ് പോകുമ്പോൾ അവരുടെ പിറകെ നടക്കില്ലേ അതേ കണക്ക്. എങ്ങനെ ഇവിടെ നിന്ന് രക്ഷപ്പെടും, ഇവളെന്ത് വരാത്തെന്ന് ടെൻഷൻ ആകുമ്പോഴേക്കും ആ വഴി ലിൻ കാറുമായി വരുന്നുണ്ട്. അവൻ ഇവരെ കണ്ട് ഇവരെങ്ങോട്ട് പോകാനായി നിൽക്കാന്ന് മനസ്സിലാക്കി ലിഫ്റ്റ് വേണോന്ന് ചോദിക്കുമ്പോൾ അവനോട് വലിയ താല്പര്യം ഇല്ലെങ്കിലും വേറെ വഴിയില്ല, ഇവരുടെ അടുത്ത് നിന്ന് രക്ഷപ്പെടണം അല്ലെങ്കിൽ റൂമേഴ്സ് വേറെ ലെവൽ പോവും. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവന്റെ വണ്ടി കയറി അവർ രണ്ടുപേരും യാത്രയാവുന്നു. ലിൻ ഫെങ് ഒരു തായ്ചി ഫൈറ്റർ ആണെന്ന രഹസ്യം കണ്ടെത്തിയ ആകെ പ്രശ്നവും. അങ്ങനത്തെ ഇപ്പോ ലിൻ തന്റെ കൈ കിട്ടിയിരിക്കുന്ന വേയും ഫെങ്ങിനെയും കൊണ്ട് നേരെ ഒരു ഇടത്തേക്ക് പോകുന്നു. അവിടെ ഫോട്ടോ എടുത്തിരുന്ന ആളുകളുടെ അടുത്ത് നിന്ന് രക്ഷപ്പെടാനായി പെട്ടെന്ന് ലിന്നിന്റെ വണ്ടിയിൽ ചെന്ന് കയറിയപ്പോ ഇങ്ങനെ ഒരു പ്രശ്നം അവിടെ സംഭവിക്കുമെന്ന് ഫെങ് കരുതിയിട്ടുണ്ടായിരുന്നില്ല. എവിടേക്കാ പോകുന്നതെന്ന് എങ്ങോട്ടോ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ കൊണ്ടുപോകുന്ന ആ ഒരു പോക്ക് ഫീൽ ചെയ്ത് അവൾ ചോദിക്കുമ്പോൾ എനിക്ക് ഇവനോട് കുറച്ച് കണക്കുകൾ തീർക്കാനായിട്ടുണ്ട്, അതിനുവേണ്ടി കൊണ്ടുപോവുകയായിരുന്നു എന്നാണ് ലിന്നിന്റെ മറുപടി. എന്തായാലും അങ്ങനെ ലിൻ ഇവരെ കൊണ്ടുപോകുന്നത് ഒരു ഗോഡൌണിലാണ്. അവിടെ ലിന്നിന്റെ ആളുകൾ ഉണ്ടായിരുന്നു. വണ്ടിയിൽ നിന്ന് വേ ഇറക്കി അവനെ ഉപദ്രവിക്കാനായി ലിൻ ഒരുങ്ങുമ്പോഴേക്കും അവൾ അവനെ പിടിച്ച് തള്ളുന്നുണ്ട്. നീ എന്ത് കാണിക്കുന്നതെന്ന് ഫെങ് ദേഷ്യപ്പെടുമ്പോഴേക്കും ഫെങ് അന്ന് തള്ളിയതേ ഉള്ളെങ്കിലും അത് വളരെ പവർഫുൾ ആയ ഒരു തള്ളായിരുന്നു. ലിന്നിന് ഒരു ഡൗട്ട്, ഇവളാണോ ആ തായ്ചിയിലെ പെൺകുട്ടി എന്നത്. കാരണം തന്റെ ബോക്സിംഗിലെ പിള്ളേരെ വേയെ പ്രൊട്ടക്ട് ചെയ്യാനായി ഒരു പെൺകുട്ടി അടിച്ചു അവൾ തായ്ചി ഫൈറ്റർ ആണ് എന്നത് ലിന്നിന് മനസ്സിലായിട്ടുണ്ടായിരുന്നെങ്കിലും
ആരാണത് എന്നത് അവൻ അറിയില്ലായിരുന്നല്ലോ. ഇപ്പോ ഇവളാണോന്നൊരു ഡൗട്ടിന്റെ പേരിൽ അവൻ അവളെ വീണ്ടും അറ്റാക്ക് ചെയ്യാനായി നോക്കുമ്പോ ലിൻ ഫെങ് ഒരു തായ്ചി ഫൈറ്റർ ആണെന്ന രഹസ്യം കണ്ടെത്തിയ ആകെ പ്രശ്നവും. ലിൻ ഇവരെ കൊണ്ടുപോകുന്നത് ഒരു ഗോഡൌണിലാണ്. അവിടെ ലിന്നിന്റെ ആളുകൾ ഉണ്ടായിരുന്നു. വണ്ടിയിൽ നിന്ന് ഇറക്കി അവനെ ഉപദ്രവിക്കാനായി ലിൻ ഒരുങ്ങുമ്പോഴേക്കും അവൾ അവനെ പിടിച്ച് തള്ളുന്നുണ്ട്. നീ എന്ത് കാണിക്കുന്നതെന്ന് ഫെങ് ദേഷ്യപ്പെടുമ്പോഴേക്കും ഫെങ് അന്ന് തള്ളിയതേ ഉള്ളെങ്കിലും അത് വളരെ പവർഫുൾ ആയ ഒരു തള്ളായിരുന്നു. ലിന്നിന് ഒരു ഡൗട്ട്, ഇവളാണോ ആ തായ്ചിയിലെ പെൺകുട്ടി എന്നത്. കാരണം തന്റെ ബോക്സിംഗിലെ പിള്ളേരെ അവയെ പ്രൊട്ടക്ട് ചെയ്യാനായി ഒരു പെൺകുട്ടി അടിച്ചു അവൾ തായ്ചി ഫൈറ്റർ ആണ് എന്നത് ലിന്നിന് മനസ്സിലായിട്ടുണ്ടായിരുന്നെങ്കിലും ആരാണത് എന്നത് അവൻ അറിയില്ലായിരുന്നല്ലോ. ഇപ്പോ ഇവളാണോന്നൊരു ഡൗട്ടിന്റെ പേരിൽ അവൻ അവളെ വീണ്ടും അറ്റാക്ക് ചെയ്യാനായി നോക്കുമ്പോൾ അവനെയും അവന്റെ ആളുകളെയും അവൾ അടിച്ചിരുന്നു. അതോടുകൂടി അവൻ ഉറപ്പിക്കുന്നുണ്ട് ഇവൾ തന്നെയാണ് ആ ഫൈറ്റർ പെൺകുട്ടി എന്നത്. ഇത് ഞാൻ എല്ലാരോടും പറയുമെന്നും പറഞ്ഞ് ഇവൾ ഐഡന്റിറ്റി രഹസ്യമാക്കി വെക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് എന്നത് മനസ്സിലായിട്ടുണ്ടായിരുന്ന അവൻ ആ രീതിയിൽ അവളോട് സംസാരിക്കുമ്പോഴേക്കും ഒരു പേന എടുത്ത് അവളുടെ കയ്യിൽ കൊടുക്കുന്നവയെ നിന്റെ കഴിവ് തെളിയിക്കാനായി പറയുമ്പോഴേക്കും അവൾ അതെടുത്ത് അവന്റെ മുഖം നിറയെ കുത്തി വരച്ചു കൊടുത്താണ് വണ്ടിയുമായി അവിടെ നിന്ന് പോകുന്നത്. അങ്ങനെ വേയും ഫെങ്ങും ആ വണ്ടിയിൽ ഫെങ്ങിന്റെ മുത്തശ്ശനെ കാണാനായി പോകുന്ന സമയം അവൾ മുത്തശ്ശനെ ഫോൺ ചെയ്ത് മുത്തശ്ശൻ ഞാൻ എന്റെ ഒരു ഫ്രണ്ടിനെയും കൂട്ടി മുത്തശ്ശനെ കാണാനായി വന്നുകൊണ്ടിരിക്കുകയാണെന്ന് അറിയിക്കുന്നു. ഇതേ ടീം ലിന്നിന്റെ മാത്രമായിരുന്നില്ല, അവന്റെ കൂടെയുള്ളവരുടെ മുഖത്തെല്ലാം അവൾ കുത്തി വരച്ചിട്ടുണ്ടായിരുന്നു. അവന്മാര് പെട്ടെന്നൊന്നും ഈ മുഖം അങ്ങനെ പുറത്തു കാണിക്കുന്ന രീതിയിൽ അവിടെ നിന്ന് പോരുത് എന്ന ഒരു കാര്യം കൊണ്ട് അങ്ങനെ എന്തായാലും മുത്തശ്ശനെ കാണാനായി ഫെങ്ങും വേയും എത്തുമ്പോഴേക്കും ഫെങ് ഒരു പയ്യനെയും കൂട്ടി വീട്ടിൽ വന്നിരിക്കുമ്പോ മുത്തശ്ശൻ ഒരു ഫ്രണ്ടിനെയും കൊണ്ട് വരുന്നു എന്നല്ലേ ഇവള് പറഞ്ഞത്. ഇവൾക്ക് ഇങ്ങനെ പയ്യന്മാരും ഫ്രണ്ട്സ് ആയിട്ടുണ്ടോ എന്ന രീതിക്ക് ഒന്ന് നമ്പറക്കുന്നുണ്ട്. അങ്ങനെ ഒരു പയ്യനെയും ഇന്ന് വരെ ഫ്രണ്ട് എന്ന് പറഞ്ഞ് അവൾ കൂട്ടിക്കൊണ്ട് വന്നിട്ടില്ല. എന്തായാലും അങ്ങനെ ഇവിടെ കോൺവെർസേഷൻ നടക്കുമ്പോഴേക്കും കാർ ഇപ്പൊ കൊണ്ടുവരാന്ന് പറഞ്ഞ് പോയിട്ടുണ്ടായിരുന്ന സിയുടെ ഒരു വിവരവും ഇതുവരെ ഇല്ലാത്തത് കൊണ്ട് തന്നെ സിയെ ഫോൺ ചെയ്ത് ഫെങ് കാറൊക്കെ സെറ്റായി നീ ഇനി കാർ കൊണ്ടുവരണ്ടെന്ന് പറയുന്ന ടീം എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം പറ്റി, കാറിന്റെ ടയറും പഞ്ചറായി, ഞാൻ പിന്നെ ഇപ്പൊ ഹോസ്പിറ്റലിൽ ഒന്ന് മറിഞ്ഞു വീണു എന്നൊക്കെ പറഞ്ഞ് അവൾ കാര്യങ്ങൾ പറയുമ്പോൾ ഓക്കെ ഒരു കുഴപ്പമില്ല ഞാൻ കാര്യം പറഞ്ഞേ ഉള്ളൂ എന്നും പറഞ്ഞ് ഫെങ് കോള് കട്ട് ചെയ്യുന്നു. ഹോസ്പിറ്റലിൽ സിയുടെ കൂടെ ചെൻ ഉണ്ടായിരുന്നല്ലോ. ചെൻ അവളുടെ കാലിൽ പുരട്ടാനുള്ള ഓയിൽമെന്റ് ഒക്കെ വാങ്ങിച്ചു കൊണ്ടേ കൊടുക്കുമ്പോൾ അവളാകട്ടെ എന്തായാലും അവന്റെ നമ്പർ ഒന്ന് തരുമോ എന്ന് ചോദിക്കുകയാണ്. അത് കിട്ടുന്ന വലിയ ഉറപ്പുണ്ടായിട്ട് ചോദിക്കുന്നതല്ല, ഇനി കിട്ടിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ആവശ്യത്തിനൊന്ന് എമർജൻസിയിൽ വിളിക്കാലോ എന്ന രീതിക്കാണ് അവൾ ചോദിക്കുന്നത്. പക്ഷെ ആക്ച്വലി അതല്ല അവളുടെ ഉദ്ദേശം, അവന്റെ നമ്പർ വേണം, അവനോട് അവൾക്ക് ഒരു ഇഷ്ടമുണ്ട്, അതുകൊണ്ടാണ് അവൻ അങ്ങനെ നമ്പർ ഒക്കെ തന്നെ അവൾക്ക് കൊടുക്കുന്നത്. തുടർന്ന് ഇവിടെ കാര്യങ്ങൾ അങ്ങനെ നടക്കുമ്പോഴേക്കും അങ്ങനെ മുത്തശ്ശന്റെ അടുത്ത് എത്തിയ ശേഷം മുത്തശ്ശൻ ഇവര് വരുന്നു എന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഫെങ്ങിനും കൂടെ വരുന്ന ആൾക്കും കഴിക്കാനായിട്ടുള്ള ഫുഡൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് കഴിക്കുന്ന വേക്ക് അത് ഭയങ്കരമായി ഇഷ്ടപ്പെടുന്നു, നല്ല സ്വാദുണ്ടെന്നൊക്കെ അവൻ മുത്തശ്ശനോട് പറയുന്ന കൂട്ടത്തിൽ തന്നെ ചിലർക്കൊന്നും ഫുഡേ ഉണ്ടാക്കാൻ അറിയില്ല, വായി വെക്കാൻ കൊള്ളിൽ ഉണ്ടാക്കുന്നതൊക്കെ എന്ന് കമന്റ് അടിക്കുന്നുണ്ടായിരുന്നു. ആ കമന്റ് അടിക്കുന്നത് ഫെങ്ങിനെയാണെന്ന് കേൾക്കുന്ന മുത്തശ്ശനും അവൾക്കും ഒക്കെ മനസ്സിലാകുന്നുണ്ട്. അതേ മോനെ ഇവക്കെ കഴിക്കാനേ അറിയൂ, ഒന്നും ഉണ്ടാക്കാൻ അറിയില്ല എന്ന് മുത്തശ്ശനും നൈസായി അവളെ കളിയാക്കുന്നു. അങ്ങനെ അവർ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിരുന്ന് സംസാരിക്കുന്ന സമയം ഇതുപോലെ തന്റെ ട്രെയിനി ആക്കാൻ ഈ ഫെങ്ങിന്റെ കാര്യത്തിൽ മുത്തശ്ശൻ പെർമിഷൻ തരുമെന്നൊക്കെ ചോദിച്ചു സംസാരിക്കുമ്പോൾ മുത്തശ്ശൻ അതില് വലിയൊരു എതിർപ്പൊന്നും കാണിക്കുന്നില്ല. എന്തുകൊണ്ടോ മുത്തശ്ശൻ സമ്മതിക്കുന്നു. അങ്ങനെ അന്ന് അവർക്ക് അവിടെ നിന്ന് മടങ്ങി പോകാൻ കഴിയില്ല, അവിടെ തന്നെ സ്റ്റേ ചെയ്യണം. അപ്പൊ അവിടെ ഇരുന്ന് കുറെ നേരം വേയും മുത്തശ്ശനും ഒക്കെ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ സംസാരിച്ചിരിക്കുന്നിടത്ത് നിന്ന് പിന്നീട് അവർ ഉറങ്ങാനായി പോകുമ്പോൾ കട്ടിലെ തന്നെ കിടക്കണമെന്ന് വാശി പിടിക്കുകയായിരുന്നു വേ. അവന് കാലും കൂടി വയ്യാത്തത് കൊണ്ട് ആ വാശിക്ക് വഴങ്ങി കൊടുക്കേണ്ട ഒരു അവസ്ഥയിൽ മനസ്സില്ലാ മനസ്സോടെ ഫെങ് എത്തുന്നു. ആ വീട്ടിലെ 2 റൂമേ ഉള്ളൂ, ഒന്ന് മുത്തശ്ശൻ കിടക്കാണ്, മറ്റേത് അവളുടെ റൂമാണ്. അതുകൊണ്ട് തന്നെ അവളുടെ കട്ടിൽ അവന് കിടക്കാനായി കൊടുത്ത് അവൾ ഹോളിലാണ് അന്ന് കിടന്നുറങ്ങുന്നത്. അടുത്ത ദിവസം രാവിലെ ഇവർ മുത്തശ്ശനോട് ടാറ്റൊക്കെ പറഞ്ഞ് തിരിച്ച് യൂണിവേഴ്സിറ്റിയിലേക്ക് പോകുന്നു. യൂണിവേഴ്സിറ്റിയുടെ അവിടെ അടുത്തായി തന്നെ ഒരു നോ പാർക്കിംഗ് ഏരിയ ഉണ്ട്. അവിടെയാണ് കറക്റ്റായി വണ്ടി പാർക്ക് ചെയ്യുന്നത്. ഇവിടെ വണ്ടി ഇട്ടാൽ മതി, പോലീസ് വന്ന് ഓണറിന് വണ്ടി കൊടുത്തോളൂന്ന്. ഈ വണ്ടി ലിന്നിന്റേതായതുകൊണ്ടും ഇവൻ ഈ വണ്ടിയിൽ ഇവരെ കൂട്ടിക്കൊണ്ടുപോയി അപകടത്തിലാക്കാൻ നോക്കിയതുകൊണ്ടും തിരിച്ച് അവനിട്ടൊരു പണി ഇരിക്കട്ടെ എന്ന ആ ഒരു രീതിക്ക് തന്നെ വേ സംസാരിക്കുന്നു. അങ്ങനെ വേയും ഫെങ്ങും ആ വണ്ടി അവിടെ ഇട്ടിട്ട് അവിടെ നിന്ന് പോകുന്ന സമയത്ത് പോലീസ് ഈ വണ്ടി അവിടെ നോ പാർക്കിംഗിൽ കിടക്കുന്നത് കണ്ടത് പൊക്കാനായി വരുന്നുണ്ട്. ഈ സമയം അതിലൂടെ നടന്നു പോകുന്ന ലിന്നും അവന്റെ ഗ്യാങ്ങും ലിന്നിന്റെ വണ്ടി പോലീസ് ടോൾ ചെയ്യുന്നത് കാണുന്നുണ്ടെങ്കിലും അവനൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. അപ്പൊ പോയി കഴിഞ്ഞാൽ ഇവനല്ല ഇട്ടതെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നോ പാർക്കിംഗിൽ വണ്ടി ഇട്ടതിന് പണി കിട്ടുമെന്ന് അവനറിയാം. അങ്ങനെ പിന്നീട് നമ്മൾ ലിന്നിനെ കാണുമ്പോൾ ലിൻ അവിടുത്തെ ബോക്സിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ലീഡർ ആണെങ്കിലും അവന് മുകളിൽ ഒരാളുണ്ട്. അത് ആരാണെന്ന് നമ്മളെ കാണിക്കുന്നില്ല. പക്ഷെ അയാൾ അവനെ ഫോൺ ചെയ്ത് വേയുടെ കാര്യത്തിൽ നീ ഒരു തീരുമാനം ഇതുവരെ ഉണ്ടാക്കിയില്ലേ, എത്രയും പെട്ടെന്ന് അവന്റെ കഥ കഴിക്കാൻ നോക്കുക, അവനുണ്ടെങ്കിൽ അത് അപകടമാണെന്നൊക്കെ പറഞ്ഞവിടെ അവൻ ഏലി പിരികേറ്റുന്നു. അങ്ങനെ അപ്പോഴേക്കും തന്റെ പെയിന്റിംഗ് ആണെന്നും പറഞ്ഞ് ഫെങ് സബ്മിറ്റ് ചെയ്ത് അവളുടെ മുത്തശ്ശന്റെ പെയിന്റിംഗ് ഉണ്ടല്ലോ അത് വീണ്ടും വലിയ ഡിസ്കഷനായി മാറുന്നുണ്ട് യൂണിവേഴ്സിറ്റിയിൽ. യൂണിവേഴ്സിറ്റിയെ റെപ്രസെന്റ് ചെയ്ത് ഒരു പ്രോഗ്രാമിലേക്ക് അവളുടെ പെയിന്റിംഗ് ആണ് ഇവർ ഇവിടെ നിന്ന് അയക്കുന്നത്. തുടർന്ന് ആ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാനായി ഒരു അവസരവും ഫെങ്ങിന് വരുന്നു. അവിടെ പോകുന്ന സമയത്താണ് അവൾ അവിടെ വെച്ച് യു എന്നൊരു പയ്യനെ പരിചയപ്പെടുന്നത്. യുവിനാകട്ടെ അവളോട് വളരെ വലിയൊരു ഇംപ്രഷൻ തോന്നുന്നുണ്ട്. അവൾ ഒരു ഫസ്റ്റ് ഇയർ സ്റ്റുഡന്റ് ആയിട്ടും ഇത്രയും മനോഹരമായൊക്കെ പെയിന്റിംഗ് ചെയ്യുന്നുണ്ടല്ലോ എന്ന ഒരു കാര്യം ഓർത്ത്. ഈ പെയിന്റിങ്ങിന്റെ കാര്യത്തിൽ അവൾക്ക് വലിയൊരു കള്ളമുള്ളത് കൊണ്ട് തന്നെ അവൾ കൂടുതലൊന്നും അവിടെ സംസാരിക്കാൻ നിൽക്കാതെ പെട്ടെന്ന് തന്നെ അവൻ ഇഗ്നോർ ചെയ്ത് പോകുന്നു. അങ്ങനെ അതിനുശേഷം അവൾ കാരണം കാല് വയ്യാതായ വേയെ കാണാനായി അവന്റെ താമസ സ്ഥലത്തേക്ക് പോകുമ്പോഴേക്കും അവൾ അപ്പ് വരും എന്നത് അവൻ അറിയില്ലായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ അവൾ ആകെ ഷോക്ക് ആവുന്ന ഒരു കാഴ്ചയാണ് അവിടെ കാണുന്നത്. അവന്റെ കാലിന് ഒരു കുഴപ്പമില്ല, അവന്റെ പയറ് പോലെ നടക്കുന്നു. അവൻ തന്നോട് കള്ളം പറഞ്ഞതാണ് എന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ അവനോട് ദേഷ്യപ്പെട്ട് അവൾ പോകുന്നു. അവൻ എന്തോന്ന് അവളോട് പറയാനേ ഒരുങ്ങുന്നുണ്ട്, എന്തിനാണ്
എന്തിനാണ് ഇങ്ങനെ അവളോട് കാലിന് ഒരു കുഴപ്പമില്ലാഞ്ഞിട്ടും ഡോക്ടറിനെ കൊണ്ടും കള്ളം പറഞ്ഞ് ഇങ്ങനെ അഭിനയിച്ചതെന്ന് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യാനേ അവൻ ഒരുങ്ങുന്നുണ്ടെങ്കിലും അവനോടുള്ള കലിപ്പിൽ അത് കേൾക്കാതെ അവൾ പോവുകയാണ്. അങ്ങനെ അവൾ അവളുടെ റൂമിലിരിക്കുന്ന സമയം അവൻ ഫോൺ ചെയ്യുന്നു. ഇങ്ങനെ പിണങ്ങി പോവാതെ ഞാൻ പറയാന്നും പറഞ്ഞ് അവൻ എന്തോ പറയാൻ വരുമ്പോഴേക്കും എനിക്കൊന്നും കേൾക്കണ്ടെന്ന് പറഞ്ഞ് അവൾ കോൾ കട്ട് ചെയ്യാൻ ഒരുങ്ങുമ്പോഴാണ് അവന്റെ താമസ സ്ഥലത്ത് അവനെ ആരോ ആക്രമിക്കുന്ന ശബ്ദം അവൾ കേൾക്കുന്നത്. ആക്ച്വലി അവൾ കേട്ട കണക്ക് തന്നെ വീട് താമസ സ്ഥലത്ത് അവൻ അറിയാതെ ആരോ കടന്നു കൂടിയിട്ടുണ്ടായിരുന്നു. ആൾ അവനെ അറ്റാക്ക് ചെയ്യാനായി നോക്കുന്നു. അവൻ തിരിച്ച് ചേർത്ത് നിൽക്കുന്നുണ്ടെങ്കിലും അവന് പഴയ പോലെ നന്നായി ഒന്നും ഫൈറ്റ് ചെയ്യാനായി സാധിക്കുന്നില്ല. ഈ സമയം ഈ ശബ്ദം കേൾക്കുന്ന അവൻ എന്തോ പ്രശ്നമുണ്ടല്ലോ എന്ന് ടെൻഷനായി വേഗം അങ്ങോട്ടേക്ക് പുറപ്പെടുന്നുണ്ടെങ്കിലും അപ്പോഴേക്കും താഴ്ചയിലെ ആ ഒരു പുതിയ 2 സ്റ്റുഡൻസ് അങ്ങോട്ടേക്ക് എത്തുന്നു. അവർ വന്ന ശേഷമാണ് വേയെ അടിച്ചുകൊണ്ടിരുന്ന ആൾ അവിടെ നിന്ന് എസ്കേപ്പ് ആയി പോകുന്നത്. പക്ഷെ പോകുന്ന പോക്കിൽ അവന്റെ എന്തോ ഒരു സാധനം താഴെ വീണിട്ടുണ്ടായിരുന്നു. ആള് മുഖം മറച്ചാണ് ഫൈറ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ആരാണ് എന്താണെന്ന് പിടുത്തം കിട്ടിയിട്ടില്ല. എന്തായാലും ആ കിട്ടിയ സാധനം അവർ വേയെ ഏൽപ്പിച്ച് ഇത് ആരുടേതാണെന്ന് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ, ആരായിരിക്കും ഇപ്പൊ വന്നിരിക്കുന്നതെന്ന് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരു ഐഡിയ ഇല്ല, ആരാണെന്ന് അറിയില്ല എന്നല്ല അവൻ പറയുന്നുണ്ട്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് അവൾ ഓടി എത്തുന്നത്. കുഴപ്പമൊന്നും ഇല്ലാന്ന് കാണുമ്പോൾ അവൾക്ക് ആശ്വാസമാവുന്നുണ്ടെങ്കിലും അവളെ ഇവിടെ കണ്ടവിടെ ശരി നടക്കട്ടെ ഞങ്ങൾ പോട്ടെ എന്നുള്ള രീതിയിൽ അവർ രണ്ടുപേരും ഇവർക്കിടയിൽ എന്തോ ഉണ്ടെന്ന് ആ ഒരു റൂമേഴ്സ് വിശ്വസിച്ച് അവിടെ നിന്ന് പോകുന്നുണ്ട്. അല്ല നീ എന്തിനാ എനിക്ക് എന്തോ പ്രശ്നമാണെന്ന് കണ്ടപ്പോൾ ഉടനെ ഓടി വന്നതെന്ന് അവൻ കളിയാക്കുമ്പോ ഞാനേ നിന്നെ കാണാനായിട്ട് അങ്ങനെ ടെൻഷനിൽ ഓടി വന്നൊന്നും അല്ല, എന്നോട് കള്ളം പറഞ്ഞില്ലേ, അതിനെന്തോ ഒരു എക്സ്പ്ലനേഷൻ തരാന്ന് പറഞ്ഞില്ലേ, അത് കേൾക്കാൻ വേണ്ടി മാത്രം വന്നതാണെന്ന് അവൾ പറയുന്നുണ്ട്. ആക്ച്വലി അവൻ എന്തോ അപകടം പറ്റിയെന്ന് കേട്ടപ്പോൾ സത്യത്തിൽ ടെൻഷനിൽ വന്നതാണ്. പക്ഷെ അത് ഓപ്പണായി സമ്മതിക്കുന്നില്ല. അങ്ങനെ അവിടെയുള്ള സമയം പെട്ടെന്ന് അവൻ ഒരു വയ്യാഴിക വരുന്നു. തുടർന്ന് അവൻ ഞാൻ ഒന്ന് കിടക്കട്ടെ എന്ന് പറഞ്ഞ് മാറിപ്പോകുമ്പോൾ അവളാകട്ടെ അവിടെ നിന്ന് പോകാനേ ഒരുങ്ങുന്നുണ്ടെങ്കിലും എന്തോ ഇനി അവൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും എന്നൊരു പേടി വരുന്നതുകൊണ്ട് തന്നെ അവൾ പോവാതെ അവിടെ തന്നെ നിൽക്കാണ്. അത് മനസ്സിലാക്കുന്ന അവനാകട്ടെ അവൾക്ക് അടുത്ത ദിവസം ക്ലാസ്സിൽ കുറച്ച് പഠിച്ചുകൊണ്ട് പോകാനുണ്ട് എന്നറിയാവുന്നത് കൊണ്ട് അവൾക്ക് ഇവിടെ ഇരുത്തി അതൊക്കെ പഠിപ്പിച്ചു കൊടുക്കാണ്. അങ്ങനെ അടുത്ത ദിവസം ക്ലാസ്സിലേക്ക് ഫെങ് പോകുമ്പോഴേക്കും ഒരു പുതിയ സ്റ്റുഡന്റ് അവിടെ എത്തുന്നു. ആ പയ്യനെ കാണുന്ന അവൾ ഇവനാണല്ലോ ഞാൻ കഴിഞ്ഞ ദിവസം ആ പെയിന്റിങ്ങിന്റെ പ്രോഗ്രാമിന് പോയപ്പോൾ പരിചയപ്പെട്ടത് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. അവന്റെ പേര് യു എന്നാണ്. അങ്ങനെ ഇവിടെ വെച്ച് ഇവർ സംസാരിക്കുമ്പോൾ ക്ലാസ് തുടങ്ങി കുറച്ച് കഴിഞ്ഞ് ഇവൻ ഇവിടെ വന്ന് ചേർന്നിരിക്കുന്നതുകൊണ്ട് തന്നെ അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ അവനെ കൊണ്ട് നടന്ന് കാണിച്ചു കൊടുക്കാനായിട്ടുള്ള ചുമതല ഇപ്പൊ ആ ക്ലാസ്സിലെ ടോപ്പ് സ്റ്റുഡന്റ് ആയി നിൽക്കുന്ന ഫെങ്ങിനെയാണ് സാർ ഏൽപ്പിക്കുന്നത്. അവന് വളരെ ഇൻട്രസ്റ്റിൽ എപ്പോഴും എല്ലാം കാണിക്കാൻ കൊണ്ടുപോകുന്നതെല്ലാം അവളോട് തിരക്കുമ്പോൾ അത് പിന്നെ ഇന്ന് കുറച്ച് തിരക്കുണ്ട് പിന്നീട് ഒരു ദിവസം ആവാം എന്നിങ്ങനെ അവൾ പറയുന്നു. കാരണം ഇന്ന് അവൾ വേയുടെ അടുത്ത് പഠിക്കാൻ പോകാമെന്ന് സമ്മതിച്ച ദിവസമാണ്. അവന്റെ അടുത്ത് ട്രെയിനിങ്ങിന് അവൾ പോകാം എന്നത് മുത്തശ്ശനോടൊക്കെ സംസാരിച്ച് സമ്മതിപ്പിച്ച കാര്യമാണല്ലോ. അതുകൊണ്ട് തന്നെ അവൾക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. അതുമാത്രമല്ല അവന്റെ കോട്ട് നശിപ്പിച്ചതിനും വീട്ടിലുള്ള എന്തോ ഒരു സാധനം പൊട്ടിച്ചതിനും ഒക്കെ കൂടി പകരമായിട്ടാണ് അവൾ ഈ ട്രെയിനിങ്ങും എടുക്കുന്നത്. അങ്ങനെ അവന്റെ അടുത്തേക്ക് അവൾ പോകുമ്പോഴേക്കും അവനാകട്ടെ ആ ഒരു വെള്ളച്ചാട്ടം ഒക്കെയുള്ള ശാന്തസുന്ദരമായ സ്ഥലത്തേക്കാണ് അവളെ വിളിച്ചുകൊണ്ട് പോകുന്നത്. എത്ര ശക്തിയിൽ ഈ വെള്ളം ഒഴുകിയാലും ഈ കല്ലുകളൊക്കെ അതേപടി നിൽക്കുന്നുണ്ടോ അതേപോലെ വേണം നമ്മുടെ മനസ്സ്. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പതറാതെ നിന്നാലേ നമുക്ക് നല്ലൊരു താഴ്ച ഫൈറ്റർ ആവാൻ സാധിക്കും. അത് വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് അവളോട് പറയുന്നു. കൂടാതെ അവൾ വേറെ ഒന്നിലും അങ്ങനെ ശ്രദ്ധിക്കരുതെന്നും എപ്പോഴും ട്രെയിനിങ്ങും കാര്യങ്ങളും ആയിരിക്കണം അവളുടെ മനസ്സിലെന്നും ഓർമ്മപ്പെടുത്തുന്ന അവൻ അവളുടെ ഫോൺ എടുത്ത് അതിന്റെ റിംഗ് ടൂൺ ഒക്കെ മാറ്റിക്കുന്നുണ്ട്. അവന്റെ തന്നെ വോയിസ് റെക്കോർഡ് ചെയ്ത് ഹാർഡായി ട്രെയിൻ ചെയ്യണം, ഹാർഡ് വർക്ക് ചെയ്യണം എന്നിങ്ങനെ ഒരു റിംഗ് ടൂൺ അവന്റെ വോയിസിൽ റെക്കോർഡ് ചെയ്ത് ഇടാണ്. അതൊന്നും അവൾക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. എന്തേ കാണിക്കുന്നതെന്ന് അവൾ ചോദിക്കുമ്പോൾ ഇത് മാറ്റിയാല് പണിഷ്മെന്റ് ഉണ്ടെന്ന് ഒരു ട്രെയിനർ എന്ന ഭയങ്കര അധികാരത്തിൽ അവൻ അവളോട് സംസാരിക്കുന്നു. അങ്ങനെ അടുത്ത ദിവസമായിട്ട് രാവിലെ തന്നെ അവനാണ് അവളെ വിളിച്ചുണർത്തുന്നത്. വെളുപ്പിനെ തന്നെ അവളെ ട്രെയിനിങ്ങിന് അവൻ കൊണ്ടുവന്നു. വാമപ്പും ഫിസിക്കൽ എക്സസൈസുകളും റണ്ണിങ്ങും ഒക്കെ ചെയ്യിക്കുന്നുണ്ട്. അവളാണെങ്കിൽ ഒരു പരുവാവുന്നു. തനിക്ക് അത്യാവശ്യം ഫൈറ്റിംഗ് അറിയാം, പിന്നെ എന്തിനാണ് ഇതൊക്കെ തന്നെ കൊണ്ട് ചെയ്യിക്കുന്ന എന്ന രീതിക്ക് അവൾക്ക് അത് ഇഷ്ടപ്പെടുന്നേ ഇല്ല. കൂടാതെ അന്ന് കൂടുതൽ ടൈം തനിക്ക് ട്രെയിനിങ്ങിന് നിൽക്കാൻ സാധിക്കില്ല. ക്ലാസ്സിൽ ഒരു പുതിയ സ്റ്റുഡന്റിനെ ഇങ്ങനെ ഒരു ഹെൽപ്പ് ചെയ്യാനായിട്ട് പോകണമെന്ന് അവൾ പറയുമ്പോൾ അവൻ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കാണണമെങ്കിൽ അത് അവൻ തന്നെ പോയി കാണണ്ട, നീ ഒന്നും കൂടെ നടന്ന് കാണിക്കേണ്ട, നിനക്ക് ട്രെയിനിങ്ങിനുള്ള സമയം അങ്ങനെ കളയാൻ സാധിക്കില്ല എന്നായിരുന്നു വേ ഫെങ്ങിനോട് പറയുന്നത്. അങ്ങനെ എന്തെങ്കിലും ട്രെയിനിങ് മാത്രമല്ല പഠനത്തിലും അവളെ കുറേയേറെ വേ സഹായിക്കുന്നുണ്ട്. അത് സത്യത്തിൽ പെയിന്റിങ്ങിനെ പറ്റി വലിയ അറിവൊന്നും ഇല്ലാതെ എന്നാൽ മുത്തശ്ശന്റെ പെയിന്റിംഗ് ഒക്കെ കൊണ്ട് അവിടെ ഇപ്പൊ നല്ല പേര് എടുത്തിരിക്കുന്ന ഫെങ്ങിനെ സംബന്ധിച്ച് ഭയങ്കര ഉപകാരമുള്ള ഒരു കാര്യമായിരുന്നു. അങ്ങനെ അവൾ അങ്ങനെ ഈ ട്രെയിനിങ്ങും പഠനവും മുന്നോട്ട് കൊണ്ടുപോകുന്നതിന്റെ ഇടയിൽ അവളുടെ പുറകെ തന്നെയാണ് ആ പുതിയ സ്റ്റുഡന്റ് ആയ യു ഏറെ നേരവും നടക്കുന്നത്. അവൻ അവളോടുള്ള താല്പര്യം കൊണ്ടാണ് സത്യത്തിൽ ഇതേ സ്ഥലത്തേക്ക് തന്നെ അവൻ പഠിക്കാനും വന്നത്. അന്ന് ആ ഒരു പ്രോഗ്രാമിന്റെ ഇടയിൽ വെച്ച് കണ്ടപ്പോൾ തുടങ്ങിയ ഒരു താല്പര്യം. ഇവിടെ ഇവർ ഒന്നിച്ച് സംസാരിക്കുന്നതും കൂടാതെ അവൾ വേയുടെ കൂടെ ഉള്ളതും ഒക്കെ ആരൊക്കെയോ ഫോട്ടോ എടുത്തവരുടെ ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരേ സമയം രണ്ടുപേരെ ഡേറ്റ് ചെയ്യുന്നു എന്ന രീതിയിൽ അവളെ പറ്റി റൂമർ സ്പ്രെഡ് ആവുന്നു. ഒന്ന് വേയും ഒന്ന് യുവിനെയും. ഇതൊക്കെ കാണുന്ന വേയ്ക്കാകട്ടെ തന്നെ പറ്റി റൂമർ വന്നിരിക്കുന്നതിൽ കുഴപ്പമില്ല, പക്ഷെ ആ യുവിനെയും കൂടി ചേർത്ത് ഫെങ്ങിന്റെ പേരിൽ റൂമർ വന്നിരിക്കുന്നത് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ യുവിന് അവളോട് എന്തെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അത് വേണ്ടെന്ന മട്ടില് അവന്റെ മുമ്പ് വെച്ച് ഇത് അവസാനിപ്പിക്കുന്നതാണ് നല്ലത്, അവനൊരു കോമ്പറ്റീഷനായി നിൽക്കേണ്ട എന്ന മട്ടില് അവിടെ ആറ്റിറ്റ്യൂഡ് ഇടുന്നുണ്ട്. ഇതേ ടീം യു ഫെങ്ങിന് അങ്ങനെ വിട്ടുകൊടുക്കാൻ സാധിക്കില്ല, അവൾക്ക് വേണ്ടിയാണ് ഞാൻ ഇവിടെ പഠിക്കാൻ വന്നത്, അവളെ കൊണ്ട് ഞാൻ പോകുന്നുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡിലായിരുന്നു ഉണ്ടായിരുന്നത്. അവളാണെങ്കിൽ ഇവരുടെ രണ്ടുപേരുടെ ഇടയിലാകെ പെട്ടുപോകുന്നുണ്ട്. അവൾക്ക് ഇവരെ രണ്ടുപേരെയും ചേർത്ത് തന്നെ പറ്റി റൂമേഴ്സ് വരുന്നത് ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ ഇരിക്കാണ് ന്യൂ ഇയർ എത്തുന്നത്. ചെറിയൊരു അവധി കിട്ടുമ്പോൾ അവൾ മുത്തശ്ശന്റെ കൂടെ ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യാനായി വീട്ടിലേക്ക് പോകുന്നു. അവിടെ അവരുള്ള സമയം ഈ വീടും മുത്തശ്ശനെയും ഒക്കെ അറിയാവുന്ന വേ അങ്ങോട്ടേക്ക് ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യാനായി അവരുടെ കൂടെ എത്തുന്നു. ആ സമയം അവൾക്ക് യുവിന്റെ മെസ്സേജ് വരുന്നുണ്ടായിരുന്നു. എനിക്കിവിടെ അങ്ങനെ ഫ്രണ്ട്സ് ഒന്നുമില്ല, ന്യൂ ഇയർ ആയിട്ടൊന്നും
ഒന്ന് പുറത്തൊന്ന് കറങ്ങാൻ പോകാനായി കൂടെ വരാമോ എന്ന രീതിക്ക്. ഇതൊക്കെ തന്നെ വേ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും യു ചോദിച്ച കണക്ക് തന്നെ അവന്റെ കൂടെ ന്യൂ ഇയർ സെലിബ്രേഷന് വേണ്ടി സിയും കൂട്ടിയാണ് ഫെങ് പോകുന്നത്. അങ്ങനെ അവർ ഹാപ്പിയായി ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യുന്നു. ഇതിനുശേഷം യൂണിവേഴ്സിറ്റിയിലേക്ക് ചെല്ലുമ്പോഴും അവൾക്ക് ഭയങ്കരമായ പ്രശ്നം വേയുമായിട്ടുള്ള അവളുടെ അടുപ്പത്തിന്റെ പേരിൽ ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. ഇവരൊക്കെ റൂമർ പറയുന്ന കണക്ക് അവർക്കിടയിൽ അങ്ങനെ റിലേഷൻഷിപ്പ് ഒന്നും ഇതുവരെ ഇല്ലെങ്കിലും പഠിക്കാനും അവന്റെ കൂടെ ട്രെയിനിങ്ങിനും മറ്റുമായൊക്കെ അവൾ കുറെ സമയം ചെലവഴിക്കുന്നത് കൊണ്ട് തന്നെ ഇവർ മിക്കവാറും ഒന്നിച്ചാണ്. അതിന്റെ പേരിൽ ഒരുപാട് റൂമേഴ്സ് കേൾക്കുന്നു. നേരിട്ട് ഫെങ്ങിനോട് പറയാനുള്ള ബുദ്ധിമുട്ട് പോലെ ഇനി ഫെങ്ങിനോട് പറഞ്ഞാൽ അത് വേ എന്തെങ്കിലും പ്രശ്നമാക്കിയാലോ എന്ന് പേടിച്ച് ജിന്നൊക്കെ ഫെങ്ങിന്റെ റൂംമേറ്റും അവളുടെ ബെസ്റ്റ് ഫ്രണ്ടുമായിട്ടുള്ള സിയയാണ് മര്യാദയ്ക്ക് നിന്റെ ഫ്രണ്ടിനോട് അടങ്ങി ഒതുങ്ങി നിൽക്കാൻ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ടോർച്ചർ ചെയ്യുന്നത്. ഈ സമയം സിയെ അവരിൽ നിന്ന് ഹെൽപ്പ് ചെയ്യാനായി ഇത് കണ്ട് ചെന്നും എത്തുന്നു. അങ്ങനെ ഇവിടെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും ഫെങ്ങിനെ പറ്റിയ വലിയൊരു രഹസ്യം ലിൻ അറിയുന്നുണ്ട്. വേയെ മുഖം മറിച്ച് ഒരാൾ അറ്റാക്ക് ചെയ്യാൻ വന്നിരുന്നല്ലോ, അതേ ആളാണ് ആ ഒരു കാര്യം ലിന്നിനോട് പറയുന്നത്. വേയെ എപ്പോഴൊക്കെ ഇവർ അറ്റാക്ക് ചെയ്യാൻ നോക്കിയാലും ഇപ്പോഴെല്ലാം അവനെ രക്ഷപ്പെടുത്തുന്നത്, അതായത് അവന്റെ ഈ മടങ്ങി വരവിന് ശേഷം എപ്പോഴൊക്കെ അറ്റാക്ക് ചെയ്യാൻ നോക്കിയാലും അവനെ കൂടെ നിന്ന് രക്ഷപ്പെടുത്തുന്നത് ഫെങ് ആണ്. അവളെ ഒഴിവാക്കിയാൽ അവനെ നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കും. അവൾ ഇവിടെ അഡ്മിഷൻ എടുത്തത് തന്നെ വലിയൊരു കള്ളം പറഞ്ഞ ആ കള്ളം പുറത്തു കൊണ്ടുവന്നാൽ അവളുടെ ശല്യം ഇവിടെ നിന്ന് ഇല്ലാണ്ടാവും. പിന്നെ നമ്മൾ വിചാരിക്കുന്ന കണക്ക് വേയെ നമുക്ക് ഇല്ലാണ്ടാക്കാൻ സാധിക്കുന്നായിരുന്നു അവരവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അങ്ങനെ ഈ ഒരു പെയിന്റിങ്ങിന്റെ രഹസ്യം ഒരു വലിയ ഇഷ്യൂ ആക്കി മാറ്റി ഫെങ്ങിനെ അവിടെ നിന്ന് പുറത്താക്കുന്ന രീതിക്ക് കാര്യങ്ങൾ കൊണ്ടുവരാനായി ലിന്നാകട്ടെ ജിന്നിന് വേയുടെയും ഫെങ്ങിന്റെയും കാര്യത്തിൽ നല്ല ഇഷ്ടക്കേടുണ്ട്. അവൾ ഫെങ്ങിനെ ശത്രുവായിട്ടാണ് കാണുന്നത് എന്ന് അറിയാവുന്നതുകൊണ്ട് ജിന്നിന്റെ അടുത്ത് പോയി പറഞ്ഞു കൊടുക്കുന്നു. ജിൻ ഈ കാര്യം അവളുടെ ഡിപ്പാർട്ട്മെന്റിലെ എല്ലാവരെയും അറിയിക്കുന്നു. സാറൊക്കെ അങ്ങനെ ആകെ ഭയങ്കര ദേഷ്യത്തില് ഇവൾ കള്ളം പറഞ്ഞ് പറ്റിച്ചു എന്നത് ചോദ്യം ചെയ്യാനായി നിൽക്കുന്നുണ്ട്. അങ്ങനെ പെയിന്റിങ്ങിന്റെ കാര്യം കള്ളമല്ല, ഇത് അവൾ വരച്ച പെയിന്റിംഗ് അല്ലല്ലോ, അവൾ പറഞ്ഞ കണക്ക് ഇത് അവളുടെ മുത്തശ്ശന്റെ പെയിന്റിംഗ് അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ആക്ച്വലി ഇത് മുത്തശ്ശന്റെ പെയിന്റിംഗ് ആണ്, പക്ഷെ ഞാൻ പറ്റിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്തതല്ല. ഞാൻ അവിടെ നിന്ന് പുറപ്പെടുമ്പോൾ പെയിന്റിംഗ് എടുത്തത് മാറിപ്പോയതാണ്. പിന്നെ ഇവിടെ വന്നപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്ന് കണ്ടപ്പോൾ എനിക്കിത് തുറന്ന് പറയാനേ ഒരു സാഹചര്യം കിട്ടിയില്ല എന്നത് അവൾ പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഇവൾ ഒരു കഴിവുമില്ലാത്തവളാണ്. ഇവൾ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടേ പറ്റുന്ന ആ ഒരു അവസരം മുതലെടുക്കാനായി ജിൻ നോക്കുമ്പോഴേക്കും അവിടെ ഈ പ്രശ്നം നടക്കുന്നത് അറിഞ്ഞ് വേ എത്തുന്നുണ്ട്. അവൾക്കൊരു അവസരം കൊടുക്കണമെന്നും അവൾ വളരെ ടാലന്റഡ് ആയ ഒരാൾ തന്നെയാണ്. അവൾക്ക് ഒരു കാര്യം മാറിപ്പോയി അബദ്ധം പറ്റിയതിൽ അവളെ ടോർച്ചർ ചെയ്തിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് അവളുടെ കഴിവ് പ്രൂവ് ചെയ്യാനായി അവൾക്ക് ഒരു അവസരം കൊടുക്കണം. അതിൽ നിങ്ങളെ ഇംപ്രസ് ചെയ്യാനായി അവൾക്ക് സാധിച്ചില്ലെങ്കിൽ അവൾ ഇവിടെ നിന്നും പറഞ്ഞു വിട്ടോ, അല്ലാതെ ഒരു എടുത്തു ചാടിയുള്ള നടപടിയല്ല എടുക്കേണ്ടതെന്ന് അവൻ പറയുമ്പോൾ അതിനൊരു അവസരം എടുക്കാനായി സാറും തയ്യാറാവുന്നു. പക്ഷെ അവൾക്കാണെങ്കിൽ ആകെ പേടിയാവുന്നുണ്ട്. ആ ഒരു അവസരം താൻ നന്നായി ഉപയോഗിച്ചില്ല, താൻ നന്നായി പെർഫോം ചെയ്തില്ലെങ്കിൽ തന്റെ അവസ്ഥ എന്താകുമെന്ന് ഓർത്ത് അവൾ ടെൻഷൻ ആകുമ്പോഴേക്കും അവൾക്ക് അതിന് വേണ്ട ട്രെയിനിങ് കൊടുക്കാനായി അവൻ തയ്യാറായിരുന്നു. അത്രയും ദിവസം മാർഷൽ ആർട്സിൽ കൊടുത്തിരുന്ന ട്രെയിനിങ് അവസാനിപ്പിച്ച് പിന്നീട് അവന് നല്ലൊരു ആർട്ടിസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ നന്നായി അവളെ ഈ മാർഷൽ ആർട്സ് സംബന്ധമായ ചില പെയിന്റിങ്സ് എങ്ങനെ ചെയ്യണം എന്നതിലായിരുന്നു അവൻ ട്രെയിനിങ് കൊടുക്കുന്നത്. അങ്ങനെ ആ ഒരു കോമ്പറ്റീഷന്റെ ദിവസം എത്തുന്നു. അവളുടെ സ്കില്ല് പ്രൂവ് ചെയ്തില്ലെങ്കിൽ ഇവിടെ നിന്ന് അവൾ പുറത്താവുന്നതായിരിക്കും. ഇവിടെ പഠിക്കുക, വലിയൊരു ആർട്ടിസ്റ്റ് ആവുന്നത് അവളുടെ വലിയ ആഗ്രഹമായിരുന്നു. അത് നടക്കോ ഇല്ലയോ എന്ന് ഇതിന്റെ റിസൾട്ട് വരുമ്പോൾ അറിയാം. കാണുന്നത് അങ്ങനെ ആ ഒരു കോമ്പറ്റീഷന്റെ ദിവസം എല്ലാവരുടെയും മുന്നിൽ വെച്ച് പെയിന്റ് ചെയ്യുകയായിരുന്നു ഫെങ്. ഈ സമയം ജിന്നൊക്കെ ആ ഒരു കോമ്പറ്റീഷൻ കാണാനായി അവിടെ നിൽപ്പുണ്ട്. കാരണം എന്തെങ്കിലും പഴുതുണ്ടെങ്കിൽ ആ പേരിൽ ഇവിടെ നിന്ന് ഫെങ്ങിനെ പുറത്താക്കാനായി പ്രശ്നം ഉണ്ടാക്കണമല്ലോ, അതിനായി. പക്ഷെ ആ ഒരു സമയത്ത് നന്നായി പെയിന്റ് ചെയ്തുകൊണ്ടിരുന്ന ഫെങ്ങിനെ വളരെയേറെ ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു കാര്യം ഉണ്ടായി. അവൾ പെയിന്റ് ചെയ്തിരുന്ന ആ ഒരു മേശ അവിടെ ഒടിഞ്ഞു വീഴുന്നു. അത് യാദൃശികമായി സംഭവിച്ചതല്ല, മറിച്ച് ഓൾറെഡി ആ മേശയ്ക്കിട്ട് ഒരു പണി കൊടുത്തവിടെ ജിൻ വെച്ചിരുന്നായിരുന്നു അത് ഒടിഞ്ഞു വീണത് ആകെ കുളമാകാനേ. പക്ഷെ അങ്ങനെ ഒരു സമയം ആദ്യം ഒന്ന് അവൾ ണ്ടെങ്കിലും അവിടെ നിൽക്കുന്ന അവയെ കാണുമ്പോൾ അവന്റെ ആ നോട്ടം അവൾക്ക് നൽകുന്ന ആ ഒരു കോൺഫിഡൻസ് കൊണ്ട് തറയിലുള്ള ആ ഒരു പേപ്പറിൽ അവൾ അങ്ങനെ ഇരുന്ന് പടം വരയ്ക്കുകയാണ്. എന്തായാലും വളരെ മനോഹരമായി തന്നെ അവരുടെ ഒരു ട്രഡീഷണൽ പെയിന്റിംഗ് അവിടെ വരയ്ക്കാനായി അവൾക്ക് സാധിക്കുന്നു. ലൈവായി തന്നെ അവൾ അത് ചെയ്തതുകൊണ്ട് അവൾ ടാലന്റഡ് ആണെന്ന് തന്നെ അത് കണ്ടു നിന്നവർക്ക് സമ്മതിക്കേണ്ടി വരുന്നു. അങ്ങനെ വലിയൊരു പ്രശ്നത്തിന് അവൾ ഇവിടെ രക്ഷപ്പെട്ടിരിക്കുകയാണ്. വളരെ ഇമോഷണൽ ആയ ഒരു നിമിഷമായിരുന്നു ഫെങ്ങിനെ സംബന്ധിച്ചത്. അവൾ പെട്ടെന്ന് വളരെ സങ്കടം വന്ന് കരയുന്നൊക്കെയുണ്ട്. എന്തായാലും അതിനൊക്കെ ശേഷം പുറത്ത് ഫുഡ് കഴിക്കാനായി ഫെങ്ങും വേയും പോകുന്നു. ഒരുവിധം പറഞ്ഞാൽ വേ ഉള്ളതുകൊണ്ട് മാത്രമാണ് ആ ഒരു പെയിന്റിംഗ് കോമ്പറ്റീഷനിൽ തനിക്ക് നന്നായി പെർഫോം ചെയ്യാൻ സാധിച്ചത് എന്നത് അവൾക്കറിയാം. അതുകൊണ്ട് തന്നെ അവനോട് വളരെയേറെ താങ്ക്സ് പറയുന്നു. അങ്ങനെ അതിനുശേഷം അടുത്ത ദിവസം യു വിളിച്ചത് പ്രകാരം ഫെങ്ങും യുവിന്റെ കൂടെ ഒന്ന് പുറത്തു പോകുന്നുണ്ട് ഷോപ്പിങ്ങിനായി. അവന്റെ ഏതോ ഒരു ഫ്രണ്ടിന് ഗിഫ്റ്റ് എടുക്കാനായി ഇവരൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുമോ എന്ന് ചോദിച്ചാൽ അവൻ വിളിച്ചതാണ്. അങ്ങനെ അവിടെ വെച്ച് ഷോപ്പിങ്ങിനിടയിൽ ഇവരുടെ ഫോട്ടോസ് ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. യുവും ഫെങ്ങും ഒന്നിച്ചുള്ള ചില ഫോട്ടോസ് കാണുന്ന വേക്ക് അത് തീരെ ഇഷ്ടപ്പെടുന്നില്ലെങ്കിലും അവൻ അതിനെ പറ്റി ഒന്നും ചോദിക്കുന്നില്ല. ഇതേ ടീം ആദ്യം ഇവിടെ സബ്മിറ്റ് ചെയ്ത ഒരു പെയിന്റിംഗ് ഉണ്ടല്ലോ ഫെങ്, അത് എങ്ങനെയോ കീറിപ്പോയി എന്ന് പറഞ്ഞ സാർ അവളോട് അടുത്തൊരു പെയിന്റിംഗ് ആവശ്യപ്പെട്ടിരുന്നു. അതെടുക്കാനായിട്ട് അവൾ രഹസ്യമായി വീട്ടിലേക്കൊക്കെ പോവുകയും ചെയ്തിരുന്നു. ആക്ച്വലി ആ ഒരു പെയിന്റിംഗ് ആണ് ഭയങ്കര രീതിയിൽ ഫെങ്ങിന് അവിടെ റീച്ച് കൊടുത്തത്. അവൾ അത് വരച്ചത് അല്ലെങ്കിൽ പോലും അതിന്റെ പേരിലാണ് അവൾ അവിടെ ഏറ്റവും വലിയൊരു ഡിസ്കഷനിലേക്ക് കടന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ പേരിൽ കുശുമ്പായിട്ടുണ്ടായിരുന്ന ജിന്നാണ് ആ ഒരു പെയിന്റിംഗ് കീറിയത് എന്നതിന്റെ ഒരു തെളിവ് കളക്ട് ചെയ്യാനായി വേക്ക് സാധിക്കുകയും വേ അത് അവരുടെ സാറിനെ കൊണ്ടേ കാണിക്കുകയും ചെയ്യുന്നു. അങ്ങനെ വേയുടെ കൂടെ ഫെങ്ങിന്റെ ദിവസങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. അവൻ കൂടെ ഉള്ളപ്പോൾ അവൾക്ക് പ്രത്യേകിച്ച് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അവിടെ കഴിഞ്ഞു
ഒഴിഞ്ഞു പോകാനായി സാധിക്കുന്നുണ്ട്. കാരണം എന്തെങ്കിലും അവൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്നൊരു സാഹചര്യം മനസ്സിലാക്കുമ്പോഴേ അവനത് നടക്കാതെ നോക്കുന്നതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമില്ലാതെ കാര്യങ്ങൾ പോകുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഞാൻ ഈ പറഞ്ഞത് ജിന്നിന്റെ കാര്യമാണ്. ജിൻ പലപ്പോഴും ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായി നോക്കിയപ്പോഴും അതൊക്കെ തന്നെ വേ ഉള്ളത് കൊണ്ട് മാത്രമാണ് നടക്കാതെ പോയത്. കൂടാതെ അവൾക്ക് നന്നായി തന്നെ ട്രെയിനിങ്ങും കൊടുക്കുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം പതിയെ തന്റെ ഹെൽത്ത് ഒക്കെ ഒന്ന് ഓക്കെ വരുന്നു എന്ന് തോന്നുന്ന വേ ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്നതിനെ പറ്റി യൂണിവേഴ്സിറ്റിയിൽ അവന്റെ ചില സാറുമാരോട് സംസാരിച്ചിരുന്നു. അന്ന് തിരിച്ചെത്തുന്ന അവൻ കൂടെ ഉണ്ടായിരുന്ന ഫെങ്ങിനോട് സംസാരിച്ചിരിക്കുമ്പോഴേക്കും മാസ്ക് ധരിച്ച ഒരാളെത്തി അവനെ ആക്രമിക്കുകയാണ്. ഫെങ്ങിന് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമെന്നെ വേ ചെറുത്തു നിൽക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അവന്റെ കാലിന് സാരമായി പരിക്കേൽക്കുന്നു. ഫെങ് വന്ന് ഇയാളെ തടയാനും ആരാണിതെന്ന് നോക്കാനുമായി ശ്രമിക്കുമ്പോഴേക്കും അയാളുടെ മുഖം വ്യക്തമാവും എന്നൊരു സാഹചര്യം എത്തുമ്പോഴേക്കും അവിടെ നിന്ന് ഓടിപ്പോകുന്നു. തുടർന്ന് ഡോക്ടറൊക്കെ എത്തുന്നുണ്ട്. ഈ ഒരു കാര്യം അറിഞ്ഞ് ചെന്നും മറ്റു കുട്ടികളും ഒക്കെ എത്തുന്നുണ്ട്. മരുന്ന് വാങ്ങാനായി ഡോക്ടർ പറഞ്ഞു വിട്ടത് പ്രകാരം പുറത്തേക്ക് ഫെങ് പോയിട്ടുണ്ടായിരുന്നു. മടങ്ങിയെത്തുന്ന അവൾ ഡോക്ടർ ചെന്നിനോട് ഈ ഒരു അവസ്ഥയിൽ കാല് സാരമായി തന്നെ വേയ്ക്ക് പരിക്കേറ്റിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ പോയാല് വേയ്ക്ക് നടക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോലും അവന്റെ കാലെത്തും, വളരെ വീക്കാണ് അവൻ എന്ന കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവൾക്ക് അത് കേട്ട് വളരെ ടെൻഷനാവുന്നു. ഒരു തായ്ചി ഫൈറ്റർക്ക് ഒരിക്കലും ഇരുന്നുകൊണ്ട് അങ്ങനെ ഫൈറ്റിങ്ങും കാര്യങ്ങളും നന്നായി ചെയ്യാനേ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ആയി കഴിഞ്ഞാൽ പിന്നെ അവൻ ഈ ഫൈറ്റിങ്ങിൽ നിന്ന് പൂർണ്ണമായി മാറിപ്പോവേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തുമെന്ന് അവൾക്കറിയാം. ഒരുപക്ഷെ ഇതൊക്കെ അറിയാവുന്ന മറ്റാരോ വേയെ പൂർണ്ണമായും ഈ ഫൈറ്റിങ്ങിൽ നിന്ന് മാറ്റാനായി അവൻ പങ്കെടുക്കാൻ പോകുന്ന കോമ്പറ്റീഷന്റെ കാര്യമൊക്കെ അറിഞ്ഞ് അതിൽ നിന്ന് കംപ്ലീറ്റ് ആയി അവനെ പിന്തിരിപ്പിക്കാനായി ആയിരിക്കാം അവന്റെ കാലിന് തന്നെ ടാർഗറ്റ് ചെയ്ത് പണി കൊടുത്തതെന്നും അവൾ മനസ്സിലാക്കുന്നു. തായ്ചി ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് എന്ന ആ ഒരു പൊസിഷനിൽ നിന്ന് വേ അവന്റെ സ്വന്തം ഇഷ്ടപ്രകാരം അവന്റെ ആരോഗ്യാവസ്ഥയൊക്കെ കണക്കിലെടുത്ത് മാറിയെങ്കിലും ആ കുട്ടികളെ വലിയ കോമ്പറ്റീഷനൊക്കെ തയ്യാറെടുപ്പിക്കാനായി അവൻ മുന്നോട്ട് വന്നിരിക്കുകയായിരുന്നു ഇങ്ങനൊരു സംഭവം ഉണ്ടായത്. എന്തായാലും അതുകൊണ്ട് തന്നെ തായ്ചി ഡിപ്പാർട്ട്മെന്റിലെ കുട്ടികളൊക്കെ തന്നെ ഇനി വരാൻ പോകുന്ന കോമ്പറ്റീഷനിൽ വേ അവർക്ക് ട്രെയിനിങ് നൽകാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ല ഉള്ളത്. പിന്നീട് എന്താവും അവരുടെ അവസ്ഥ, എങ്ങനെ അവർ കോമ്പറ്റീഷന് പ്രിപ്പയർഡ് ആയി പോകുന്നൊക്കെ ടെൻഷൻ ആകുമ്പോഴേക്കും വേ ഇല്ലെങ്കിലും നമ്മൾ അത് ചെയ്തല്ലേ പറ്റൂ. കൂടാതെ വേ ഇപ്പൊ ഇല്ലാന്ന് പറഞ്ഞ് നമ്മൾ ഇതിൽ നിന്ന് പിന്മാറിയാൽ വേക്ക് അത് വളരെ സങ്കടമാവുകയുള്ളൂ. വേ കാരണമാണോ ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് ഓർത്ത്. അതുകൊണ്ട് നമ്മൾ എത്രയും പെട്ടെന്ന് നമ്മളായി തന്നെ ഇത് പ്രാക്ടീസ് ചെയ്ത് നമ്മുടെ ബെസ്റ്റ് കൊടുത്ത് വിജയിക്കാനായി നോക്കണമെന്ന് തന്നെ അവരെ ചെൻ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇവിടെ ഇങ്ങനെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും വേയെ അറ്റാക്ക് ചെയ്ത ആ ഒരു ബ്ലാക്ക് മാസ്ക് ഒക്കെ ധരിച്ച് മുഖമൊക്കെ മറച്ചു വന്ന ആ ഒരു അജ്ഞാത വ്യക്തി വേയെ അറ്റാക്ക് ചെയ്ത ശേഷം നേരെ പോകുന്നത് ലിന്നിനെ കാണാനായിട്ടാണ്. ലിന്നിന്റെ കയ്യിൽ വേയുടെ അടുത്ത് നിന്ന് അവർ ആക്രമിക്കുന്നതിന്റെ ഇടയിൽ കരസ്ഥമാക്കിയ എന്തോ ഒരു ബുക്ക് ഏൽപ്പിക്കുന്നുണ്ട്. അത് തായ്ചി സംബന്ധപ്പെട്ട എന്തോ ഒരു ബുക്കാണെന്ന് വ്യക്തമാണ്. എന്തായാലും ഇപ്പൊ തായ്ചി ടീം മൊത്തത്തില് പ്രശ്നത്തിലാണ് എന്ന് മനസ്സിലാക്കുന്ന ഫെങ് നേരെ വേയുടെ അടുത്തേക്ക് ചെന്ന് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഞാൻ തായ്ചിയിൽ ചേരട്ടെ എന്ന് ചോദിക്കുകയാണ്. അതായത് അവനിപ്പോ ഒഫീഷ്യലി അതിന്റെ ഹെഡായിട്ടല്ല നിൽക്കുന്നത്, എന്നിരുന്നാൽ പോലും അവന് അത് എല്ലാമാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്ന അവൾ സത്യത്തിൽ അവന് വേണ്ടിയും ആ തായ്ചയോടുള്ള ഒരു ഇഷ്ടം കൊണ്ടുമാണ് അവരുടെ ടീം വിജയിക്കണം, അവരുടെ ടീമിനെ ചതിയിലൂടെ ഇങ്ങനെ വേയൊക്കെ ഉപദ്രവിച്ച് തോൽപ്പിക്കാനായി നോക്കുന്നവർക്കെതിരെ ഇത് ചെയ്യണം. ഇത് ശരിയായുള്ള ഒരു കാര്യമല്ലല്ലോ. മത്സരിക്കുമ്പോൾ നേരിട്ട് ഏറ്റുമുട്ടി തോക്കുന്ന കണക്കല്ല ചതിച്ച് തോൽപ്പിക്കാനായി നോക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്കെതിരെ അത് ആരാണ് എന്താണെന്ന് അറിയില്ലെങ്കിലും ഇത് ചെയ്യണമെന്ന് തോന്നിയിട്ടാണ് ഫെങ് ആ കാര്യം വേയോട് ചോദിക്കുന്നത്. ഇതുവരെ അവൾ നല്ലൊരു തായ്ചി ഫൈറ്റർ ആണ് എന്നത് മറ്റുള്ളവർ അറിയുന്നതിനോട് അവൾക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോ അവൾ ഇത് ചോദിക്കുമ്പോൾ അവളുടെ മുത്തശ്ശന്റെ അടുത്ത് നിന്ന് അവൾ പഠിച്ച ആ ഒരു കാര്യങ്ങളും ഒപ്പം തന്നെ വേ അവൾക്ക് നൽകിയ ട്രെയിനിങ്ങിലും ഉള്ള ഒരു വിശ്വാസം കൊണ്ടും കൂടിയാണ് അവൾ ഇത് ചോദിക്കുന്നത്. എന്തായാലും ഇത് കേൾക്കുന്നവൻ നീ ഷുവർ ആണോ, നിനക്ക് തായ്ചി ഡിപ്പാർട്ട്മെന്റിൽ ചേരാൻ ഈ ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇതുവരെ ഇല്ലായിരുന്നു, പക്ഷെ ഇപ്പോൾ ഇൻട്രസ്റ്റ് ഉണ്ട്, കാരണം എനിക്ക് ആ ഡിപ്പാർട്ട്മെന്റിലുള്ളവരെ വലിയ ഇഷ്ടമാണെന്ന് അവൾ ഇങ്ങനെ പറയുമ്പോൾ അവൾ അവിടെ ഇൻഡയറക്റ്റ് ആയി പറയുന്നത് അവൾക്ക് വേയോട് തോന്നിയ ഒരു ഇഷ്ടത്തിന്റെ കാര്യമാണ്. വേയോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രമാണ് അവളിപ്പോ ഇതിന് തയ്യാറായിരിക്കുന്നത് എന്നതുമാണ്. എന്തായാലും ഇവിടെ ഇങ്ങനെ അതിന്റെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും എങ്ങനെയും വേയുടെ കാലിനുള്ള ട്രീറ്റ്മെന്റ് ചെയ്ത് അവൻ ഓക്കെ ആവണം എന്നൊരു കാര്യവും ഫെങ്ങിന്റെ പ്രയോറിറ്റി ലിസ്റ്റിലുണ്ടായിരുന്നു. അവൾ അതിനായി കുറച്ച് ട്രഡീഷണൽ ചൈനീസ് മെഡിസിനെ പറ്റിയൊക്കെ റിസർച്ച് ചെയ്യാനായി തുടങ്ങുന്നു. അതൊക്കെ തീർച്ചയായും അസുഖം ക്യൂർ ചെയ്യാനായി ഉപകരിക്കും, പക്ഷെ അത് കുറച്ച് ടഫായ മെത്തേഡ്സ് ആണ് അതിലുള്ളത്. അതൊക്കെ ഫോളോ ചെയ്യാൻ പാടാണ്, അതിന്റെ മരുന്ന് തയ്യാറാക്കി എടുക്കാൻ പാടാണ് എന്ന കാര്യങ്ങളൊക്കെ അവൾക്ക് അറിയാമെങ്കിലും അവളാകട്ടെ അവളുടെ മുത്തശ്ശന്റെ സഹായത്തോടു കൂടി അതിനുവേണ്ട കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുന്നു. അങ്ങനെ അത് പ്രകാരം ഏതാണ്ട് 1.5 മാസത്തോളം വേ ട്രീറ്റ്മെന്റിലായിരുന്നു. അതിനുശേഷം അവന്റെ കാലിന് നല്ല പ്രോഗ്രസ് ഉണ്ട്. ഇത്രയും പെട്ടെന്ന് താൻ പ്രാക്ടീസ് ചെയ്യുന്ന മെഡിസിനിലൂടെ അവന് ഒരു പ്രോഗ്രസ് ഉണ്ടാവില്ല എന്ന് ഉറപ്പുണ്ടായിരുന്ന ഡോക്ടർ ഇപ്പോ വേ ഈ ഒരു അവസ്ഥയിൽ കാണുമ്പോൾ വളരെ ഹാപ്പി ആവുന്നുണ്ട്. ഏറ്റവും നല്ല ചികിത്സാ രീതിയാണ് വേയ്ക്ക് വേണ്ടി ഫെങ് അവിടെ ഫോളോ ചെയ്തതെന്നും അതുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് ഇത്രയും നല്ല റിസൾട്ട് കിട്ടിയതെന്നും ഡോക്ടർ പ്രത്യേകം പറയുന്നു. അങ്ങനെ ഇപ്പൊ ഓക്കെ ആയിട്ടുണ്ടായിരുന്ന വേ വീണ്ടും ഫെങ്ങിനെ ട്രെയിനിങ് കൊടുക്കാനായി തുടങ്ങുന്നു. ഈ സമയത്ത് ഫെങ്ങിന്റെ കൂടെയുള്ള വേ ആരാണ് എന്ന് മുത്തശ്ശി മനസ്സിലാക്കുന്നു. മുത്തശ്ശി ഫെങ്ങിന്റെ യൂണിവേഴ്സിറ്റിയിലേക്ക് വന്ന സമയം അവിടെയുള്ള ഒരു പെയിന്റിംഗ് കണ്ട് ആ പെയിന്റിംഗിന്റെ അടിയിൽ അത് വരച്ച ആളുടെ പേര് കണ്ടാണ് അതിനെപ്പറ്റി അന്വേഷിച്ച് ഇത് ഇവിടെ പഠിക്കുന്ന ഫെങ് എന്നൊരു പെൺകുട്ടി കൊണ്ടുവന്നതാണ്. ആക്ച്വലി ഇത് അവൾ വരച്ചതല്ല, അവളുടെ മുത്തശ്ശൻ വരച്ച പെയിന്റിംഗ് ആണെന്നൊക്കെ അറിഞ്ഞാണ് മുത്തശ്ശി ആകെ കലിപ്പില്ല നേരെ ഫെങ്ങിനെ കാണാനായി എത്തുന്നത്. ആ സമയം വേ അവൾക്ക് തായ്ചി പഠിപ്പിച്ചു കൊടുക്കായിരുന്നു. തുടർന്ന് മുത്തശ്ശി വേയോട് ഇവളുമായി യാതൊരുവിധ കോണ്ടാക്റ്റും വേണ്ട, ഇവളുടെ മുത്തശ്ശൻ നമുക്ക് ഏറ്റവും വലിയൊരു ദ്രോഹം ചെയ്ത ഒരാളാ, ഇയാളുടെ പേരക്കുട്ടിയെ നീ തായ്ചി ഒന്നും പഠിപ്പിക്കണ്ടെന്ന് പറഞ്ഞ് ഷൗട്ട് ചെയ്യുമ്പോൾ എന്താ മുത്തശ്ശി പ്രശ്നമെന്ന് ഫെങ്
ഫെങ് ചോദിക്കുന്നുണ്ടെങ്കിലും മുത്തശ്ശി ഒന്നും പറയുന്നില്ല. മുത്തശ്ശി അതുമല്ല, ഇവളുടെ മുത്തശ്ശൻ ചെയ്ത പ്രശ്നത്തിന് അവൾ എന്ത് ചെയ്തു, അതുകൊണ്ട് അവളോട് ഇങ്ങനെ ദേഷ്യം കാണിക്കില്ല, ഇവൾ വളരെ നല്ല പെൺകുട്ടിയാണെന്നല്ല വേ പറയുന്നുണ്ടെങ്കിലും മുത്തശ്ശി അതൊന്നും കേൾക്കാതെ അവിടെ നിന്ന് ദേഷ്യത്തിൽ പോകുന്നു. എന്താണ് ഫെങ്ങിന്റെ മുത്തശ്ശനും തന്റെ മുത്തശ്ശിക്കും ഇടയിലുള്ള പ്രശ്നമെന്ന് വേയ്ക്ക് ഒരു ഐഡിയ ഇല്ല, ഫെങ്ങിനും അറിയില്ല. അതുകൊണ്ട് തന്നെ അവർ മുത്തശ്ശനോട് തന്നെ ചോദിക്കാന്നുള്ള രീതിയിൽ മുത്തശ്ശനെ കാണാനേ പോകുന്നു. അങ്ങനെ തന്നെ മുത്തശ്ശന്റെ പേര് പറഞ്ഞ് വേ ചോദിക്കുമ്പോഴേക്കും ആ പേര് കേൾക്കുന്ന ഫെങ്ങിന്റെ മുത്തശ്ശൻ ഒന്ന് ഷോക്ക് ആവുന്നുണ്ട്. ആ സമയത്താണ് ഇങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടോ എന്ന കാര്യം തന്നെ മുത്തശ്ശൻ അറിയുന്നത്. അതായത് വേയുടെ മുത്തശ്ശിയാണ് അവരെന്ന കാര്യം. എന്തായാലും ആ സമയം നമുക്ക് ഫ്ലാഷ് ബാക്ക് കാണാം. ഫെങ്ങിന്റെ മുത്തശ്ശന്റെ ചെറുപ്പകാലം. അദ്ദേഹത്തിന് തായ്ച്ചി പഠിക്കണമെന്ന് ഭയങ്കരമായ ആഗ്രഹം ഉണ്ടായിരുന്ന ഒരു സമയമായിരുന്നു അത്. അതിനായി പഠിപ്പിക്കാനായി പറ്റിയ ഗുരുക്കളെ അന്വേഷിച്ച് നടക്കുന്നു. ഈ തായ്ച്ചി പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളൊക്കെ തന്നെ രഹസ്യമായിട്ട് താമസിച്ചിരുന്ന ഒരു സമയമാണ്. അവർക്ക് തായ്ച്ചി അറിയാമെന്നത് പുറം ലോകത്ത് കാണിക്കാതെ ജീവിച്ചിരുന്ന ഒരു സമയം. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരാളെ കണ്ടെത്തുക എന്നത് വളരെ പാടുള്ള ഒരു കാര്യവുമായിരുന്നു. അങ്ങനെ ആളെ കണ്ടെത്താൻ സാധിക്കുന്നില്ല. പക്ഷെ തായ്ച്ചി പഠിക്കണമെന്ന അമിതമായ ആഗ്രഹമുണ്ട്. തുടർന്ന് ആകെപ്പാടെ അന്വേഷിച്ച് നടന്ന് വളരെ അവശനായി ഒരു സ്ഥലത്ത് മയങ്ങിപ്പോകുന്ന അദ്ദേഹത്തെ കണ്ടെത്തുന്നത് ഈ വേയുടെ മുത്തശ്ശിയാണ്. ഈ സമയം കൂട്ടിക്കൊണ്ടുപോയി ഭക്ഷണവും വെള്ളമൊക്കെ കൊടുത്ത് ഓക്കെ ആക്കുന്നുണ്ട്. അവരാകട്ടെ തായ്ച്ചി അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് മുത്തശ്ശൻ ചോദിക്കുമ്പോൾ ആദ്യം അറിയില്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിവാക്കി വിടാൻ നോക്കുന്നുണ്ട്. കാരണം ഈ മുത്തശ്ശി ഒരു തായ്ച്ചി എക്സ്പേർട്ട് ആയിരുന്നു. പക്ഷെ ഇയാൾക്ക് തായ്ച്ചി പഠിക്കണമെന്ന് ഭയങ്കരമായ ആഗ്രഹം ഉണ്ടെന്ന് മനസ്സിലാക്കി ഒടുക്കം പഠിപ്പിച്ചു കൊടുക്കാമെന്ന് സമ്മതിക്കുന്നു. അങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. ഈ സമയത്തൊക്കെ തന്നെ വളരെയേറെ ഒരു അടുപ്പം അദ്ദേഹത്തോട് മുത്തശ്ശിക്ക് തോന്നുന്നുണ്ടായിരുന്നു. പക്ഷെ ഈ പഠിപ്പിച്ച ശേഷം തന്നെ വിവാഹം കഴിക്കുമോന്ന് വേയുടെ മുത്തശ്ശിനോട് ആവശ്യപ്പെടുമ്പോൾ ഓൾറെഡി എനിക്ക് കല്യാണം, എനിക്ക് നിങ്ങളെ കല്യാണം കഴിക്കില്ല എന്ന് പറഞ്ഞ് അവോയ്ഡ് ചെയ്ത് പോവുകയായിരുന്നു ഫെങ്ങിന്റെ മുത്തശ്ശൻ. പറഞ്ഞിരുന്നില്ലേ, തായ്ച്ചി അറിയാവുന്ന ആളുകൾ വളരെ രഹസ്യമായ ഒരു കമ്മ്യൂണിറ്റിയിൽ താമസിക്കുന്ന സമയമായിരുന്നു അത്. കൂടാതെ അവർക്കിടയിൽ ഇത് പഠിപ്പിച്ചു കൊടുക്കുക, അതായത് അവരുടെ തലമുറയിൽപ്പെട്ടവർക്ക് അല്ലെങ്കിൽ അവരുടെ വീട്ടിലേക്ക് വിവാഹം കഴിച്ചെത്തുന്ന തായ്ച്ചി അറിയാത്തവർക്ക് ഇത് പഠിപ്പിച്ചു കൊടുക്കാം, കുടുംബത്തിലുണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാം എന്നിങ്ങനെ, അല്ലാതെ പുറത്തുനിന്ന് ഒരാൾക്ക് ഇത് പഠിപ്പിച്ചു കൊടുക്കാൻ പാടില്ല എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷെ ഇദ്ദേഹത്തോട് തോന്നിയ ഇഷ്ടം കൊണ്ട് അതൊക്കെ മറന്നാണ് ഇദ്ദേഹത്തെ തായ്ച്ചി പഠിപ്പിക്കാനായി വേയുടെ മുത്തശ്ശി തയ്യാറായത്. അങ്ങനെ പഠിപ്പിച്ചു കൊടുത്ത ശേഷം എന്നെ നിങ്ങൾ വിവാഹം കഴിക്കണം, അല്ലെങ്കിൽ അത് ഞങ്ങളുടെ വിശ്വാസത്തിന് എതിരാണെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ എന്റെ കല്യാണം ഓൾറെഡി കഴിഞ്ഞാണ്, നിങ്ങളെ എനിക്ക് കല്യാണം കഴിക്കാൻ സാധിക്കില്ല എന്നും പറഞ്ഞ് അവിടെ നിന്ന് ആ മുത്തശ്ശൻ ഒഴിഞ്ഞു മാറിപ്പോയി. ആ ഒരു ദേഷ്യവും തന്നെ പറ്റിച്ചു എന്നൊരു ഇഷ്ടക്കേടും ഒക്കെയാണ് വേയുടെ മുത്തശ്ശി ഇപ്പോ ഫെങ്ങിന്റെ മുത്തശ്ശനോട് കാണിക്കുന്നത്. എന്തായാലും ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന വേ മുത്തശ്ശനോട് എന്റെ മുത്തശ്ശിയോട് ഒന്ന് സംസാരിക്കോ, മുത്തശ്ശി സമ്മതിച്ചാൽ മാത്രമേ എനിക്ക് ഇവിടെ ട്രെയിൻ ചെയ്യിക്കാനായി സാധിക്കൂ, അല്ലെങ്കിൽ എനിക്ക് അതിന് സാധിക്കില്ല, അത് ചെയ്യരുതെന്ന് മുത്തശ്ശി പറഞ്ഞിരിക്കുകയാണെന്ന് അവൻ പറയുമ്പോൾ ഫെങ്ങിന് വേണ്ടി അതിനെപ്പറ്റി സംസാരിക്കാമെന്ന് മുത്തശ്ശൻ സമ്മതിക്കുന്നു. അങ്ങനെ മുത്തശ്ശൻ പോയി കണ്ട് സംസാരിക്കാൻ നോക്കുമ്പോഴും മുത്തശ്ശി ഭയങ്കര കലിപ്പിലാണ്. ശരിയാ തെറ്റാ, ഞാൻ നിങ്ങളുടെ കമ്മ്യൂണിറ്റി പെട്ട ഒരാളല്ല, ഞാൻ പുറത്തുനിന്ന് വന്ന ഒരാളാണ്, എന്നിട്ട് ഞാൻ തായ്ച്ചി പഠിക്കണമെന്നുള്ള ആഗ്രഹത്തിന്റെ പുറത്താണ് അങ്ങനെയൊക്കെ ചെയ്തത്, അത് തെറ്റ് തന്നെയാ, പക്ഷെ നമുക്കിടയിലെ വിദ്വേഷം അടുത്ത തലമുറയിലേക്കും കൈമാറണോ എന്നൊക്കെ ചോദിച്ച് മുത്തശ്ശൻ പറയുമ്പോഴും മുത്തശ്ശി കേൾക്കുന്നില്ല. മുത്തശ്ശി അമ്പിനും വില്ലിനും അടുക്കുന്നില്ല എന്ന് മനസ്സിലാക്കുന്ന വേ ആകട്ടെ അങ്ങനെ ഫെങ്ങിന് ഇപ്പൊ തായ്ച്ചി പഠിപ്പിക്കാതിരിക്കാനും അവന് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ മുത്തശ്ശി അറിയാതെ രഹസ്യമായി പഠിപ്പിക്കാമെന്നൊരു തീരുമാനത്തിലെത്തുന്നുണ്ട്. അങ്ങനെ അവൻ രഹസ്യമായി അവൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നു. പക്ഷെ ഇതിന്റെ ഇടയിൽ നമ്മുടെ കമ്മ്യൂണിറ്റി പെടാത്ത വേറെ ഏതോ ഒരു പെൺകുട്ടി ഇവിടെ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അവൾ രഹസ്യമായി കഴിയുന്ന ഒരു തായ്ച്ചി ഫൈറ്റർ ആണ് എന്ന രീതിയിൽ ആ രണ്ട് സ്റ്റുഡൻസ് ലിന്നിൽ നിന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അത് ആരാണെന്ന് കണ്ടുപിടിക്കാൻ അവർ ശ്രമിച്ചിരുന്നെങ്കിലും അവർക്ക് കൺഫേം ആയിട്ടുണ്ടായിരുന്നില്ല ആരാണെന്ന്. പക്ഷെ ഇപ്പൊ അവർക്ക് കൺഫേം ആവുന്നുണ്ട് അത് ഫെങ് ആണെന്ന്. ഫെങ്ങിന്റെ മുത്തശ്ശനാണ് പണ്ട് തങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ലേഡിയെ പറ്റിച്ച് തായ്ച്ചി പഠിച്ചത് എന്നും അവർക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. കാരണം അവരുടെ കമ്മ്യൂണിറ്റിയിൽ പണ്ട് ഇതുപോലെ ഒരു പറ്റിയ പരിപാടി നടന്നിട്ടുണ്ട്. കല്യാണം കഴിക്കാന്ന് പറഞ്ഞ് തായ്ച്ചി ടെക്നിക്ക് പഠിച്ച ശേഷം കല്യാണം കഴിക്കാതെ മുങ്ങി. നമ്മുടെ കമ്മ്യൂണിറ്റി റൂൾസിന് എതിരാണത്. ആ രീതിയിൽ ഇനി ആർക്കും അങ്ങനെ അബദ്ധം പറ്റരുതെന്ന് പറഞ്ഞ് ഈ കഥ എപ്പോഴും പ്രചരിക്കുന്ന ഒരു കാര്യമായിരുന്നു വേയുടെ മുത്തശ്ശിക്ക് പറ്റിയ ഒരു ചതിയുടെ കാര്യം. അതുകൊണ്ട് തന്നെ ഈ കുട്ടികൾക്കും അത് അറിയാം. ഇവർ പുതിയ ജനറേഷനിലെ കുട്ടികളാണല്ലോ, ഇവരത് മനസ്സിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർ ആ മുത്തശ്ശനെയും മുത്തശ്ശന്റെ തായ്ച്ചി അറിയാവുന്ന കൊച്ചുമകളെയും കണ്ടെത്തിയ കാര്യം അവരുടെ കമ്മ്യൂണിറ്റി ഹെഡ്സിനെ അറിയിക്കുന്നുണ്ട്. തുടർന്ന് അവരൊക്കെ കൂടി മുത്തശ്ശനെ കാണാനേ പോകുന്നു. ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയുടെ കാര്യം മനസ്സിലാക്കിയ നിങ്ങൾ ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിലെ ഒരാളെ ചതിച്ച് ഇവിടെ ഇങ്ങനെ ജീവിക്കുന്നത് ശരിയല്ല. നിങ്ങൾ ചതിച്ച് പഠിച്ച ആ ഒരു വിദ്യ നിങ്ങൾ മറക്കുക തന്നെ വേണം. തായ്ച്ചി പഠിച്ച ഒരു എക്സ്പേർട്ടിന് അത് മറക്കാനും കഴിയും. അതിനുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞ് മുത്തശ്ശനെ ഭീഷണിപ്പെടുത്തുന്ന സമയത്താണ് ഇവിടെ പ്രശ്നം നടക്കുന്ന അറിഞ്ഞ് വേഗം ഫെങ്ങിനെയും കൂട്ടി വരുന്നത്. പക്ഷെ വരുമ്പോഴേക്കും ആകെ വീക്കായി കിടക്കുന്ന മുത്തശ്ശനെയാണ് കാണുന്നത്. കാരണം മുത്തശ്ശൻ പഠിച്ച ടെക്നിക്സ് മറക്കാനായിട്ടുള്ള വിദ്യ മുത്തശ്ശന്റെ ശരീരത്ത് അവർ പ്രയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഇത് കണ്ട് ഫെങ് ദേഷ്യപ്പെടുമ്പോഴേക്കും നീ കൂടുതൽ ദേഷ്യപ്പെടണ്ട, ഇയാളും മറക്കും നീയും മറക്കണം, നീയും ഞങ്ങളുടെ കമ്മ്യൂണിറ്റി പെടാത്ത ഒരാളാണല്ലോ, നീയും ഇതൊന്നും പഠിച്ചു വെക്കാൻ പാടില്ലാന്ന് അവർ ഫെങ്ങിന് നേരെ തിരിയുമ്പോഴേക്കും ഫെങ് നമ്മുടെ കമ്മ്യൂണിറ്റി പെട്ട ഒരാളല്ലെന്ന് ആരാ പറഞ്ഞത്, അവളെ ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയാ, അതുകൊണ്ട് തന്നെ അവൾ തീർച്ചയായും നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി മാറാനായിട്ടുള്ള ഒരാളാ, അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവൾക്ക് തായ്ച്ചി ട്രെയിനിങ് നൽകുന്നത്, അതിൽ നിന്ന് അവളെ പിന്മാറ്റാനായി ആർക്കും അധികാരമില്ലാന്ന് ഇവയെ പറയുമ്പോൾ അവർ പിന്നെ ഒന്നും മിണ്ടാൻ സാധിക്കാതെ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇത് കേൾക്കുന്ന മുത്തശ്ശൻ മുൻ സത്യമാണോ പറഞ്ഞത്, തന്റെ പേരക്കുട്ടി തായ്ച്ചിന്ന് അകന്നു കഴിയേണ്ട ഒരു അവസ്ഥ വരില്ല എന്ന് ഇത് കേട്ട് വളരെ ഹാപ്പി ആവുന്നു. അതേ മുത്തശ്ശി, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞത്. അവൻ പറയുമ്പോഴേക്കും ഇവിടെ ഇവൻ ഇങ്ങനെ കല്യാണക്കാര്യം പ്രഖ്യാപിച്ചത് അറിഞ്ഞിട്ടുണ്ടായിരുന്നു അവന്റെ മുത്തശ്ശി ആകെ കലി ഇളകി അവനെ ഫോൺ ചെയ്യുന്നു. ഇപ്പൊ മുത്തശ്ശി
വിളിച്ച് നീ എന്ത് മനസ്സിൽ ഉറപ്പിച്ചോണ്ടാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? വെറുതെ അവൾക്ക് ട്രെയിനിങ് കൊടുക്കണമെന്നുള്ള പേരിൽ നീ അവളെ കല്യാണം കഴിക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞു അതൊന്നും അങ്ങനെ സമ്മതിച്ചു തരാൻ പറ്റില്ല എന്നൊക്കെ മുത്തശ്ശി പറയുമ്പോൾ ഞാൻ സീരിയസ് ആയിട്ടാണ് എന്റെയും ഫെങ്ങിന്റെയും കല്യാണ കാര്യത്തെ പറ്റി പറഞ്ഞത്. അവൾക്ക് ഞാൻ ട്രെയിനിങ്ങും കൊടുക്കാൻ താല്പര്യപ്പെടുന്നു, അവൾ എന്റെ ലൈഫ് പാർട്ട്ണറായി കൂടെ കൂട്ടാൻ ഞാൻ താല്പര്യപ്പെടുന്നു. അതാകുമ്പോൾ കുഴപ്പമില്ലാത്ത കാര്യമാണല്ലോ എന്നെല്ലാം അവൻ പറയുമ്പോൾ എങ്കിൽ അത് വാക്കാൽ ഞാൻ സമ്മതിക്കില്ല. അവളുടെ മുത്തശ്ശൻ വാക്ക് തെറ്റിച്ചു പോയ ഒരാളാണ്, അതുകൊണ്ട് തന്നെ അതിനായിട്ടുള്ള ചടങ്ങുകൾ നടത്തി വെക്കണം. എൻഗേജ്മെന്റ് കണക്ക് ഒരു ചടങ്ങ് അവരുടെ കമ്മ്യൂണിറ്റിയിലുണ്ട്. അതായത് ഇങ്ങനെ കല്യാണം കഴിക്കാൻ പോകുന്നു എന്ന പേരുള്ള ഒരാളെ നമ്മൾ താഴ്ച പഠിപ്പിക്കാനൊക്കെ താല്പര്യപ്പെടുന്നുണ്ട് കല്യാണത്തിന് മുന്നേ തന്നെ. അങ്ങനെയെങ്കിൽ അവർക്ക് എൻഗേജ്മെന്റ് നടത്തുമല്ലോ കല്യാണത്തിന് മുന്നേ. അതേ കണക്ക് ഈ താഴ്ച പഠിപ്പിക്കുന്നതിന് വേണ്ടി ഒരു ചടങ്ങ് നടത്തും നമ്മുടെ പാർട്ട്ണർ ആവാൻ പോകുന്ന ആൾക്കായി. അതേ കണക്ക് ചടങ്ങ് ഫെങ്ങിന് വേക്കും ഇടയിൽ നടത്തി വെക്കുന്നു. അതിനുശേഷം ഫെങ് ഒരു എതിർപ്പും എവിടെ നിന്നും വരുമെന്ന ഒരു പേടിയില്ലാതെ വേഡ് അണ്ടറിൽ താഴ്ച ട്രെയിനിങ് നല്ലതായി എടുക്കുന്നുണ്ട്. അങ്ങനെ ഇവരുടെ കോമ്പറ്റീഷന്റെ ഒക്കെ സമയമാവുന്നു. ബോക്സിംഗ് ഡിപ്പാർട്ട്മെന്റിനും താഴ്ച ഡിപ്പാർട്ട്മെന്റിനും ഇടയിൽ വലിയൊരു കോമ്പറ്റീഷൻ വരാൻ പോവാണ്. അപ്പോൾ അതിനുവേണ്ടി ചെൻ വളരെ ബിസിയായി നടക്കായിരുന്നു. പക്ഷെ അതിന്റെ ഇടയിൽ ചെന്നിനെ ഒരു റെസ്റ്റോറന്റിലേക്ക് സിയ വിളിക്കുന്നു. സിയ അങ്ങനെ അവിടേക്ക് പോകുമ്പോൾ ചെൻ അവളോട് വളരെ കാര്യമായി ഒക്കെ സംസാരിക്കുന്നുണ്ടെങ്കിലും അവിടെ വെച്ച് നമുക്കൊരു കാര്യം റിവീൽ ആവുകയാണ്. മറ്റൊന്നുമല്ല, ആക്ച്വലി കറുത്ത ഡ്രസ്സൊക്കെ ഇട്ട് മുഖമൊക്കെ മറിച്ച് വേയെ പലപ്പോഴും അറ്റാക്ക് ചെയ്യാനായി വന്ന ബോക്സിംഗ് ഡിപ്പാർട്ട്മെന്റുമായി വളരെയേറെ അടുത്ത ബന്ധമുള്ള ആ വില്ലത്തി മറ്റാരുമല്ല സിയാണ്. എന്തായാലും ഈ ഒരു കാര്യം വേക്കോ ഫെങ്ങിനോ ഒന്നും തന്നെ അറിയില്ല. ഈവൻ ചെന്നിന് പോലും അറിയില്ല ഇവളാണ് വില്ലത്തി എന്നത്. എന്തായാലും അങ്ങനെ അടുത്ത ദിവസം ബോക്സിംഗ് ഡിപ്പാർട്ട്മെന്റിനും താഴ്ച ഡിപ്പാർട്ട്മെന്റിനും ഇടയിൽ ഫിക്സ് ചെയ്ത മാച്ചിന്റെ സമയമാകുമ്പോഴേക്കും താഴ്ചയിലെ കുട്ടികൾക്കൊക്കെ വയ്യാതെ ആവുന്നുണ്ട്. അവരുമായി വളരെ കമ്പനി അടിച്ച ഒരാളായി നിന്ന സിയ അവർ പോലും അറിയാതെ അവർ ഈ ഒരു മാച്ചിനൊക്കെ വരുന്നതിന് മുന്നേ കഴിച്ച ഭക്ഷണത്തിലും കുടിച്ച വെള്ളത്തിലും ഒക്കെ എന്തോ കലക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് ഒന്നിനും വയ്യാത്തൊരവസ്ഥ, വയറുവേദന എടുത്ത്. ചെന്നിന് പക്ഷെ ഒന്നും പറ്റിയിട്ടില്ല, കാരണം അവൾ ചെന്നിന് അങ്ങനെ ഒന്നും വരുന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അവൻ ഇതിന്റെ ഹെഡ് ആയതുകൊണ്ട് തന്നെ അവൻ ഇതിൽ ഇറങ്ങി ഫൈറ്റ് ചെയ്യില്ല, ബാക്കി കുട്ടികളെ കൊണ്ടാണ് ഫൈറ്റ് ചെയ്യിപ്പിക്കുക എന്നത് അവൾക്കറിയാം. അങ്ങനെ ആകെ പ്രശ്നത്തിലാവുമ്പോഴേക്കും അങ്ങോട്ടേക്ക് ഫെങ്ങുമായി എത്തുന്നു. ഫെങ് ഇപ്പോൾ ഒഫീഷ്യലി താഴ്ചയിലെ ഒരു സ്റ്റുഡന്റ് ആണ് എന്ന് പറഞ്ഞ് അവൾക്ക് ഫൈറ്റ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ അവൻ അറേഞ്ച് ചെയ്യുന്നു. ആ സമയം താഴ്ചയിൽ ഇനി ഫൈറ്റ് ചെയ്യാനായി ആരും വരില്ല, എല്ലാവരും വയ്യാതിരിക്കുകയാണെന്ന് കണ്ട് വിചാരിച്ചത് നടന്നു എന്ന മട്ടിൽ നിൽക്കുകയായിരുന്നു. ആ ലിന്നിനെയൊക്കെ സംബന്ധിച്ച് അതൊരു ഷോക്കിംഗ് ആയ കാര്യമായിരുന്നു. ഇങ്ങനെ ഫെങ് ഇതിൽ ഫൈറ്റ് ചെയ്യാനായി എത്തുമെന്ന് അവർ പ്രതീക്ഷിച്ചിരുന്നില്ല. എന്തായാലും ഫെങ് അങ്ങനെ ഫൈറ്റ് ചെയ്യാനായി ഒരുങ്ങുമ്പോഴേക്കും ബോക്സിംഗ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഫെങ്ങിനെ നേരിടാനായി എത്തുന്നത് അവൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരാളാണ്, മറ്റാരുമല്ല അസിയ. നീ എന്തേ കാണിക്കുന്നതെന്ന് ആദ്യം ഒന്നും മനസ്സിലാവാതെ ഫെങ് ചോദിക്കുമ്പോഴേക്കും അസിയ സീരിയസ് ആണ്, അവൾ തമാശ കാണിക്കല്ല എന്ന് ഫെങ്ങിന് മനസ്സിലാവുന്നു. ഫെങ് തന്റെ ഫ്രണ്ടാണ് ഇവൾ, തന്റെ ബെസ്റ്റ് ഫ്രണ്ട്. ഇവൾക്കെതിരെ തന്നെയാണോ താൻ ഇനി ഫൈറ്റ് ചെയ്യാൻ പോകേണ്ടെന്ന് മട്ടില്ല. നോക്കുമ്പോഴേക്കും അവൻ അവളോട് ഫൈറ്റ് ചെയ്യാനായി തന്നെ പറയുന്നു. അങ്ങനെ ഇവർക്കിടയിൽ ഫൈറ്റിംഗ് നടക്കുമ്പോഴേക്കും തന്റെ ഫ്രണ്ട് അല്ലേ ഇവളെ എങ്ങനെ താൻ അടിക്കുക ഉപദ്രവിക്കുക എന്ന രീതിക്കൊക്കെ അങ്ങ് ഡിസ്റ്റർബ്ഡ് ആവുന്നുണ്ടായിരുന്നു ഫെങ്. പക്ഷെ ഫ്രണ്ട് എന്നൊരു പരിഗണനയും വേദ് അവളോട് തിരിച്ചു കാണിക്കുന്നില്ല എന്ന് മനസ്സിലാക്കുന്നവൾ മനസ്സിൽ നിന്നെല്ലാം മാറ്റിവെച്ച് അങ്ങനെ ഫൈറ്റ് ചെയ്യാനായി തുടങ്ങുന്നു. തുടർന്ന് ആ ഒരു ഫൈറ്റില് സിയെ തോൽപ്പിക്കാനായി തന്നെ ഫെങ്ങിന് സാധിക്കുന്നു. ഈ സമയം അവിടെ നിന്ന് മാറിപ്പോകുന്ന സിയയുടെ അടുത്തേക്ക് എത്തി ഫെങ് എന്ത് നീ കാണിച്ചത്, എന്ത് നിന്റെ ഉദ്ദേശം എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും എല്ലാത്തിനും കാരണം ഈ വേ ആണ്. ഇവ മടങ്ങി വരാൻ പാടില്ലായിരുന്നു, ബോക്സിംഗ് ഡിപ്പാർട്ട്മെന്റ് മാത്രം മതി ഇവിടെ. ആക്ച്വലി ഞാൻ ബോക്സിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ആളായി തന്നെ ഉള്ള ഒരു പെൺകുട്ടിയാണ്. വേ മടങ്ങി വന്നതിന് ശേഷം അവനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി തന്നെ പദ്ധതിയിട്ടാണ് ഞാൻ ഈ ഡിപ്പാർട്ട്മെന്റിലെ ആളല്ല എന്ന രീതിയിൽ മാറി നിന്നത്. എന്തായാലും ഞാൻ തന്നെയാണ് ഇവനെ പലപ്പോഴും അറ്റാക്ക് ചെയ്തതെന്നൊക്കെ അവൾ തുറന്ന് സമ്മതിക്കുന്നു. പക്ഷെ അപ്പോഴും ചെയ്തതിൽ ഒരു തെറ്റും അവൾക്ക് തോന്നുന്നില്ല. അവളുടെ ഡിപ്പാർട്ട്മെന്റിന് വേണ്ടി അവൾ ഇങ്ങനെ ചെയ്തു എന്ന മട്ടിലാണ് അവൾ. ഇവിടെ ഉള്ളവരെ സംബന്ധിച്ച് സിയ ഈ ഡിപ്പാർട്ട്മെന്റിൽ ഒരാളല്ലെങ്കിലും അവൾ രഹസ്യമായി ആ ഡിപ്പാർട്ട്മെന്റിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളായിരുന്നു. എന്തായാലും അതിന്റെ പേരിലല്ല, മറിച്ച് അവൾ മാച്ചിൽ ജയിക്കാനും മറ്റുമായി താഴ്ചയിലെ കുട്ടികൾക്ക് ഭക്ഷണത്തിൽ വയറിന് അസുഖം വരുന്ന രീതിയിൽ ഓരോന്നും കലക്കി കൊടുത്തു എന്നതിന്റെ പേരിൽ അവളെ കുറ്റക്കാരിയാക്കുകയും അതിനുള്ള ശിക്ഷയെ അവളെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പറഞ്ഞു വിടുകയും ചെയ്യുന്നു. ഇങ്ങനെ ഒരാളായിരുന്നു സി എന്നത് ചെന്നിന് വിശ്വസിക്കാനും പറ്റുന്ന കാര്യമായിരുന്നില്ല. അവൾ അവിടെ നിന്ന് പോകുന്നതിന് മുന്നേ അവളോട് സംസാരിക്കാനൊക്കെ അവൻ ശ്രമിക്കുന്നുണ്ട്. അവൾ ഈ കാണിച്ച കണക്ക് അവനോട് കാണിച്ച ഇഷ്ടവും ഫേക്ക് ആയിരുന്നു എന്നൊക്കെ അവൻ ചോദിക്കുമ്പോൾ അവൾ അതേ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് അവനോട് ദേഷ്യപ്പെട്ടു പോകുന്നു. പക്ഷെ അപ്പോഴും അവൾ അതിൽ കള്ളം പറയാണ്. ഈ കാണിച്ചതൊക്കെ ഫേക്ക് ആണെങ്കിലും തന്നോട് അവൾ കാണിച്ച ഇഷ്ടം ഒരിക്കലും ഫേക്ക് ആയിരുന്നില്ല എന്ന് തന്നെ അവന് തോന്നുന്നുണ്ട്. എന്തായാലും അങ്ങനെ ഇവിടെ നിന്ന് പോകുന്ന അവൾ നേരെ എത്തുന്നത് അവളുടെ ബോക്സിംഗ് കമ്മ്യൂണിറ്റിയുടെ അവിടെയാണ്. അവിടേക്ക് എത്തുന്ന ലിന്നാകട്ടെ അവളോട് നീ ഇത്രയും നാള് എന്നെക്കാൾ വലിയ ഹെഡായി ഓരോ കാര്യങ്ങൾ ചെയ്തു, പക്ഷെ ഇപ്പൊ നീ ഒരു കോമ്പറ്റീഷനിൽ തോറ്റവളാണ്. ആ ഫെങ്ങിനോട് ജയിക്കേണ്ടിയിരുന്ന കോമ്പറ്റീഷനിൽ നീ തോറ്റു, അതുകൊണ്ട് തന്നെ നീ ഇനി ഇവിടെ ഹെഡായിരിക്കാനായി അർഹതയില്ലാത്ത ഒരാളാണെന്ന് പറയുമ്പോൾ ഒരിക്കലും അത് സിയെ ഈ ഒരു സ്ഥാനത്ത് നിന്ന് മാറ്റാനായി കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ലെന്നും സിയ ഹെഡായി നിൽക്കാനായി പ്രാപ്തിയായിട്ടുള്ള ഒരാളാണെന്നും അവളുടെ കൂടെ അവിടെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ പേര് ലിന്നിന് അവിടെ നിന്ന് പറഞ്ഞു വിടുന്നുണ്ട്. ഇവരൊക്കെ ഒരേ കമ്മ്യൂണിറ്റിയിൽ പെട്ടവരാണെങ്കിലും ലിന്നാകട്ടെ തെറ്റായ രീതിയിൽ ബോക്സിംഗ് ഉപയോഗിക്കാൻ നോക്കുന്ന ഒരാളാണ്. പക്ഷെ സിയ അങ്ങനെ അല്ലാന്ന് അവർക്കറിയാം. അവൾ ബോക്സിംഗ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായി അതിനുവേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ ലിന്നിനെ പോലെ ഒരാളുടെ കയ്യിലേക്ക് ഈ അധികാരസ്ഥാനം കിട്ടിക്കഴിഞ്ഞാൽ അത് മിസ്യൂസ് ചെയ്യപ്പെടുമെന്നുള്ള പേടിയും അവർക്കുണ്ട്. പക്ഷെ ലിന്നാകട്ടെ തനിക്ക് അധികാരം എല്ലാം കൈക്കലാക്കണം,
താൻ ആ യൂണിവേഴ്സിറ്റി മാത്രം ബോക്സിംഗിന്റെ ഹെഡ് ആയിരുന്ന പോലെ തങ്ങളുടെ യൂണിവേഴ്സിറ്റിക്ക് പുറത്തുള്ള ബോക്സിംഗ് കമ്മ്യൂണിറ്റിയുടെ നിയന്ത്രണം തന്റെ കയ്യിൽ വേണമെന്ന് ഉറപ്പിച്ചു. ഇവനെ പോലെ തന്നെ കമ്മ്യൂണിറ്റിക്ക് വിരുദ്ധമായി പലതും പ്രവർത്തിച്ച് ഒരിക്കൽ കമ്മ്യൂണിറ്റിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരാളുണ്ട്. അയാളെ ചെന്ന് കണ്ട് അവൻ സഹായം ചോദിക്കുന്നു. അയാളാകട്ടെ കമ്മ്യൂണിറ്റിയിലുള്ള വേറെ ആരും അയാളെ അടുപ്പിക്കാത്തത് കൊണ്ടും ലിൻ മാത്രം അയാളുടെ അടുത്ത് വന്ന് സഹായം ചോദിക്കുന്നത് കൊണ്ടും അയാൾക്ക് അവൻ കുറച്ച് കാശ് ഇതിനെ സഹായിച്ചാൽ ഓഫർ ചെയ്യുന്നത് കൊണ്ടും അങ്ങനെ അവനെ സപ്പോർട്ട് ചെയ്ത് കമ്മ്യൂണിറ്റിയിലേക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായും ഇവനെ അവിടെ ലീഡറാക്കി വാഴ്ത്തുന്ന കാര്യങ്ങൾ ചെയ്യാനായും അയാളും പോകുന്നു. അങ്ങനെ അവിടെ അയാളും സിയും തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവുന്നുണ്ട്. ഈ ഒരു സമയം സാരമായി പരിക്കേൽക്കുന്ന സി അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഓടുന്നു. അവൾ നേരെ വന്ന് വീക്കായി വീഴുന്നത് ഫെങ്ങിന്റെയും വേയുടെയും മുന്നിലാണ്. അവർ അവളെ ഇപ്പോ അവരുടെ ശത്രുവാണ് അവൾ എന്ന രീതിയിലൊന്നും കൺസിഡർ ചെയ്യാതെ വേഗം തന്നെ അവളെ അവരുടെ ഡോക്ടറിന്റെ അടുത്തേക്ക് എത്തിക്കുന്നു. അങ്ങനെ അതിനുശേഷം അവൾക്ക് മരുന്ന് വാങ്ങാനായി അവർ പുറത്തേക്ക് പോയി തിരിച്ചെത്തുമ്പോഴേക്കും അവൾ ഡോക്ടറിന്റെ അടുത്ത് നിന്ന് എസ്കേപ്പ് ആയി പോയിട്ടുണ്ടായിരുന്നു. അവൾ അധികം ദൂരം ഒന്നും പോയിട്ടുണ്ടാവില്ല, വളരെ കുറച്ചു നേരമല്ലേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് എങ്ങനെയും കണ്ടുപിടിക്കാമെന്ന് ഉദ്ദേശിച്ചവർ അവിടെയൊക്കെ അന്വേഷിക്കുമ്പോഴേക്കും അവിടെ മാറി തന്റെ സ്റ്റുഡൻസിന്റെ കൂടെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ചെൻ. ഈ സമയം അവൻ കാണുന്ന കാഴ്ച സിയെ കുറച്ചു പേര് ആക്രമിക്കുന്നതാണ്. തുടർന്ന് അവൻ ഹെൽപ്പ് ചെയ്യാനായി പോകുമ്പോഴേക്കും അങ്ങോട്ടേക്ക് സി അന്വേഷിച്ചെത്തിയ വേയും എത്തുന്നുണ്ട്. തുടർന്ന് അവർ രണ്ടുപേരും കൂടി സിക്ക് വേണ്ടി അവരോട് ഫൈറ്റ് ചെയ്യുകയും അവളെ രക്ഷപ്പെടുത്തുകയും ചെയ്യുന്നു. അപ്പോഴും അവൾ വളരെ വീക്കായിരുന്നു. വേഗം തന്നെ അവളെ ചെന്നാണിപ്പോ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നത്. അങ്ങനെ ഹോസ്പിറ്റലിൽ വെച്ച് വേയെ കാണുന്ന സിയ വളരെ വയലന്റ് ആയി പെരുമാറുന്നുണ്ട്. നീ കാരണമാണ് എന്റെ മുത്തശ്ശൻ മരിച്ചെന്നൊക്കെ പറഞ്ഞ് അവൾ ഷൗട്ട് ചെയ്യുമ്പോഴാണ് ഇവൾക്ക് എന്താണ് തന്നോട് ഇത്ര പ്രശ്നം എന്നത് അവന് മനസ്സിലാവുന്നത്. സംഭവം മറ്റൊന്നുമല്ല, വേ ഇപ്പോ വയ്യാതായിരിക്കല്ലേ. അവൻ ഒരു ഗ്യാപ്പിന് ശേഷമാണ് ഇപ്പോ തിരിച്ചെത്തിയിരിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് നമ്മൾ ചെറിയ രീതിയിൽ ഒരു ഫ്ലാഷ് ബാക്ക് കണ്ടിരുന്നു. അവനെ ഈ തായ്ചി ട്രെയിനറാണ് അവൻ, അല്ലെങ്കിൽ തായ്ചി എക്സ്പേർട്ട് ആണ് അവൻ എന്ന ആ ഒരു കാര്യം കൊണ്ട് ഇഷ്ടമല്ലാത്ത ചിലർ ആക്രമിക്കാൻ നോക്കി. അതിൽ പരിക്കേറ്റാണ് അവൻ ഒരു ഗ്യാപ്പ് വന്നതെന്ന്. അന്ന് അവനെ ഉപദ്രവിക്കാൻ നോക്കിയത് തായ്ചി പ്രാക്ടീസ് ചെയ്യുന്നവരെ ശത്രുവായി കാണുന്ന സിയുടെ മുത്തശ്ശനൊക്കെ ആയിരുന്നു. അന്നത്തെ ആ ഒരു സംഭവത്തിന് ശേഷമാണ് സിയുടെ മുത്തശ്ശൻ മരണപ്പെട്ടത്. അതുകൊണ്ട് തന്നെ വേ തന്റെ മുത്തശ്ശനെ കൊന്നു എന്നാണ് കാര്യങ്ങളെ പറ്റി വ്യക്തമായി അറിയാത്തവൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷെ ആക്ച്വലി അങ്ങനെയല്ല. ഇവനായി ചെന്ന് മുത്തശ്ശനോട് വഴക്കുണ്ടാക്കിയതോ അദ്ദേഹത്തെ കൊന്നതോ ഒന്നും അല്ല, മറിച്ച് വേയൊക്കെ സിയുടെ മുത്തശ്ശനാണ് തട്ടിക്കൊണ്ടുപോയി ഉപദ്രവിക്കാനായി നോക്കിയത്. അവിടെ നിന്ന് ഒരുവിധമാണ് അവൻ ഫൈറ്റ് ചെയ്ത് രക്ഷപ്പെട്ട് വന്നത്. പക്ഷെ അപ്പോഴും അവളുടെ മുത്തശ്ശനെ അവൻ കൊന്നിട്ടുണ്ടായിരുന്നില്ല, മറിച്ച് അവന്റെ മുന്നിൽ തോറ്റു എന്ന ഒരു നാണക്കേട് ഫീൽ ചെയ്ത് താഴ്ചക്കാരുടെ മുന്നിൽ ഒരു ബോക്സറായി താൻ തോറ്റെങ്കിൽ ഇനി താൻ ജീവനോടെ ഇരിക്കാൻ പാടില്ല എന്ന ഒരു ഈഗോ അടിച്ച് മുത്തശ്ശൻ സ്വയം മരിക്കുകയായിരുന്നു. ഈ കാര്യങ്ങളെ പറ്റി അവളെ ബോധ്യപ്പെടുത്താനായി അന്ന് ഇതൊരു കേസൊക്കെ ആയി മാറിയിട്ടുണ്ടായിരുന്നു. ആ കേസ് അന്വേഷിച്ച ഓഫീസറെയും അന്ന് ശേഖരിച്ച തെളിവുകളും ഒക്കെ നിരത്തി ചെന്നിന്റെ സഹായത്തോടു കൂടി കാര്യങ്ങൾ സിയെ ബോധ്യപ്പെടുത്താനായി വേയ്ക്ക് സാധിക്കുന്നു. അപ്പോഴാണ് അവൾ തെറ്റിദ്ധരിച്ചതാണെന്ന കാര്യം മനസ്സിലാവുന്നത്. അവൾ ഹോസ്പിറ്റലിൽ ഉള്ളപ്പോഴൊക്കെ തന്നെ ചെൻ വളരെ കെയറോടുകൂടി നോക്കുന്നുണ്ട്. അവൾ ഇഗ്നോർ ചെയ്യുന്നുണ്ടെങ്കിലും അവൻ വളരെ കാര്യമായി തന്നെ അവളെ നോക്കുന്നു. അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയ അവൾ തന്റെ തെറ്റൊക്കെ മനസ്സിലാക്കി അത് തിരുത്താനായി ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. വേയോടുള്ള വിദ്വേഷവും ഒക്കെ കൊണ്ട് ലിന്നൊക്കെ സിയെ കൂടുതൽ എരിപിരി കയറ്റി ഈ ഒരു മാനസികാവസ്ഥയിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചായിരുന്നു. ഇപ്പൊ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന അവൾ വേയുടെ അടുത്തും ഫെങ്ങിന്റെ അടുത്തും തെറ്റിദ്ധരിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതിന്റെ പേരിൽ സോറി പറയുന്നുണ്ട്. വേയ്ക്കോ ഫെങ്ങിനോ സിയോട് ഒട്ടും തന്നെ ദേഷ്യം ഉണ്ടായിരുന്നില്ല. കൂടാതെ സി ഇപ്പോ ചെന്നിന്റെ ഗേൾ ഫ്രണ്ടായും അങ്ങനെ ഇവരുടെ കൂടെ ഹാപ്പിയായി മുന്നോട്ട് പോകുന്നു. ഇതേ ടീം തന്നെ അവൾ വാർണിംഗ് നൽകുന്നുണ്ട് ഇവർക്ക്. തന്നെ ഇപ്പോ ബോക്സിംഗിന്റെ നേതൃസ്ഥാനത്ത് നിന്ന് പുറത്താക്കി ലിന്നിന്റെ കൂടെ ഇപ്പോ മറ്റൊരാളുണ്ട്. അയാൾ ഒരു സൈക്കോ പോലെയാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ജയിക്കാൻ വേണ്ടി എന്ത് വലിയ ചതി ചെയ്യാൻ മടിയില്ലാത്ത ഒരാള്. സ്ഥാനം നേടാൻ വേണ്ടി എന്നെ പോലും ഇത്രയും ഉപദ്രവിച്ച് പുറത്താക്കിയ അയാൾ നിങ്ങളൊക്കെ ജയിക്കാൻ വേണ്ടി എന്ത് ചെയ്യും, സൂക്ഷിക്കണമെന്നൊരു മുന്നറിയിപ്പ് സി ഇവർക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇവിടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോഴേക്കും ബോക്സിംഗിന്റെ കാര്യങ്ങളൊക്കെ ഇപ്പോ നോക്കി നടത്തുന്നത് അയാളാണ്. നേതൃസ്ഥാനത്ത് എത്തണമെന്ന് വിചാരിച്ച ലിന്നിന് പോലും അതിന് സാധിക്കുന്നില്ല. ആക്ച്വലി തനിക്ക് ലീഡർ ആവാനായാണ് അവൻ ഇയാളോട് ഒരു സഹായം ചോദിച്ചത്. പക്ഷെ ഇയാളാകട്ടെ സിയെ പുറത്താക്കി ഇവനെ സൈഡാക്കി വെച്ച് അയാളാണിപ്പോ ലീഡറായി നിൽക്കുന്നത്. അതിന്റെ ഒരു ഇഷ്ടക്കേട് അവനുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ ഇയാൾക്ക് വിഷം കൊടുത്ത് അറ്റാക്ക് ചെയ്യാനായി നോക്കുന്നുണ്ടെങ്കിലും ചായയിൽ വിഷം കലക്കി കൊടുത്തത് മനസ്സിലാക്കുന്ന അയാൾ കുടിക്കും മുന്നേ അത് തട്ടിയെറിയുകയും അവനെ തനിക്കെതിരെ പ്രവർത്തിക്കാൻ നോക്കിയതിനുള്ള ശിക്ഷയെ ഒരിടത്ത് പൂട്ടിയിടുകയും ചെയ്യുന്നു. അതിനുശേഷം നേരെ പോകുന്നത് സിയെ കാണാനായിട്ടാണ്. സിയോട് നിന്നെ ഞാൻ അറ്റാക്ക് ചെയ്യാൻ പാടില്ലായിരുന്നു, അത് ലിൻ എരിപിരി കയറ്റി എനിക്കൊരു തെറ്റ് പറ്റിയതാണ്. അതുകൊണ്ട് അതിനൊരു പ്രായശ്ചിത്തം എന്ന രീതിയിൽ ഞാൻ നിനക്ക് സ്ഥാനമാനങ്ങൾ തിരിച്ചു തരാം. ആ ലിന്നിനെ ഞാനിപ്പോ ഒരു സ്ഥലത്ത് പൂട്ടിയിട്ടിരിക്കുക. അതുകൊണ്ട് അവൻ നിനക്കെതിരെ ഒന്നും ചെയ്യാനും പോകുന്നില്ല. ഞാൻ നിനക്ക് വീണ്ടും ബോക്സിംഗിന്റെ ലീഡർ ആവാനായിട്ടുള്ള അവസരം തരാം. പക്ഷെ അതിന് പകരമായി നീ ഒരു കാര്യം ചെയ്യണം. വീണ്ടും ബോക്സിംഗിന് താഴ്ചയ്ക്കും ഇടയിൽ ഫൈറ്റ് നടക്കാൻ പോകില്ല. ഒരു കോമ്പറ്റീഷൻ സമയത്ത് ഫെങ് അതിൽ പങ്കെടുക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ അവളെ കൊല്ലാനായി അവൾക്ക് ഈ ഒരു വിഷം നീ കലക്കി കൊടുക്കണമെന്ന് അയാൾ ആവശ്യപ്പെടുമ്പോൾ ആ വിഷം അസിയ വാങ്ങിവെക്കുന്നു. അങ്ങനെ അവൾ പിന്നീട് ഫെങ്ങിനെ കാണാനായി പോകുന്നതും ഫെങ്ങിന് ഇത് കലക്കി കുടിക്കാനായി കൊടുക്കുന്നതും അതറിയാതെ ഫെങ് അത് കുടിച്ച് വയ്യാതെ താഴെ വീഴുന്നതുമാണ് നമ്മൾ കാണുന്നത്. നമ്മൾ മാത്രമല്ല ഇത് മാറി നിന്ന് അയാളും കണ്ടിട്ടുണ്ടായിരുന്നു. അയാൾ ഞാൻ പറഞ്ഞ കണക്ക് തന്നെ നീ ഇവൾക്ക് വിഷം കൊടുത്തു, വെൽ ഡൺ എന്നൊക്കെ പറഞ്ഞ് അവളെ പ്രശംസിക്കുമ്പോഴേക്കും നിങ്ങൾ പറഞ്ഞ കണക്ക് ഞാൻ ചെയ്തല്ലോ, ഇനി നിങ്ങൾ പറഞ്ഞ വാക്ക് പാലിക്കാനായിട്ടുള്ള സമയമായി, എനിക്ക് എന്റെ സ്ഥാനമാനങ്ങൾ എപ്പോഴാണ് തിരിച്ചു തരുന്നതെന്ന് സിയ ചോദിക്കുമ്പോഴേക്കും നിന്നെ ഞാൻ ഫൂളാക്കിയതാ, നിനക്കൊന്നും ഞാൻ തരാൻ പോകുന്നില്ല, നിന്നെ കൊണ്ട് തന്നെ ഇവളെ കൊല്ലിക്കണമായിരുന്നു, അതിനുവേണ്ടി എന്ത് ചെയ്തതാണെന്നല്ല അയാൾ പറയുമ്പോഴേക്കും ആക്ച്വലി അയാളെ ഒരു ട്രാപ്പിലാക്കിയതായിരുന്നു സിയ. വേയുടെയും ഫെങ്ങിന്റെയും ഒക്കെ സഹായത്തോടു കൂടി യഥാർത്ഥത്തിൽ അവൾക്ക് വിഷമൊന്നും സിയ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട്
തന്നെ ഫെങ് ഇപ്പോ സേഫ് ആയി നിൽക്കുന്നു. ഇയാൾ തന്നെ ചതിക്കാൻ പോവുകയാണെന്ന് മനസ്സിലാക്കി അതൊന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ടുള്ള സിയയുടെയും അയാളുടെ തനി നിറം പുറത്തു കൊണ്ടുവരാനായിട്ടുള്ള ഇവരുടെയും അടവായിരുന്നു. എന്തായാലും ഇയാളെ വെറുതെ വിടാൻ പാടില്ല എന്ന് പറഞ്ഞ് ചെന്നൊക്കെ അറ്റാക്ക് ചെയ്യാനേ ഒരുങ്ങുന്നുണ്ടെങ്കിലും ഇപ്പൊ നമ്മൾ ഇയാളെ ഒന്നും ചെയ്യണ്ട. നാളെ നമുക്കും ഇവർക്കും ഇടയിലുള്ള കോമ്പറ്റീഷൻ അല്ലേ, നമുക്ക് അവിടെ വെച്ച് ഇവരെ നേരിടാന്ന് വേ തന്റെ ആളുകളോട് പറയുന്നു. നാളത്തെ കോമ്പറ്റീഷനിൽ നമ്മളെ ചതിച്ചു തോൽപ്പിക്കാൻ വേണ്ടിയാ ഫെങ് അതിൽ പങ്കെടുക്കാതിരിക്കാനായി അവൾക്ക് ഇപ്പൊ വിഷം കൊടുക്കാനായി ഇയാൾ മുതിർന്നത്. പക്ഷെ നമ്മൾ അങ്ങനെ തെറ്റായ ഒരു രീതിയിലും കോമ്പറ്റീഷനെ നേരിടരുത്. നമ്മൾ നേരാവണ്ണം ഫൈറ്റ് ചെയ്ത് വിജയിക്കുന്നവർ മാത്രമാണെന്ന് അവൻ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്നു. എന്തായാലും നമുക്ക് വിജയിക്കാൻ സാധിക്കും, നമ്മുടെ ഭാഗത്താണ് സത്യമുള്ളത്, അതുകൊണ്ട് നമ്മൾ തന്നെ വിജയിക്കുന്ന അവന് വളരെ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. കോമ്പറ്റീഷൻ ഒറ്റ ദിവസം കൊണ്ട് തീരുന്നായിരുന്നില്ല, തുടർച്ചയായി കുറെ ദിവസം കോമ്പറ്റീഷൻ ഉണ്ട്. ഈ കോമ്പറ്റീഷനിൽ വിജയിച്ചാൽ വിദേശത്ത് പോയി മറ്റൊരു വലിയ കോമ്പറ്റീഷനിലും പങ്കെടുക്കാനായിട്ടുള്ള അവസരമൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ കോമ്പറ്റീഷന്റെ കാര്യമില്ല, വിദേശത്ത് പോകുമ്പോഴേക്കും മിസ് ചെയ്യേണ്ടി വരുമല്ലോ. ഈ കോമ്പറ്റീഷൻ വിജയിക്കാൻ ഒരു അവസരം കിട്ടി അങ്ങനെ വിദേശത്ത് പോകുന്ന ടീം അവനെ കാണാൻ സാധിക്കില്ലല്ലോ എന്നൊക്കെ ഫെങ് വളരെ നിരാശയിലാകുമ്പോഴേക്കും അത് മനസ്സിലാക്കുന്ന അവൻ അവളെ നോക്കിയാക്കി എടുക്കാനേ നോക്കുന്നു. അങ്ങനെ എന്തായാലും മത്സരങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഓരോ റൗണ്ടിൽ ഓരോരുത്തരായി അങ്ങനെ ഏറ്റുമുട്ടിയൊക്കെ മുന്നോട്ട് പോകുന്നു. ഈ സമയം ആ ബോക്സിംഗ് ഹെഡിനെ നേരിടേണ്ട ഒരു റൗണ്ട് എത്തുമ്പോഴേക്കും താഴ്ചയിൽ എത്തുന്നത് വേയാണ്. അവൻ നന്നായി തന്നെ ഫൈറ്റ് ചെയ്ത് അയാളെ തോൽപ്പിക്കുന്നു. ആ മത്സരം കഴിഞ്ഞ് തോറ്റ് അയാൾ ഇറങ്ങുമ്പോഴേക്കും അയാളെ അറസ്റ്റ് ചെയ്യാനായി പോലീസ് വന്നിട്ടുണ്ടായിരുന്നു. മറ്റൊന്നിനല്ല, അയാൾ ലിന്നിനെ കൊല്ലാൻ നോക്കി എന്ന ഒരു കാര്യത്തിന്റെ പേരിൽ. ലിന്നിനെ അയാൾ ഇങ്ങനെ അറ്റാക്ക് ചെയ്യാൻ നോക്കിയത് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്ന സിയ ചെന്നിന്റെ കൂടെ പോയി പോലീസിനെ അറിയിച്ച് അങ്ങനെ അവനെ രക്ഷപ്പെടുത്തി അവിടെ നിന്ന് കൊണ്ടുവരികയും അവനെ ബന്ദിയാക്കി വെച്ചെടുത്തു നിന്ന് എത്തിയ അവൻ തന്നെ അറ്റാക്ക് ചെയ്യാൻ നോക്കിയത് ഇയാളാണെന്ന് അറിയാവുന്നതുകൊണ്ട് അയാൾക്കെതിരെ മൊഴി കൊടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ തന്റെ തെറ്റുകൾ ലിന്നും മനസ്സിലാക്കി നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. ഇവിടെ താഴ്ചയും ബോക്സിംഗും ഏറ്റുമുട്ടിയപ്പോൾ അവിടെ അന്തിമ വിജയം തുടർച്ചയായി മത്സരങ്ങൾ ജയിച്ച് നേടി താഴ്ചയാണ് വിജയിച്ചിരിക്കുന്നത്. അതും താഴ്ചയിലെ ടോപ്പ് സ്കോറർ ഫെങ് തന്നെയാണ്. അവളെങ്ങനെ വിദേശത്ത് പോവുകയാണ് എന്നറിയാവുന്ന വേ അവൾ വിദേശത്ത് പോകും മുന്നേ അവളെ പ്രപ്പോസ് ചെയ്യുന്നു. അങ്ങനെ ഇവരിപ്പോ ലൈഫിൽ ഒന്നിച്ചുണ്ടാവാൻ തീരുമാനിച്ചിരിക്കുന്ന കണക്ക് തന്നെ അവൾ വിദേശത്തെ ആ ഒരു കോമ്പറ്റീഷന് വേണ്ടി പോകുന്ന ടീം അവനെ വിട്ടുപിരിയേണ്ടി വരുമല്ലോ എന്ന ഒരു സങ്കടത്തിലാണ് ഉള്ളതെന്നറിയാവുന്ന അവനും അവിടേക്ക് അവളുടെ കൂടെ പോവുകയും അവൾ ആ ഒരു കോമ്പറ്റീഷൻ വിജയിക്കുന്നത് കണ്ട് വളരെ ഹാപ്പിയായി അങ്ങനെ കൂടെ ഉണ്ടാവുകയും ചെയ്യുന്നു. അങ്ങനെ ഇവർ ലൈഫിൽ ഒന്നിച്ചിരിക്കുന്ന ആ ഒരു കാഴ്ചയോടുകൂടി ഈ ഒരു കുഞ്ഞു കഥയും ഇവിടെ അവസാനിക്കുന്നു.